സുവിശേഷം 21-ാം അധികാരം 9-ാം വചനം മറുപടിയും നമ്മുടെ ചിന്തനയ്ക്കാകെ വാസിപ്പോം. വീണ്ടുമായി നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ദയവായി വായിക്കാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. பின்பு கடைசியான 7 வாதைகளால் நிறைந்த 7 கலசங்களை உடைய அந்த 7 தூதரில் ஒருவன் என்னிடத்தில் வந்து, நீ இங்கே வா, ஆட்டுக்குட்டியானவருடைய மனைவியாகிய மணவாட்டியை உனக்கு காண்பிக்கிறேன் என்று சொல்லி, ആട്ടുകുട്ടിയാനവരുടെ മനവിയാകിയ മണവാട്ടിയെ ഉനക്ക് കാണിപ്പിക്കും. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. இந்த വചനം നമുക്ക് യാവർക്കും നന്നാകെ தெரிந்த വചനം. ഈ വചനം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമാണല്ലോ. இந்த വചനമേ നമ്മുടെ മുതുകെലുമ്പും ജീവനുള്ള നമ്പിക്കയും. ഈ വചനം നമ്മുടെ നട്ടെല്ലും ജീവനുള്ള പ്രത്യാശയുമാകുന്നു. നേറ്റയ്ക്ക് മനവിയെ കുറിച്ച് മണവാട്ടിയുടെ അർത്ഥങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. ഇന്നലെ ഭാര്യയുടെ അർത്ഥം എന്തെന്നും മണവാട്ടിയുടെ അർത്ഥം എന്തെന്നും നാം ചിന്തിച്ചു. മനവി എന്നത് തുണ ഇരാവിട്ടാൽ ഉദവി. ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു തുണ അഥവാ ഒരു സഹായി. മണവാട്ടി എന്നതിനുടെ അർത്ഥം വെളിപ്പെടുത്തൽ 22:17 വചനത്തിൻപടി ആയത്തമാക്കിനവൾ എന്റെ അർത്ഥം. മണവാട്ടിയുടെ അർത്ഥമോ വെളിപ്പാട് പുസ്തകം 22:17 ആസ്പദമാക്കി നോക്കിയാൽ ഒരുങ്ങിയിരിക്കുന്നവൾ എന്നർത്ഥം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എവിധമാകെ ആയത്തപ്പെട വേണ്ടുമെന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിച്ചു വരികയും, എങ്ങനെ ഒരുങ്ങണം എന്നുള്ള വിഷയത്തെ കുറിച്ച് നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്നു. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ നാം ഇപ്പോഴത്തെ കർത്താവായ യേശു ക്രിസ്തുവുക്ക് മനവി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം ഇപ്പോൾ കർത്താവായ യേശുവിന്റെ ഭാര്യയാകുന്നു. നേറ്റയ്ക്ക് അതിർക്കെന്റെ ഒരു ഉദാഹരണത്തെ നാം പാർത്തു. ഇന്നലെ അതിന്റെ ഉദാഹരണം നാം ചിന്തിച്ചു. വാഴമരവും അതിനുடைய താറും. വാഴയും അതിന്റെ കുലയും. വാഴമരം എന്നത് മനവിയെ വെളിപ്പെടുത്തുന്നത്. വാഴ എന്ന് പറയുമ്പോൾ ഭാര്യയെ പ്രതിനിധാനം ചെയ്യുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വാഴമരത്തിൽ 3 പകുതിയുണ്ട്. വാഴയിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിനോട് അടിപ്പകുതിയാണ് വിത്ത്. ഒന്ന് അതിന്റെ താഴത്തെ ഭാഗമായ വിത്ത്, കന്റ്. വാഴയുടെ വിത്ത്. രണ്ടാമത് അതിലിരുന്ന് മുളയ്ത്തു വന്ന വാഴമരം. രണ്ടാമത് അതിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു വാഴ. മൂന്നാമത് അതിൽ കാണപ്പെടുക ഇലകൾ. മൂന്നാമത് അതിലുള്ളതായ ഇലകൾ. ഇതാണ് മനവി. ഇതാണ് ഭാര്യ. എപ്പടിയെന്ന് சொல்லலாம், എങ്ങനെയെന്ന് പറയാം. ഒരു മനവി എന്ന് சொல்லும்போது 3 തന്മ കാണപ്പെട വേണ്ടും. ഒരു ഭാര്യയിൽ 3 അവസ്ഥാവിശേഷങ്ങൾ കാണപ്പെടണം. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള വിത്ത്. ഒന്ന് കർത്താവായ യേശുവിന്റെ ആ ജീവനുള്ള അഴിയാത്ത വിത്ത്. അഴിയാത്ത വിത്തിനാല് നിങ്ങൾ മറുപടിയും ജനിപ്പിക്കപ്പെട്ടീർകളെ എന്ന് 1 പേതുരു 1-ാം അധികാരം 22-ാം വചനത്തിൽ വാസിக்கிறோம். 1 പത്രോസ് 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആ അഴിയാത്ത വിത്താകുന്ന കെടാത്ത ബീജത്താൽ നിങ്ങൾ ജനിച്ചു എന്ന് വായിക്കുന്നു. അതാണ് വാഴ കന്റ് എന്നത് ദേവവചനത്തിനാൽ ജനിപ്പിക്കപ്പെട്ട പകുതിയെ വെളിപ്പെടുത്തുക. ആ വാഴവിത്ത് എന്ന് പറയുമ്പോൾ ദൈവവചനത്താൽ ജനിപ്പിക്കപ്പെട്ട അനുഭവത്തെ കാണിക്കുന്നു. കണ്ടിലിരുന്ന് വന്നതാണ് പുതിയ മുള. രണ്ടാമത് ആ വിത്തിൽ നിന്നുണ്ടായ ഒരു പുതിയ മുള എന്നത് പോലെ അത് ജ്ഞാനസ്നാനത്താൽ പുതുതാന ജീവനെ പെറ്റുകൊള്ളുക അനുഭവത്തെ വെളിപ്പെടുത്തുന്നത്. അത് മുളച്ചു വരുന്നത് നാം ജലസ്നാനത്തിലൂടെ ജീവന്റെ പുതുക്കം പ്രാപിക്കുന്നതിനെ കാണിക്കുന്നു. റോമർ 6-ാം അധികാരം 4-ാം വചനത്തിൽ അതേ വാസിக்கிறோம். റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് വായിക്കാം. അതിനുടെ ഇലകൾ എന്നത്, അതിന്റെ ഇലകൾ എന്നതോ പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റുകൊള്ളുക അനുഭവം, അതിനാലുണ്ടാകുന്ന നീതിയും സമാധാനത്തെയും വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച് തന്മൂലമുണ്ടാകുന്ന നീതിയെയും സമാധാനത്തെയും കാണിക്കുന്നു. റോമർ 14-ാം അധികാരം 17-ാം വചനത്തിൽ വാസിக்கிறோம். റോമാലേഖനം 14:17 വായിക്കുന്നു. ദേവനുடைய രാജ്യം പുസിപ്പും കുടിപ്പുമല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. നീതിയും സമാധാനവും പരിശുദ്ധാവിനാൽ ഉണ്ടാകും സന്തോഷം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിങ്കലെ സന്തോഷവും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇതാണ് പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ നാം അവരുടെ മനവിയാക മാറ്റപ്പെട്ടു. ഇത് പരിശുദ്ധാത്മാഭിഷേകത്താൽ നാം തന്റെ ഭാര്യയായി മാറി. വാഴമരത്തോട് ഒപ്പിട്ട് പഠിക്കണം. വാഴയോട് ഉപമിച്ചത് പഠിക്കാം. ഇനിയും വാഴമരത്തിലിരുന്ന് അത് വളർന്ന് 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 ഒരു വാഴത്താർ ഉണ്ടാകും. ഈ വാഴ വളർന്ന് വളർന്ന് പിന്നീട് അതിൽ അത് കുലയ്ക്കുന്നു. നാം മനവിയാക്കപ്പെട്ട്
നാം ഭാര്യയായിട്ട് മனைவி என்ற நிலைமையில் வளர்ந்து ഭാര്യ എന്ന അവസ്ഥാവിശേഷത്തിൽ വളർന്ന് ബലഹീനപ്പെട്ടു പോകാமல் നാം ബലഹീനപ്പെടാതെ പിൻവാങ്ങി പോകാமல் പിന്മാറിപ്പോകാതെ അധൈര്യപ്പെടാതെ ദേവനുക്ക് ശത്രുക്കളാക്കപ്പെടാமல் ദൈവത്തിന് ശത്രുക്കളായി തീരാതെ നാം അവരുടെ മണവാട്ടിയാക മാറ്റപ്പെട വേണം. നാം അവന്റെ മണവാട്ടിയായി മാറണം. അതാണ് ഈ വാഴക്കുല. ദൈവത്തിന് മഹത്വം. ഇനി വാഴത്താറെ ഗവനിക്കുമ്പോൾ ഈ വാഴനാരിനെ അത് മണവാട്ടിയാണാലും കൂടെ മണവാട്ടിയാണെങ്കിൽ മണവാട്ടിക്ക് ഒരു വളർച്ചയുണ്ട്. ദൈവത്തിന് മഹത്വം. വാഴത്താറുക്കും ഒരു വളർച്ചയുണ്ട്. വാഴക്കുലയ്ക്കൊരു വളർച്ചയുണ്ട്. അതിനുടെ വളർച്ച തന്നെ. അതിന്റെ വളർച്ച എന്താണ്? വാഴത്താറിൽ കറയുണ്ട്. ആ വാഴ കുലയിൽ കറയുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. കറ മാറ്റപ്പെട വേണ്ട. ആ ദ്രാവകം, ആ കറ മാറ്റപ്പെടണം. വെയിൽ അടിത്തടിത്ത് വാഴത്താറിൽ ചില കറുപ്പുകൾ തിരകൾ വരക്കൂടും. വെയിൽ അടിച്ചടിച്ച് ആ കുലയിൽ ചില കറുപ്പുകൾ അഥവാ ഒരു ചുളുക്കം പോലെ ഉണ്ടായേക്കാം. തിരയും വരക്കൂടാ. അങ്ങനെയുള്ളതായ വാട്ടം വരരുത്. മൂന്നാമത് അതിൽ പിഴയും വരക്കൂടാ. മൂന്നാമത് അതിൽ മാലിന്യങ്ങൾ വരരുത്. മറ്റുള്ളതായ പറവകളാൽ ഉണ്ടാകും പ്രശ്നം. പറവകൾ കീടങ്ങളാലുള്ള പ്രശ്നങ്ങൾ. ദൈവത്തിന് മഹത്വം. വാഴപ്പഴം. അതാകുന്നു വാഴപ്പഴം. ദൈവത്തിന് മഹത്വം. വാഴപ്പഴം താൻ മണവാട്ടിയുടെ പൂർണ്ണ വളർച്ച. ഈ പഴം എന്നതാണ് മണവാട്ടിയുടെ പരിപൂർണ വളർച്ച. വാഴപ്പഴമാകുമ്പോൾ ആ വാഴപ്പഴമാകുമ്പോൾ വെട്ടി യജമാൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. ആ കുല വെട്ടി യജമാനൻ തന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മണവാട്ടിയാക മാറ്റപ്പെടുമ്പോൾ നാം മണവാട്ടിയായി മാറുമ്പോൾ യജമാൻ നമ്മെ ചേർത്തുകൊള്ളും. യജമാനൻ നമ്മെ ചേർത്തുകൊള്ളും. അപ്പൊ വാഴത്താറ് വളർന്ന് പഴമാക നാം മാറ്റപ്പെട വേണ്ട. ആകയാൽ ഈ വാഴക്കുല വളർന്ന് അത് പഴമായി അതുപോലെ നാം മാറണം. പഴത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ അത് പഠിക്കാൻ നേരമില്ല. ഈ പഴത്തെ കുറിച്ച് ധാരാളം പഠിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ സമയമില്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമോ? ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിവിധമായ വിഷയങ്ങളെ കുറിച്ച് നാം പഠിച്ചു. ഇന്നലെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ചു. വാഴത്താറ് അത് വളര വേണ്ടും. വാഴക്കുല വളരണം. അത് വിളയ വേണ്ടുമെന്ന് ചൊല്ലുക. അത് വിളയണമെന്ന് നാം പറയാറുണ്ട്. ദൈവത്തിന് മഹത്വം. ഇനി അതൊക്കെ ഒരു ശരിயான വളർച്ചയില്ല. ഇനി അതിന് ശരിയായ വളർച്ചയില്ല. വാഴത്താർ വിളയ വേണ്ടും. വാഴക്കുല വിളയണം. പഴുക്ക വേണ്ടും. അത് പഴുക്കണം. അതിന്റെ കറ എന്ന തന്മ മാറ്റപ്പെട ആ കറ എന്ന അവസ്ഥ മാറണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. പഴമാക മാറ്റപ്പെട വേണ്ടും. നല്ല പഴമായി മാറണം. ഇതുതാൻ എഫേസ്യർ 5-ാം അധികാരം 26-ാം വചനത്തെ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5:26 വായിക്കുമ്പോൾ കറ പിഴ ഒന്നുമില്ലാത്ത മഹിമയുള്ള സഭയാക തമക്ക് മുൻപാകെ നിർത്തുംപടിക്ക് അവർ അതற்காக തമ്മെ താമെ ഒപ്പുകൊടുത്താർ എന്ന് വാസിக்கிறோம். കറാജുളുക്കം വാട്ടം മാലിന്യൊന്നുമില്ലാതെ ശുദ്ധിയായ നിഷ്കളങ്കയായ സഭയ്ക്കായി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. കറ ഇരിക്കക്കൂടാതെ. ആകയാൽ കറയുണ്ടാകരുത്. കറ എന്നത് ശരീരത്തിൽ വരുகிறதான ഒരു ബലവീനം. കറ എന്നത് ശരീരത്തിലെ ദൗർബല്യങ്ങൾ. തിര എന്നത് നമ്മുടെ ഹൃദയത്തിൽ വരുகிற ബലവീനം. ഈ ചുളുക്കം എന്നത് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ബലഹീനതകൾ. പിഴ എന്നത് മനതിൽ വരുகிற ബലവീനം. മാലിന്യം എന്നത് മനസ്സിൽ വരുന്ന ബലഹീനത. ആവി ആത്മ ശരീരത്തിൽ ഒരു കുറവും ഇറുക്കലാകാതെ. ആകയാൽ ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും യാതൊരു കുറവും ഉണ്ടാകരുത്. എപ്പടിയെല്ലാം ജീവിക്ക മുടിയുമോ എന്നൊരു കേൾവി സന്ദേഹം ഇറുക്കൂടും. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുമോ എന്നുള്ള ഒരു ചോദ്യം അഥവാ സംശയം വന്നേക്കും. എന്നാൽ വേദവചനം അപ്പടി சொல்லுகிறது. എന്നാൽ ബൈബിൾ വാക്യങ്ങൾ ഇത് അപ്രകാരം പറയുന്നു. முதலாம் തെസ്സലോനിക്കർ 5-ാം അധികാരം 23-ാം വചനത്തെ പഠിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23 സമാധാനത്തിൻ ദേവൻ താമേ ഉങ്ങളെ മുற்றிലും പരിശുദ്ധ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആവി ആത്മ ശരീരം മുഴുവതും കർത്തരാകിയ യേശു ക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റതാക ഇരിക്കുംപടി കാക്കപ്പെടുക. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷമായി നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കുറ്റമില്ലാത്തതാക കാണപ്പെട വേണ്ട. ഒരു കുറ്റമില്ലാത്ത അനുഭവത്തിലെത്തണം. കുറ്റമില്ലാത്ത തന്മ മറ്റുമല്ല കാക്കപ്പെടുകിற തന്മയും തേവ. അനിന്ദ്യം എന്നുള്ള അവസ്ഥ മാത്രമല്ല സൂക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയും വേണം. ഇതാണ് മണവാട്ടി. ഇതാകുന്നു മണവാട്ടി.
இவ்விதமான நிலைமையை அனுபவத்தை எப்படி பெற்றுக்கொள்ளலாம்? ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം എങ്ങനെ പ്രാപിക്കാം? அதுதான் இந்த நாள்களில் நாம் வேதத்திலிருந்து சிந்திக்கிற சில பகுதிகள். ബൈബിളിലൂടെ ഈ നാളുകളിൽ ഈ ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുന്നു. அதற்கு 5 காரியங்களை நாம் சிந்திக்கலாம் என்று நினைத்து நேற்றுக்கு சில விஷயங்கள் சொன்னேன். അതിന് 5 കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കരുതി ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ஒன்று, அதற்காக மணவாட்டிக்கு வஸ்திரம் தேவை. ഒന്നാമതായി മണവാട്ടിക്ക് അതിനുവേണ്ടി വസ്ത്രം വേണം. அப்ப வஸ்திரம் தேவை. ആകയാൽ വസ്ത്രം വേണം. அந்த வஸ்திரத்தினால் உன்னை நீயே ஒரு வாழைப்பழமாக പൂർണ്ണ പരിശുദ്ധവാനാക മാറ്റിക്കൊള്ളലാം. ആ വസ്ത്രത്താൽ നിനക്ക് ആ വാഴപ്പഴം പോലെ ഒരു തികഞ്ഞ വിശുദ്ധനായി നിന്നെ മാറ്റാം. വസ്ത്രം തേവ. ആ വസ്ത്രം വേണം. രണ്ടാമത് ഉനക്ക് നഗ തേവ. രണ്ടാമത് നിനക്ക് ആഭരണങ്ങൾ വേണം. നഗയിനാൽ നിന്നെ ഒരു കുറ്റമറ്റവനാക മാറ്റാൻ മുടിയും. ആഭരണത്താൽ നിന്നെ കുറ്റമില്ലാത്തവനാക്കി മാറ്റുവാനാവും. മൂന്നാമത് ഉനക്കൊരു അലങ്കാരം തേവ. നിനക്കൊരു അലങ്കാരം വേണം. നല്ല പൗഡർ എല്ലാം അടിച്ച് സെന്റെല്ലാം പോട്ട് പെർഫ്യൂം പോട്ട് തലയെല്ലാം വാരി നല്ല അലങ്കാരം തേവ. തല മുഖത്ത് പൗഡർ പൂശി പെർഫ്യൂം അടിച്ച് തലയൊക്കെ കോതി ചീകി മിനുക്കി നന്നായി അലങ്കരിക്കണം. നഗയെല്ലാം പോളിഷ് പണി, നഖമെല്ലാം പോളിഷ് ചെയ്ത്, ഉദരത്തിലെല്ലാം പെയിന്റ് അടിച്ച്, ചുണ്ടിൽ പെയിന്റ് അടിച്ച് നല്ല അലങ്കാരം പണണം, നന്നായി അലങ്കരിക്കണം. എന്നടാ പോയും പാസ്റ്റർ ഇപ്പടി പോയിട്ടാരാ? പാസ്റ്റർ ഇങ്ങനെ ആയിപ്പോയോ? ദേവനക്ക് വൈകുമേ. ദൈവത്തിന് മഹത്വം. നമുക്കൊരു അലങ്കാരമുണ്ട്. നമുക്കൊരു അലങ്കാരമുണ്ട്. അന്ത അലങ്കാരത്തിനാൽ നീ ഒരു വാഴപ്പഴമാക മാറലാം. ആ അലങ്കാരത്താൽ നിനക്ക് ഈ വാഴപ്പഴം പോലെയാകാം. ഇനി നാലാമത് നിനക്കൊരു ശബ്ദമുണ്ട്. നിനക്കൊരു ശബ്ദം ഉണ്ട്. അതാ വീട്ടിലെല്ലാം നല്ല ശബ്ദം പോടണം. വീട്ടിലൊക്കെ നല്ല ശബ്ദം ഉണ്ടാക്കണം. ഒരു ശബ്ദം തേവ. ഒരു ശബ്ദം വേണം. അന്ത ശബ്ദത്തിനാല് നിനക്ക് കുറ്റമറ്റവനാക നീ മാറലാം. ആ ശബ്ദത്താൽ നിനക്ക് അനിന്ദ്യനായി തീരാം. കടേസിയാകെ ഒടുവിലായി ഉനക്കൊരു മറവിടം തേവ. നിനക്ക് ഒരു മറവിടം വേണം. അന്ത മറവിടത്തിൽ നീ ഇരുന്നാൽ, നീ ആ മറവിടത്തിലാണെങ്കിൽ, അന്ത ഇടത്തിൽ നീ കാണപ്പെട്ട, നീ ആ സ്ഥലത്താണെങ്കിൽ നീ കുറ്റമറ്റവനാക കാണപ്പെടലാം. നീ അനിന്ദ്യനായി കാണപ്പെടും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த விஷயத்தை தான் இந்த நாளுகளில் நாம் சிந்திக்க போகிறோம். ഈ വിഷയമാകുന്നു ഈ നാളുകളിൽ ചിന്തിക്കുവാൻ പോകുന്നത്. കേട്ട വചനങ്ങൾ നേറ്റയ്ക്ക് നാം എഴുതിയെടുത്തോ? കേട്ടതായ വചനങ്ങൾ ഇന്നലെ നാം എഴുതിയെടുത്തു. എഴുതിയെടുക്കാത്തവരുടെ പ്രയോജനത്തിക്കാക മറുപടിയും ഒരു മുറയും കൂടെ ചൊല്ലുகிறேன். എഴുതിയെടുക്കാത്തവരുടെ പ്രയോജനത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. യെരമ്യ 2:32 മണവാട്ടിയിൻ ആട്. യെരമ്യാവ് 2:32 മണവാട്ടിയുടെ വസ്ത്രം. രണ്ടാമത് യെശയ്യാ 61:10 മണവാട്ടിയിൻ നഗ. രണ്ടാമതായി യെശയ്യാവ് 61:10 മണവാട്ടിയുടെ ആഭരണം. മൂന്നാമത് വെളിപ്പെടുത്തൽ 21:2 മണവാട്ടിയിൻ അലങ്കാരം. വെളിപ്പാട് 21:2 മൂന്നാമതായി മണവാട്ടിയുടെ അലങ്കാരം. മൂന്നാമത് യെരമ്യ 33:11 മണവാട്ടിയിൻ സത്തം. യെരമ്യാവ് 33:11 മണവാട്ടിയുടെ ശബ്ദം. കടേസിയാക യോവേൽ 2:16 മണവാട്ടിയിൻ മറവിടം. ഒടുവിൽ യോവേൽ 2:16 മണവാട്ടിയുടെ മറവിടം കാണാം. എഴുതിയെടുക്ക உங்களுக்கு முடியாவிட்டாலும் இங்க CD அவர்கள் பதிவு பண்ணுகிறார்கள். கடைசி நாட்களில் CD വിൽക്കപ്പെടും. ഇപ്പോൾ എല്ലാം എഴുതിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട, അത് ഞങ്ങൾ CD-യിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒടുവിലത്തെ ദിനത്തിൽ നിങ്ങൾക്ക് ആ CD ലഭ്യമാണ്. ബ്രദർ ഡാനിയേലെ നിങ്ങൾ അവരുടെ കേൾപ്പീர்களானால் அந்த CD-யை பெற்றுக்கொள்ளலாம். ബ്രദർ രാജേന്ദ്രനോട് ചോദിച്ചാൽ, ചെങ്ങമനാട്ട് ബ്രദർ ഡാനിയേലെ നിങ്ങൾ കേൾപ്പീர்களானால் CD-யை பெற்றுக்கொள்ளலாம். ചെങ്ങമനാട് സഭാ ശുശ്രൂഷകന്റെ പക്കലും അത് ലഭ്യമാണ്. ഇവിധமான സത്യങ്ങൾ വിളങ്ങി അതിൻപടി ജീവിത്ത് അന്ത സത്യത്തിനാല് പരിശുദ്ധമാക്കപ്പെടെ നമ്മെ ഒപ്പടയ്പോ. ഇങ്ങനെയുള്ളതായ സത്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവയാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മെ സമർപ്പിക്കാം. സത്യത്തെയും അറിവീர்கள் സത്യം നിങ്ങളെ വിടുതലയാക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. இப்போது கேட்ட ഉപദേശത്തിനാൽ ശുദ്ധമാനീர்கள். നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ ഉപദേശത്താൽ നിങ്ങൾ ശുദ്ധരായി തീർന്നു. ദേവനുടെ വാർത്തയാണത് നമ്മെ പരിശുദ്ധപ്പെടുത്തക്കൂടിയ ദൈവ വചനം നമ്മെ വിശുദ്ധീകരിക്കുവാൻ പര്യാപ്തമായത്. അനപടിനാൽ നമ്മുടെ അഭിപ്രായത്തിക്ക് നമ്മെ ഒപ്പിടാമൽ ദേവവാർത്തയ്ക്ക് എന്റെ ഒപ്പടയ്പോമാ. ആകയാൽ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കല്ല ദൈവവചനത്തിനായി നമ്മെ സമർപ്പിക്കാം.
വസ്ത്രത്തെ കുറിച്ച് ചില കാര്യങ്ങളെ നാം ഗവനിത്തോ. ഇന്നലെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുഖ്യமாக മണവാട്ടിക്ക് ദേവൻ 7 വസ്ത്രം തന്നിരിக்கிறார். പ്രധാനമായി മണവാട്ടിക്ക് ദൈവം 7 വസ്ത്രങ്ങൾ തന്നിരിക്കുന്നു. കാരണം ആദാമുക്കും 7 വിധமான ആശീർവാദങ്ങളിനാൽ ദേവൻ ആദാമെ ഉണ്ടാക്കിനാർ. ആദാമിന് 7 വിധ അനുഗ്രഹങ്ങൾ നൽകി ദൈവം തന്നെ സൃഷ്ടിച്ചു. മുതലാമത് നിത്യ ജീവൻ, ഒന്നാമതായി നിത്യജീവൻ, രണ്ടാമത് ദേവസായ, രണ്ടാമത് ദൈവ സാദൃശ്യം, മൂന്നാമത് ദേവ മഹിമ, മൂന്നാമത് ദൈവ തേജസ്, നാലാമത് ദേവനോടുള്ള അന്യോന്യം, നാലാമത് ദൈവത്തോടുള്ളതായ സംസർഗം, ஐந்தாமது അഴിയായ്മ, അഞ്ചാമത് അനശ്വരത, ആറാമത് ആളുക, ആറാമത് വാഴ്ച, ഏഴാമത് നിത്യ സുതന്ത്രം, ഏഴാമതായി നിത്യാവകാശം. വിവിധமான 7 അദൃശ്യமான ആശീർവാദങ്ങളിനാൽ ദേവൻ ആദാമെ നിറപ്പിനാർ. ഇങ്ങനെ 7 അഗോചര അനുഗ്രഹങ്ങളാൽ ദൈവം ആദാമിനെ നിറച്ചു. ഉലകത്തിലെ എന്ത് സൃഷ്ടിക്കും இந்த ആശീർവാദത്തെ ആണ്ടവർ തരവില്ല. ലോകത്തിൽ മറ്റൊരു സൃഷ്ടിക്കും ദൈവം ഈ അനുഗ്രഹങ്ങൾ നൽകിയില്ല. ബലശാലിயான സിംഹത്തുക്ക് പോലും അവിധமான ഒരു ആശീർവാദം ഇല്ല. ബലശാലിയായ മൃഗമായ സിംഹത്തിന് പോലും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളില്ല. അതിനാൽ താൻ എല്ലാ സൃഷ്ടിയെ പാർക്കലും മനുഷ്യൻ മികവും മേന്മയാനവൻ എന്ന് വേദവസനം ചൊല്ലുகிறது. ആകയാൽ സകല സൃഷ്ടികളെക്കാൾ മനുഷ്യൻ തന്നെ അതിശ്രേഷ്ഠൻ എന്ന് വചനം പറയുന്നു. പാപത്തിനാൽ இந்த ആശീർവാദത്തെ അവൻ ഇഴന്നു പോനാൻ. എന്നാൽ പാപത്താൽ ഈ അനുഗ്രഹങ്ങൾ അവൻ നഷ്ടമാക്കി. മറുപടിയും കർത്താവായ യേശു ക്രിസ്തു മൂലமாக വീണ്ടുമായി കർത്താവായ യേശുവിലൂടെ അവർ താൻ സൃഷ്ടികർത്തർ, അവൻ സൃഷ്ടാവായ കർത്താവ്. സൃഷ്ടിക്ക് ഏതാവതും ഒരു പഴുതുണ്ടാനാൽ, സൃഷ്ടിക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ സൃഷ്ടികർത്തർ മൂലமாக പഴുത് മാറ്റപ്പെട ആ വേണം. സൃഷ്ടികർത്താവിലൂടെ കേടുപാടുകൾ തീർക്കപ്പെടണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാൽ താൻ യേശു ക്രിസ്തു വാർത്തയാക വെളിപ്പെട്ട. ആകയാൽ യേശു വചനമായി വെളിപ്പെട്ടു. அந்த വാർത്തയിൻ മൂലமாக ആ വചനത്തിലൂടെ മറുപടിയും ഒരു സൃഷ്ടിപ്പ് നടപ്പെട വേണ്ടും. പിന്നെയും ഒരു പുനർ സൃഷ്ടി നടത്തേണം. അതിനാൽ താൻ അവരുടെ വാർത്തയിനാൽ നിങ്ങൾ മറുപടിയും സൃഷ്ടിക്കപ്പെട്ടീர்கள் എന്ന് വേദത്തിൽ വാസിக்கிறோம். ആകയാൽ അവന്റെ വചനത്താൽ നിങ്ങൾ പിന്നെയും സൃഷ്ടിക്കപ്പെട്ടു എന്ന ദൈവവചനത്തിൽ യേശു വായിക്കുന്നു. കടേസി ആദാം, യേശു ഒടുക്കത്തെ ആദാം. അവർ വന്ന് എല്ലാവറ്റെയും പരിഹരിത്താർ. അവൻ വന്ന് സകലവും പരിഹരിച്ചു. മരണത്തെ പരിഹരിച്ച സുവിശേഷത്തിനാൽ ജീവനും അഴിയായ്മയും വെളിയരംഗമാക്കിനാർ. അവൻ മരണം നീക്കി സുവിശേഷത്താൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. മുതലാമത് മനുഷ്യനൊക്കെ ഒരു വസ്ത്രം കൊടുത്ത. ഒന്നാമത് മനുഷ്യനൊരു വസ്ത്രം നൽകി. അതുതാൻ നീതിயின் വസ്ത്രം. അത് നീതിയുടെ വസ്ത്രം. യെശയ്യാ 61 അധികാരം 10 വചനത്തിൽ വാസിக்கிறோം. യെശയ്യാവ് 61:10 വായിക്കുന്നു. രണ്ടാം നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം രക്ഷിക്കപ്പെടുമ്പോൾ നീതിயின் വസ്ത്രത്തെ ധരിച്ചു കൊള്ളുகிறோம். നീതിയുടെ അങ്കി ധരിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പടി ദേവൻ നീതിயின் വസ്ത്രം ധരിച്ചു കൊള്ളുമ്പടിയാക അങ്ങനെ ദൈവനീതിയുടെ വസ്ത്രം ധരിക്കേണ്ടതിന് കടേസി ആദാം യേശു ക്രിസ്തു എന്നെ ചെയ്താർ. ആ ഒടുക്കത്തെ ആദാമായ യേശു എന്ത് ചെയ്തു? 2 കൊരിന്ത്യർ 5 അധികാരം 21 വചനത്തിൻപടി 2 കൊരിന്ത്യർ 5:21 നാം ദേവനുடைய നീതിയാകുമ്പടി പാപമറിയാത്ത അവരെ നമുക്കാകെ പാപമാക്കിനാർ. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇത് ദേവനീതി എന്ന് വയ്ത്തുകൊള്ളുക. ഇത് ദൈവനീതി എന്ന് സങ്കല്പിക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഈ ദേവനീതിയെ നാം പെറ്റുകൊള്ളുമ്പടിയാക ഈ ദൈവനീതി നമുക്ക് ലഭിക്കേണ്ടതിന് അങ്ങ് ഒരു മീഡിയേറ്റർ തേവ. അവിടെ ഒരു മധ്യസ്ഥൻ വേണം. ഒരു പൊരുളെ നാം പെറ്റുകൊള്ള വേണ്ടുമാനാൽ ഒരു പദാർത്ഥം നമുക്ക് ലഭിക്കേണ്ടതിന് ഒരു മധ്യസ്ഥൻ ഒരു തേവയായി. മധ്യസ്ഥൻ വേണ്ടിയിരിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു നമ്മുടെ മീഡിയേറ്റർ. യേശുവാകുന്നു നമ്മുടെ മധ്യസ്ഥൻ. ആകയാൽ യേശു ക്രിസ്തു എന്നെ ചെയ്ത. ആകയാൽ യേശു എന്ത് ചെയ്തു? നാം ദേവനുடைய നീതിയാകുമ്പടി നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത അവരെ പാപമറിയാത്തവനെ നമുക്കാകെ പാപമാക്കിനാർ. നമുക്ക് വേണ്ടി പാപമാക്കി. വേറെ എന്ത് വിധത്തിലും ദേവനീതിയെ പെറ്റുകൊള്ള മുടിയാ. മറ്റൊരു മാർഗേനയും ദൈവനീതി പ്രാപിക്കാനാവില്ല. ഉലകത്തിൽ മനുഷ്യനീതിയുണ്ട്, ലോകത്തിൽ മനുഷ്യനീതിയുണ്ട്, പരീശനുடைய നീതിയുണ്ട്, പരീശന്മാരുടെ നീതിയുണ്ട്, ഉലകനീതിയുണ്ട്, ലോകനീതിയുണ്ട്, അഴിവുകൂറിയ നീതിയുണ്ട്, നശിച്ചു പോകുന്ന നീതിയുണ്ട്. പല നീതികൾ ഉലകത്തിൽ കാണപ്പെടുகிறது. പലവിധ നീതി ലോകത്തിൽ ദൃശ്യമാണ്. அந்த നീതിയിനാൽ നീ ദേവനീതിയെ പെറ്റുകൊള്ള മുടിയാതെ. ആ നീതിയാൽ ഒന്നും നീ ദൈവനീതി പ്രാപിക്കുകയില്ല. മനുഷ്യനീതിയെല്ലാം കന്തയാന വസ്ത്രം എന്റെ യെശയ്യാവിൽ വാസിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ മനുഷ്യരുടെ നീതി കറവിരണ്ട തുണി പോലെ. ദേവനീതിയെ നീ പെറ്റുകൊള്ളുമ്പടിയാകെ നിനക്ക് ദൈവനീതി ലഭിക്കേണ്ടതിന് പാപമറിയാത്ത അവരെ ഉനക്കാകെ പാപമാക്കിനാർ. പാപമറിയാത്ത യേശുവിനെ നിനക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അതിനാൽ യേശു ക്രിസ്തു എന്റെ രക്ഷകർ മൂലமாக மட்டும் தான்
தேவநீதியை நாம் பெற்றுக்கொள்ள முடியும். ആകയാൽ യേശു എന്ന ഏകരക്ഷകനിലൂടെ മാത്രമേ ദൈവനീതി പ്രാപിക്കുവാനാവൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. യെശയ്യാ 45 അധികാരം 22 വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 45:22 ഭൂമിയിൽ എല്ലയെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുങ്ങൾ, സകല ഭൂസീമാവാസികളുമേ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നെ നോക്കുവീൻ, അപ്പോഴത് നിങ്ങൾ രക്ഷിക്കപ്പെടുവീர்கள். അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാനേ ദേവൻ, വേറെ ഒരുവനുമില്ല. ഞാൻ തന്നെ ദൈവം, വേറൊരുത്തനുമില്ലല്ലോ. വേറെ ഒരു ദേവനുമില്ല, വേറെ ഒരു ദൈവവുമില്ല. എന്നെ നോക്കി പാരുങ്ങൾ, എങ്കിലേക്ക് നോക്കുക, അപ്പോഴത് രക്ഷിക്കപ്പെടുവീர்கள். അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ നീതിയെ പെற்றுകൊള്ളലാം, അപ്പോൾ നീതിയെ പ്രാപിക്കാം. അതിനാൽ തന്നെ യേശു ക്രിസ്തു മൂലமாக നീതിയെ നാം പെற்றுകൊള്ള வேண்டும். ആകയാൽ നാം യേശുവിലൂടെ നീതിയെ പ്രാപിക്കുന്നു. അതിനാൽ തന്നെ യേശു ക്രിസ്തുവെ ആണ്ടവരാகவும் രക്ഷകരാகவும் നാം ഏറ്റുകൊണ്ട് അവരിടത്തിൽ പാപാരിക്ക ചെയ്ത് അവരുടെ രക്തത്തിനാൽ പാപമன்னிப்பு പെറ്റുകൊള്ള വേണ്ടുമെന്ന് വേദവചനം சொல்லுகிறது. ആകയാൽ കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപങ്ങളെല്ലാം അവനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവനിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവനിധിയെ പ്രാപിക്കണമെന്ന ദൈവവചനം പറയുന്നു. രക്ഷിക്കപ്പെടാമൽ പാപമன்னிப்பு பெறாமல் யாராவது தேவசத்தம் கேட்பீர்களானால் இப்பொழுது രക്ഷിക്കപ്പെടുമ്പടിയാക യേശുവിന്റെ രക്തത്തിനാൽ നീ കഴുകി ശുദ്ധീകരിപ്പ് പെറ്റുകൊള്ളുമ്പടിയാക அந்த சர்வ வல்லமையுள்ள தேவனாகிய യേശു ക്രിസ്തുവേയും അവരുടെ കൽവാരി മരണത്തെയും ഏറ്റുകൊള്ളുവായാക. രക്ഷിക്കപ്പെടാതെ പാപമോചനം പ്രാപിക്കാതെ ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആ സർവശക്തനായ സൃഷ്ടാവായ യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി ദയവായി നീ ഇപ്പോൾ സ്വീകരിച്ചാട്ടെ. இந்த അനുഭവത്തെ പെറ്റുകൊള്ളുമ്പോൾ, ഈ അനുഭവം പ്രാപിക്കുമ്പോൾ രക്ഷിപ്പ് എന്ന് നാം சொல்லுகிறோம். ഇതിനെ നാം രക്ഷ എന്ന് വിളിക്കുന്നു. നീതിയെ രക്ഷിപ്പിൻ വസ്ത്രത്തെ നാം പെറ്റുകൊള്ളുகிறோം. അപ്പോൾ രക്ഷാവസ്ത്രവും ദൈവനിധിയും പ്രാപിക്കുന്നു. രക്ഷിപ്പിൻ വസ്ത്രത്തെ നീ വിട്ടുവിടക്കൂടാതെ. ഈ രക്ഷാവസ്ത്രം നീ വിട്ടുകളയരുത്. ഈ വസ്ത്രത്തിൽ നീ ഇന്നും വളര വേണ്ടും. ഈ വസ്ത്രത്തിൽ നീ ഇനിയും വളരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽ തന്നെ രക്ഷിപ്പിൻ കനിയെ കൊടുപ്പായാക എന്ന് വേദം சொல்லுகிறது. ആകയാൽ ദൈവവചനത്തിൽ ഈ രക്ഷയ്ക്ക് യോഗ്യമായ ഫലം കായ്പിനെന്ന് കാണാം. രണ്ടാമത് നീതിயின் വസ്ത്രം, രണ്ടാമത് നീതിയുടെ വസ്ത്രം, അതുതാൻ ജ്ഞാനസ്നാനത്തിൻ മൂലமாக പെറ്റുകൊള്ളുകിற വസ്ത്രം. അത് ജലസ്നാനത്തിലൂടെ പ്രാപിക്കുന്നു. പാപമില്ലാത്ത ഒരു തന്മ, പാപമില്ലാത്തൊരവസ്ഥ. അത് ജ്ഞാനസ്നാനത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ സിലുവയിൽ അറൈந்து അത് മരിത്ത് അടക്കം പണ്ണപ്പെടുகிறது. ജലസ്നാനത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കം ചെയ്യപ്പെടുന്നു. പഴയ മനുഷ്യൻ എന്നത് താൻ പാപം ചെയ്യുന്ന മനുഷ്യൻ. പഴയ മനുഷ്യൻ എന്നത് പാപം ചെയ്യുന്ന മനുഷ്യൻ. പാപത്തിനാല് ഒരു പഴയ മനുഷ്യൻ ഉരുവാക്കപ്പെട്ട, പാപത്താൽ ഒരു പഴയ മനുഷ്യൻ ഉരുവായി. പാപ ചെയ്കകളിനാൽ ഒരു ശരീരവും ഉരുവാക്കപ്പെട്ട, പാപപ്രവൃത്തികളാൽ ഒരു ശരീരവും ഉരുവായി. റോമർ 6 അധികാരം 6 വചനത്തെ പഠിക്കുമ്പോൾ, റോമാലേഖനം 6:6 നാം ഇനി പാപത്തെ കൂഴിയം ചെയ്യാതെ പഠിക്ക് പാപ ശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ട് പഴയ മനുഷ്യൻ അവരോട് കൂടെ സിലുവയിൽ അറൈന്താർ എന്ന് അറിഞ്ഞിരിக்கிறோம். നാം ഇനി പാപത്തിന് ദാസന്മാരാകാതിരിക്കേണ്ടതിന് പാപശരീരത്തിന് നീക്കം വരുവാൻ തക്കവണ്ണം പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ജ്ഞാനസ്നാനത്തിൽ മുഖ്യമായ 56 വലിയ ആഴമായ ഉപദേശ സത്യങ്ങളുണ്ട്. ജലസ്നാനത്തിൽ അതിപ്രധാനമായ 56 ആഴമേറിയ ഉപദേശ സത്യങ്ങളുണ്ട്. ഒന്നോ രണ്ടോ ഉപദേശമല്ല. അതിൽ ഒന്നുതാൻ തണ്ണീരിൽ മുഴുകി വരുന്നത് ഒരു ഉപദേശം, വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുന്നത് ഒരു ഉപദേശം. പിതാകുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ സ്നാനം എടുക്കണം, അതൊരു ഉപദേശം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുന്നത് മറ്റൊന്ന്. കൈക്കീഴിൽ ഞാൻ സ്നാനം എടുക്കണം, അത് ഇന്നൊരു ഉപദേശം. അഭിഷിക്തരുടെ കൈക്കീഴിൽ സ്നാനപ്പെടണമെന്നുള്ളത് മറ്റൊന്ന്. ഇവിടെ 56 ആഴമായ സത്യങ്ങളുണ്ട്. എങ്ങനെ 56 ആഴമായ സത്യങ്ങളുണ്ട്? അത് നിഴലാട്ടമാക പൊരുളാട്ടമാക നാം കാണുகிறோம். അത് നിഴലായും പൊരുളായും കാണുന്നു. ജലസ്നാനത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ മനുഷ്യനൊക്കെ പല പേരുകളുണ്ട്. പഴയ മനുഷ്യന് പല പേരുകളുണ്ട്. ആദാമ്യ പാപം, പാപ സ്വഭാവം. പഴയ മനുഷ്യൻ ഉള്ളത്തിൽ വാസമായിരിക്കും പാപം, അകത്ത് പാർക്കുന്നതായ പാപം, തൂണ്ടുകിற പാപം, പ്രേരിപ്പിക്കുന്ന പാപം. ഇപ്പടി പല പേരുകളുണ്ട്. ഇങ്ങനെ പല പേരുകളുണ്ട്. ഇപ്പൊ ഒരു
ஒரு സിഗരറ്റ് പിടിக்கிறവൻ ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നവൻ സിഗരറ്റ് വലി വിട്ടിട്ടാ ആ സിഗരറ്റ് വലിക്കുന്നത് വിട്ടു. സാപ്പിട്ട പിറകെ എന്നാൽ ആഹാരം കഴിച്ച ശേഷം ഒരു തൂണ്ടുതൽ വരുന്നു, ഒരു പ്രേരണയുണ്ടാകുന്നു. അവൻ വേണ്ട 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 சொல்றான், വേണ്ടെന്നവൻ പറയുന്നു. ഒരു തൂണ്ടുതൽ, എന്നാലും അവന്റെ ഉള്ളിൽ ഒരു പ്രേരണ, തള്ളുത്. അതവനെ അങ്ങനെ പ്രേരിപ്പിക്കുന്നു. എങ്ങ തള്ളുത്? എങ്ങോട്ടാണ് തള്ളിവിടുന്നത്? പെട്ടിക്കടക്ക് തള്ളുത്. ആ പെട്ടിക്കടയുടെ അടുത്തേക്ക്. ഓ, വേണ്ടെന്ന് പറഞ്ഞവൻ ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കും. സിഗരറ്റ് പിടിച്ചുകൊണ്ടേ ഇരുന്ന ഒരുത്തൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. പിന്നാലെ പോയി നിന്ന് അവൻ പുറകിൽ നിന്ന് അവൻ വിടുകിற പുകയെ ഇവ ഇളുത്തിട്ടാൻ. അവൻ വലിച്ചു വിടുന്ന പുക ഇവൻ വലിച്ചെടുത്തു. അത് മൂക്കിൽ കൂടെ വിട്ട. അവൻ മൂക്കിൽ കൂടെ വിട്ടു. ഓർത്ത കടന്ന് എന്നടാ ഇങ്ങ പண்றேன், നീ എന്താ ഇവിടെ ചെയ്യുന്നത്? இப்படி செய்யலாமா? ഇങ്ങനെ ചെയ്യാമോ? நான் சிகரெட் பிடிக்கிறதில்ல, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. അവൻ വിടുകിற പുകയെ എന്റെ മൂക്കിൽ കൂടെ വിടുறேன். അവൻ വിടുന്ന പുക എന്റെ മൂക്കിനകത്തേക്ക് വലിക്കുന്നു. എന്നാ അർത്ഥം? അതിന്റെ അർത്ഥം സിഗരറ്റ് പഠിക്ക വേണ്ടും എന്നൊരു തൂണ്ടുതൽ, പുക വലിക്കാനുള്ള ഒരു പ്രേരണ. ചിലര് സിഗരറ്റ് പിടിക്ക വേണ്ടിയ വേളയിൽ സിഗരറ്റ് പിടിக்கிறதிല്ല, മിഠായി വായിൽ പോടുവാങ്ക. ചിലർ സിഗരറ്റ് വലിക്കേണ്ട സമയമാകുമ്പോൾ വലിക്കാതിരിക്കാൻ മിഠായി വായിലിടും. മിഠായി പഴക്കമുണ്ട്, അങ്ങനെ മിഠായി തിന്നുന്ന ശീലമുണ്ടോ? അതും തവറുതാ, അതും തെറ്റ് തന്നെ. നീ ആ മിഠായി പോടുന്നതിന് കാരണം എന്നെ? ആ മിഠായി തിന്നാൻ കാരണം ആ എന്താണ്? സിഗരറ്റ് പിടിക്ക വേണ്ടിയ പഴയ മനുഷ്യൻ മിഠായി രൂപത്തിൽ വന്നു വിട്ട. സിഗരറ്റ് വലിക്കേണ്ട പഴയ മനുഷ്യൻ മിഠായി പരുവത്തിലെത്തി. അതൊരു പഴക്കം, അതൊരു ശീലം. പഴക്ക വഴക്കം മുന്നേ തള്ളിവിടും. ആ ദുശീലങ്ങൾ നിന്നെ വീഴ്ത്തിക്കളയും. കൊലോസ്യർ 2:20 വാസിக்கிறோം. കൊലോസ്യർ 2:20 വായിക്കുന്നു. മോശെ മുൾപടർപ്പിനടിയിൽ നിന്ന വേളയിൽ മോശെ മുൾപടർപ്പിനരികിൽ എത്തിയപ്പോൾ സത്തം കേട്ടത്, അവനൊരു ശബ്ദം നീ കേട്ടു. നിൽക്കുന്ന ഇടം പരിശുദ്ധ ഇടം, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകുന്നു. കാലിലെ ചെരുപ്പ് കളറ്റുവായ, കാലിലെ ചെരുപ്പുകൾ അഴിച്ചിടുക. ചെരുപ്പ് കളറ്റിന, ആ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. ചെരുപ്പ് ഏതെ വെളിപ്പെടുത്തുക? ഈ ചെരുപ്പുകൾ എന്തിനെ കാണിക്കുന്നു? ചെരുപ്പക്ക് പല അർത്ഥങ്ങളുണ്ട്. ഈ പാദരക്ഷയ്ക്ക് പല അർത്ഥമുണ്ട്. മോശയുടെ ചെരുപ്പ് മോശയുടെ ചെരുപ്പ് വഴക്കത്തെ വെളിപ്പെടുത്തുക, അവന്റെ ശീലങ്ങളെ കാണിക്കുന്നു. യേശു ദേവാലയത്തിൽ പോന വേളയിൽ, യേശു ദൈവാലയത്തിൽ പോയപ്പോൾ ആലയത്തെ തീട്ടുപെടുത്തിനാർ, ആലയത്തെ അവർ മലിനമാക്കി. രണ്ട് കാര്യം യേശു ചെയ്ത. യേശു രണ്ട് കാര്യം ചെയ്തു. ഒരു ജീവനുള്ളവകളെ അവൻ വാറിനാൽ അടിത്ത് വരട്ടിനാർ, ജീവനുള്ളവയെ അവൻ ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കി. ആടുമാടുകളെ വരട്ടിനാർ, ആടുമാടുകളെ പുറത്താക്കി. പ്രാക്കളെ തുറന്നു വിട്ട, പ്രാക്കളെ പറത്തിവിട്ടു. വ്യാപാരികളെ അവർ തുരത്തിനാർ, കച്ചവടക്കാരെയും തുരത്തി. ഇതെല്ലാം ജീവനുള്ള പകുതി. ഇവ ജീവനുള്ളത്. ആന ജീവനില്ലാത്ത പകുതി, എന്നാൽ ജീവനില്ലാത്തവയിൽ, അതാവത് നാർക്കാലി, കസേര, ഇതുപോലെ മേശ, ബെഞ്ച്, ഡെസ്ക് എല്ലാം കവിഴ്ത്തി പോട്ട. ഇവയെല്ലാം മറിച്ചിട്ടു. രണ്ട് കാര്യം. ജീവനുള്ള പകുതിയെ തുരത്തിവിട്ട, ജീവനുള്ളവയെ തുരത്തി. ജീവനില്ലാത്ത പകുതിയെ കവിഴ്ത്തി പോട്ട. നിർജീവമായവയെ മറിച്ചിട്ടു. ഇത് ഏതെ വെളിപ്പെടുത്തി? ഇതെന്തിനെ കാണിക്കുന്നു? ഇവിധமாக ദേവാലയത്തെ സുത്തം ചെയ്ത. ഇങ്ങനെ ദൈവാലയത്തെ വെടിപ്പാക്കി. നീ സുത്തമുള്ളവനാക മാറ്റപ്പെട വേണ്ടുമാനാൽ, നീ വെടിപ്പുള്ളവനായി മാറുവാൻ, നീ നീതിயின் വസ്ത്രം ധരിത്ത് പാപമില്ലാത്തവനാക കാണപ്പെട വേണ്ടുമാനാൽ, നീ നീതിയുടെ വസ്ത്രം ധരിച്ച് പാപരഹിതനായി കാണുവാൻ இந்த ഉപദേശത്തെയും ഏറ്റുകൊള്ളുവായാക. ഈ ഉപദേശവും നീ സ്വീകരിച്ചു കൊള്ളുക. സ്നാനം എടുത്തേൻ சொல்வதல்ல, സ്നാനം ഏറ്റു എന്ന് പറയുകയല്ല. ഉன்னுடைய കാലിലെ ചെരുപ്പ് കളഞ്ഞു പോടുവായാക. നിന്റെ കാലിലെ പാദരക്ഷ അഴിച്ചു കളയുക. ഉன்னுடைய പഴക്ക വഴക്കത്തെ മാറ്റുവായാക. നിന്റെ ശീലങ്ങളൊക്കെ മാറ്റുക. ജീവനുള്ള പകുതിയെ തുരത്തുവായാക. ജീവനുള്ളവയെ പുറത്താക്കുക. ജീവനില്ലാത്ത പകുതിയെ കവിഴ്ത്തു പോടുവായാക. നിർജീവമായവയെ മറിച്ചിടുക. ദൈവത്തിന് മഹത്വം. ജീവനുള്ള പകുതി എന്നെ, ജീവനുള്ളത് എന്താണ്? ജന്മപാപം. അത് ജന്മപാപം, തൂണ്ടുകിற പാപം, പ്രേരിപ്പിക്കുന്ന പാപം, വാസമായിരിക്കുന്ന പാപം, ഉള്ളിൽ കുടികൊള്ളുന്ന പാപം. അത് 2 മണി ആകുമ്പോ പറഞ്ഞ സിഗരറ്റ് പിടിക്കാവിട്ട ചിലർക്ക് വാന്തി വരുന്ന. ചിലർക്ക് 2 മണിക്ക് സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഛർദിക്കുന്നത് പോലെ തോന്നും. ഞാൻ സിഗരറ്റ് പിടിച്ച് പഴക്കമില്ല, എനിക്ക് സിഗരറ്റ് വലിച്ച് ശീലമില്ല, അത് தெரியாது, എനിക്കറിഞ്ഞുകൂടാ. സാക്ഷി சொல்றாங்க, ചിലർ സാക്ഷി പറയുന്നു. ഉണ്മதான், ശരിയാണ്, അത് ജീവനുള്ള പകുതി, അത് ജീവനുള്ള. ഉനക്കുള്ള அந்த പാപം തൂണ്ടുவது, നിന്നിലെ പാപം നിന്നെ പ്രേരിപ്പിക്കുന്നു. அந்த തൂണ്ടുകിற പാപத்துக்கு നീ മരിക്കണം. ആ പ്രേരിപ്പിക്കുന്ന പാപത്തിന് നീ മരിക്കണം. அந்த പഴക്ക വഴക്കത്തെ നീ മാറ്റ വേണ്ട. ആ ശീലങ്ങൾക്കൊക്കെ നീ മരിക്കണം. അത് ദേവസഭയിൽ ചില പഴക്ക വഴക്കങ്ങളെ നാം പാർക്കിன்றோம். ദൈവസഭയിൽ നമുക്ക് ചില ശീലങ്ങളൊക്കെ കാണാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവിധமான പഴക്ക വഴക്കത്തെ നീ മാറ്റുവായാക. എല്ലാവിധമായ ശീലങ്ങളെയൊക്കെയും മാറ്റുക. ബർത്ത്ഡേ കൊണ്ടാടുന്നത് ഒരു പഴക്കം, ജന്മദിനാഘോഷം ഒരു ശീലമാണ്.
ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി പല കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഒരു പഴക്കം. എങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. പഴക്കത്തെ എല്ലാം മാറ്റുവായ അങ്ങനെയുള്ള ശീലങ്ങൾ മാറ്റുക. அந்த பழக்கத்தினாலே അങ്ങനെയുള്ള ശീലങ്ങളാൽ നീ നീതിയെ ധരിച്ചു കൊള്ള മുടിയാതെ, നിനക്ക് നീതിയെ ധരിക്കാനാവില്ല. അതിനാലെ താൻ ദേവനീതിയെ ധരിച്ചു കൊള്ളുമ്പടി ആകയാൽ ദൈവനീതി ധരിക്കേണ്ടതിന് പഴയ മനുഷ്യനുക്ക് നീ മരിക്ക വേണ്ട. ആ പഴയ മനുഷ്യന് നീ മരിക്കണം. അതുതാൻ ജ്ഞാനസ്നാനം. അതാകുന്നു ജലസ്നാനം. നാം ഇനി പാപങ്ങൾക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക, നാം ഇനി പാപത്തിന് ദാസന്മാരാകാതിരിക്കേണ്ടതിന് പാപ ശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ടാ പാപശരീരത്തിന് നീക്കം വരുവാൻ പഴയ മനുഷ്യൻ അവരോട് കൂടെ സിലുവയിൽ അറൈന്താർ എന്ന് അറിഞ്ഞിരിக்கிறோம். പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിച്ചു എന്ന് നാം അറിയുന്നു. ഇതാ ജ്ഞാനസ്നാനത്തിന്റെ ഒരു സത്യം. ഇതാണ് ജലസ്നാനത്തിലെ ഒരു സത്യം. அந்த സത്യത്തിൻപടി നാം ജീവിക്കുമ്പോൾ, എങ്ങനെയുള്ള സത്യപ്രകാരം ജീവിക്കുമ്പോൾ യോവാനുക്ക് சொன்னതുപോലെ, യേശു യോഹന്നാനോട് പറഞ്ഞതുപോലെ സകല നീതിയും നിറവേറട്டும். എങ്ങനെ സകല നീതിയും നിറവേറട്ടെ. அந்த നീതിയെ നാം പെറ്റുകൊള്ളുവായ ആ നീതിയെ പ്രാപിക്കാം. അതുതാ രണ്ടാമത് വസ്ത്രം. ഇതാകുന്നു രണ്ടാമത്തെ വസ്ത്രം. മൂന്നാമത് വസ്ത്രം നേറ്റയ്ക്ക് சொன்னതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ വസ്ത്രം 61 അധികാരം 10 വചനം 3 വചനത്തിൻപടി യെശയ്യാവ് 61:3 തുതിയിൻ ആട, സ്തുതി എന്ന മേലാട, പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മൂലமாக തുതിയിൻ ആടയെ ധരിച്ചു കൊള്ളുവോ. പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ സ്തുതി എന്ന മേലാട ധരിക്കുന്നു. ദൈവത്തിന് മഹത്വം. നാലാമത് വസ്ത്രം 52 അധികാരം 1 വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാവ് 52:1 അലങ്കാരത്തിൻ വസ്ത്രം എന്ന് വാസിக்கிறோம். അലങ്കാര വസ്ത്രം എന്ന് വായിക്കുന്നു. ഇല്ല, വെളിപ്പെടുത്തൽ 22 അധികാരം 2 വചനത്തിലും, വെളിപ്പാട് പുസ്തകം 24:2, വെളിപ്പാട് 21 അധികാരം 3 വചനത്തിൽ, വെളിപ്പാട് 21:3 പുരുഷനുക്കാக അലങ്കരിക്കപ്പെട്ടതാണ് മണവാട്ടിയെ പോലെ ഇറങ്ങി വരുகிறதாக ഞാൻ பார்த்தேன். തന്റെ ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു. അലങ്കാര വസ്ത്രം. അലങ്കാര വസ്ത്രം. യെരൂശലേമേ ഉൻ അലങ്കാര വസ്ത്രത്തെ ധരിത്തുകൊൾ. യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. അലങ്കാരത്തുടൻ ഇറങ്ങി വരികയാൾ. മണവാട്ടിയുടെ അലങ്കാരത്തോടെ ഇറങ്ങി വരും. അലങ്കാര വസ്ത്രത്തെ ധരിക്കുക. അലങ്കാര വസ്ത്രം ധരിക്കുക. ഈ അലങ്കാര വസ്ത്രം ഏതെ വെളിപ്പെടുത്തുക? ഇതെന്തിനെ കാണിക്കുന്നു? പരിശുദ്ധത്തെ വെളിപ്പെടുത്തുക, വിശുദ്ധിയെ കാണിക്കുന്നു. ആവി ആത്മ ശരീരത്തിലെ 20 അംശങ്ങളിൽ പരിശുദ്ധം കാണപ്പെടവേ. ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിവയിലെ 20 ഘടകങ്ങളിൽ വിശുദ്ധി വേണം. ദൈവത്തിന് മഹത്വം. മനതിൽ പരിശുദ്ധം, മനസ്സിൽ വിശുദ്ധി, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധം, നമ്മുടെ ദേഹിയിൽ വിശുദ്ധി, ശരീരത്തിൽ പരിശുദ്ധം, ശരീരത്തിൽ വിശുദ്ധി. 20 അംശങ്ങളിൽ, അതിലെ 20 ഘടകങ്ങളിൽ പരിശുദ്ധം കാണപ്പെടണം, വിശുദ്ധി കാണപ്പെടണം. അതുതാണ് പരിശുദ്ധ അലങ്കാര വസ്ത്രം. അതാകുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരം. അടുത്ത വസ്ത്രം അടുത്തതായി 45 അധികാരം 13 വചനത്തിൻപടി, യെശയ്യാവ് 45:13 പൊൻചരിക എന്ന് വാസിக்கிறோம். അത് പൊൻകസവുള്ള വസ്ത്രം. ദൈവത്തിന് മഹത്വം. പൊൻകസവ് വസ്ത്രം എപ്പടി കിടക്കും? ഈ പൊൻകസവുള്ള വസ്ത്രം എങ്ങനെ ലഭിക്കും? 1 തിമോത്തിയോ 6 അധികാരം 12 വചനത്തിൻപടി, 1 തിമോത്തിയോസ് 6:12 നാം എന്നെ വാസിக்கிறோம். എന്താണ് വായിക്കുന്നത്? വിശ്വാസത്തിൽ നല്ല പോരാട്ടത്തെ പോരാട്, നിത്യ ജീവനെ പറ്റിക്കൊൾ, അതற்காக നീ അழைക്കപ്പെട്ടായി. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. 4 അധികാരം 7 വചനത്തെ വാസിക്കുമ്പോൾ 2 തിമോത്തിയോസ് 4:7 വിശ്വാസത്തിൽ നല്ല പോരാട്ടത്തെ പോരാടിനെ, ഞാൻ വിശ്വാസത്തിന് നല്ല പോർ പൊരുതു, മുടിത്തെ ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു, വിശ്വാസം കാത്തു. ഈ വിശ്വാസത്തെ കാത്തുകൊള്ളുവതും ഒരു വലിയ പോരാട്ടം தான். ഈ വിശ്വാസം കാക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. ദൈവത്തിന് മഹത്വം. ഇപ്പൊ 2 പയ്യങ്ങൾ എന്ന് വെച്ചുകൊള്ളുങ്ക. ഇപ്പോൾ 2 ബാലന്മാരെന്നിരിക്കട്ടെ. 2 പേർക്കും 2 ലഡു കൊടുത്തിരിക്കുന്നത് വെച്ചുകൊള്ളുങ്ക. 2 പേർക്കും 2 ലഡു കൊടുത്തെന്നിരിക്കട്ടെ. ദേവനക്കും അണ്ണൻ തമ്പി, ജ്യേഷ്ഠനും അനിയനും. திடீரென்று അണ്ണന്റെ കീഴെ വീഴ്ത്താச்சு. പെട്ടെന്ന് ചേട്ടന്റെ ലഡു താഴെ വീണു. അത് ചാക്കടയിൽ പോയി, അത് ഓടയിൽ വീണു. ഒന്നുമേ ചെയ്യാൻ മുടിയാ. ഒന്നും ചെയ്യാനാവില്ല. എന്നെ ചെയ്യുവാൻ? അവൻ എന്ത് ചെയ്യും? തമ്പിയുടേത് പിടിങ്ങുറതുക്ക് വരുവാൻ. അനിയന്റേത് തട്ടിപ്പറിക്കാൻ ഓടി വരും. തമ്പി അപ്പടിയെ പിടിങ്ങി വയ്പാൻ. അനിയനത് മുറുകങ്ങനെ പിടിക്കും. തമ്പി തന്നുடைய ലഡുവെ പാതുകാക്കുന്നത് എവ്വളവും കഷ്ടം. ചേട്ടന്റെ കയ്യിൽ നിന്ന് അനിയന്റെ ലഡുവിനെ സൂക്ഷിക്കുന്നത് എത്ര ഒരു പോരാട്ടമാണ്. അവൻ വന്ന് പിടുങ്ങറാൻ. അവൻ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. ഇവൻ വിടത്തുമില്ല. അഴുത് 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 അമ്മ എന്ന് കൂപ്പിടുകറാൻ. അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കും. ഇതുപോലെ നിന്റെ വിശ്വാസത്തെ നീ പാതുകാക്ക വേണ്ടുമാ. നിന്റെ വിശ്വാസം സൂക്ഷിക്കേണ്ടതിന് കണ്ണീർ വിട്ട് അമ്മ നീ കണ്ണുനീരോടെ നിന്റെ അമ്മയെ വിളിക്കണം. നിന്റെ യേശുവെ കൂപ്പിട വേണം. നിന്റെ യേശുവിനെ വിളിക്കണം. കണ്ണീരുടൻ എന്നിടത്തിൽ വരുகிறവനെ പുറമ്പേ തള്ളേ. കണ്ണുനീരോടെ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല. വിശ്വാസത്തെ കാത്തുകൊള്ളുന്നത് വലിയ ഒരു കാര്യം. വിശ്വാസം സൂക്ഷിക്കുന്നത് ഒരു വലിയ കാര്യം. വീഴുന്നവൻ പിശാസ്,
വീണവൻ പിശാച്, ലൂസിഫർ വിഴുந்தവൻ, ലൂസിഫർ വീണുപോയി. അവൻ നമ്മുടെ വിശ്വാസത്തെ അഴിക്കുംപടി പ്രയാസപ്പെടുகிறாൻ. അവൻ നമ്മുടെ വിശ്വാസം നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. വിശ്വാസത്തെ കാത്തുകൊള്ള വേണ്ട. ആകയാൽ വിശ്വാസം കാത്തുകൊള്ളേണം. ഒരു ശരിயான പോരാട്ടം തേവ. ശരിയായൊരു പോരാട്ടം അതിനുണ്ട്. അണ്ണനക്കും തമ്പിക്കുമുള്ള പോരാട്ടത്തെ പാരുങ്ക. ഈ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ളതായ വഴക്ക് നോക്കുക. ഉലക കപ്പുക്കുള്ള പോരാട്ടത്തെ പാരുങ്ക. ഇപ്പോൾ ലോകകപ്പ് മത്സരങ്ങൾ നോക്കുക. ദൈവത്തിന് മഹത്വം. 5 വിധமான ഉലക പെരിയ ജയിച്ചവർകളിൽ 4 പേർ തോറ്റുപോനാർകൾ. ഈ ലോകകപ്പ് പഴയ 5 ജേതാക്കളിൽ 4 പേർ ഇപ്പോൾ തോറ്റുപോയി. ജർമ്മനി മറ്റും ജയിച്ചിരിക്കണം. ജർമ്മനി മാത്രം ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. അവന്റെ നിലമ എന്നമോ ദേവനുക്ക് താൻ തെരിയും. നാളെ അവരുടെ ഗതി എന്തെന്ന് ദൈവത്തിന് അറിയാം. ഗാനാക്കാർ ജയിക്കുമ്പോഴേക്ക് അവരുടെ എല്ലാ ചർച്ചകളിലും ജപത്തെ നടത്തിനാർകൾ. ഗാനാക്കാർ ജയിക്കേണ്ടതിന് ദൈവാലയങ്ങളിൽ പ്രാർത്ഥന നടത്തി. എങ്കിലും തോറ്റു. അവർ ജപിത്താർകൾ. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ജയത്തെ താരോ കർത്താവേ, ഞങ്ങളുടെ മത്സരത്തിൽ ജയം തരേണമേ. ഞങ്ങൾ പോരാട പോകുറോം. ഞങ്ങൾ ഉറുകയോട് പോരാടുവാൻ പോകുന്നു. പോരാട്ടത്തിൽ ജയിക്കാൻ ഞങ്ങൾക്ക് കൃപ താരോ. ആ പോരാട്ടത്തിൽ ജയിക്കാൻ കൃപ തരണമേ. ഗാനാ പട്ടണവും ജപിത്താർകൾ. ഖാന മുഴുവനായി പ്രാർത്ഥിച്ചു. തോറ്റുപോയി വിട്ടാർകൾ. എന്നാലും തോറ്റുപോയി. അതിനുടെ ലീഡറെ പാർത്താൽ അഴുതുകൊണ്ടേ പോകുക. അവരെ നോക്കിയാൽ അവർ കരഞ്ഞുകൊണ്ട് പോകുന്നു. ദൈവത്തിന് മഹത്വം. ബ്രസീൽ തോറ്റുവിട്ടത്. ബ്രസീൽ തോറ്റു. അവർ മറഡോണയെ കെട്ടിപ്പിടിച്ച് അഴുകുറാൻ. അവർ മറഡോണയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തോറ്റു പോനാൽ അഴുതും പ്രയോജനമില്ല. നീ തോറ്റാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നതിന് മുന്നമേ നീ എന്നാൽ തോൽക്കുന്നതിന് മുമ്പേ കരയുക. ഉനക്കൊരു തായുണ്ട്. ഇതാ നിനക്കൊരു അമ്മയുണ്ട്. ഉനക്കൊരു തകപ്പനുണ്ട്. നിനക്കൊരു അപ്പനുണ്ട്. തകപ്പൻ തന്ന വിശ്വാസത്തെ നീ കാത്തുകൊള്ളുവായാക. അപ്പൻ തന്ന വിശ്വാസത്തെ കാത്തുകൊള്ളുക. ദേവനക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. മനുഷ്യകുമാരൻ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ വിശ്വാസത്തെ കാൺപായോ. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ദേവജനമേ, പ്രിയാ ദൈവജനമേ, വേളയിൽ ഈ സന്ധ്യാവേളയിൽ സർവ്വവല്ലമയുള്ള ദേവനിതാ ഒരു കേൾവിയുടൻ ഉന്നെ സന്ധിക്கிறாർ. സർവശക്തനായ ദൈവം ഇതാ ഒരു ചോദ്യവുമായി നിന്നെ എതിരേൽക്കുന്നു. മറുപടിയും ഭൂമിയിൽ വരുമ്പോത് ഞാൻ വീണ്ടുമായി ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസത്തെ കാൺപായോ. വിശ്വാസം കണ്ടെത്തുമോ? ഉന്റെ അണ്ണൻ ഉന്നെ ഏമാറ്റുവായോ. അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ നിന്നെ ചതിച്ചിരിക്കുമോ? ആരാണ് ഈ ജ്യേഷ്ഠൻ? ലൂസിഫർ നമുക്ക് അണ്ണൻ. ലൂസിഫർ നമുക്ക് ജ്യേഷ്ഠനാണ്. നമുക്ക് മുന്നാലെ സൃഷ്ടിക്കപ്പെട്ടവൻ. അവൻ നമുക്ക് മുൻപേ സൃഷ്ടിക്കപ്പെട്ടവൻ. അവൻ നമ്മുടെ ജ്യേഷ്ഠനാണ്. ലഡു ചാക്കടയിൽ പോയി വിട്ടത്. ജ്യേഷ്ഠന്റെ ലഡു ഓടയിൽ വീണു. ഇപ്പൊ തമ്പിയുടെ ലഡുവെ സാപ്പിടുമ്പോഴേക്ക് അണ്ണൻ പ്രയാസപ്പെടുക. ഇപ്പോൾ അനിയന്റെ ലഡു പിടിച്ചു പറിക്കാൻ ജ്യേഷ്ഠൻ പരിശ്രമിക്കുന്നു. തമ്പികളെ ഉങ്ങളുടെ ലഡുവെ കാത്തുക്കോൾ. അനിയന്മാരെ ലഡു സൂക്ഷിക്കുക. அந்த லட்டுவை நீ பாதுகாத்து ആ ലഡു സൂക്ഷിച്ച് പരലോകത്തിൻ ദേവനെ നോക്കി കൂപ്പിട്. സ്വർഗ്ഗത്തിലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. കാലത്തിൽ എന്നെ നോക്കി കൂപ്പിട്. കഷ്ടകാലത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ വിടുവിക്കും. എന്നെ മഹിമപ്പെടുത്തുവാൻ നീ എന്നെ മഹത്വപ്പെടുത്തും. കണ്ണീരുടൻ വിതയ്ക്കുന്നവൻ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിനക്കൊരു കണ്ണീർ തേവ. നിനക്കൊരു കണ്ണുനീർ വേണം. സ്ത്രീയാനവൾ ഗർഭവതിയാനാൾ. ആ സ്ത്രീ ഗർഭം ധരിച്ചു. വരുത്തപ്പെട്ട അലറിനാൾ. അവൾ വേദനപ്പെട്ട് നോവ് കിട്ടി നിലവിളിച്ചു. അവൾ അലറിക്കരയുന്നു. എന്തിനലറിക്കരയണം? 7 തലയുള്ള വലുസർപ്പമാകിയ അണ്ണൻ, 7 തലയുള്ള മഹാസർപ്പമായ ജ്യേഷ്ഠൻ இதோ அந்த தம்பிக்கு முன்னால நின்று கொண்டிருக்கிறது. ഇതാ ആ അനുജന്റെ മുൻപിൽ നിൽക്കുന്നു. അവൻ എന്നാ சொல்லுகிறான்? അവൻ പറയുന്നത് എന്ത്? എനിക്കും വേണ്ട ഉനക്കും വേണ്ട. എനിക്കും വേണ്ട നിനക്കും വേണ്ട. എന്റെ വിശ്വാസമേ എന്റെ പരലോകമേ പോയി വിട്ടത്. എന്റെ വിശ്വാസം എന്റെ സ്വർഗ്ഗം എനിക്ക് എന്നും നഷ്ടമായി. ലഡു പോയി വിട്ടത്. എന്റെ ലഡു എന്നേക്ക് നഷ്ടമായി. ചാക്കടയിൽ പോയി വിട്ടത്. അത് ഓടയിൽ വീണു. എനിക്കിനി ഉദ്ധാരണമില്ല. എനിക്കിനി ഒരിക്കലും ഉദ്ധാരണമില്ല. എനിക്കിനി പ്രയോജനമില്ല. എനിക്കിനി പ്രയോജനമില്ല. എനിക്കിനി വിമോചനമില്ല. എനിക്കിനി വിമോചനമില്ല. എനിക്ക് രക്ഷയില്ല. നിന്നെയും വിടുകയില്ല. തമ്പികളെ, പ്രിയ അനുജന്മാരെ, പ്രിയ മണവാട്ടിയെ, പൊൻചരിക വസ്ത്രത്തെ കാത്തുകൊൾ. നിന്റെ പൊൻകസവുള്ള വസ്ത്രം സൂക്ഷിച്ചാട്ടെ. വിശ്വാസത്തിനാക ധൈര്യமாக പോരാടുമ്പോൾ, നിന്റെ വിശ്വാസത്തിനായി ധൈര്യത്തോടെ പോരാടുമ്പോൾ, വലിയ പോരാട്ടം വലിയ പോരാട്ടമാണ്. നമുക്കേ തെരിയുമേ, നമുക്ക് തന്നെ അറിയാമല്ലോ. ദൈവിക സുഖത്തിക്കാക ഒരുത്തർ നിന്നാൽ, ഒരാൾ ദൈവിക രോഗശാന്തിക്കായി നിന്നാൽ എത്ര പോരാട്ടം ഇല്ലയാ അല്ലേ? വിശ്വാസികളെ വന്ന് ചൊല്ലുവാങ്ക. വിശ്വാസികൾ കൂട്ടിട്ട് പോറേ, ഞാൻ കൊണ്ടുപോകാം. നീ ഇപ്പടി നിക്കാതെ, നീ ഇങ്ങനെ നിക്കുന്നത് എന്തിന്? ഇപ്പൊ ചത്തു പോയിടുമേ. അയ്യോ ഇപ്പൊ ചത്തുപോവും.
ஐயோ மூச்சு போகுது. ശ്വാസം പോകാറായി. என்ன போராட்டம், എത്ര പോരാട്ടം. போராட்டம் இல்லையா? പോരാട്ടമില്ലേ? போராட்டம் இல்லையா? ഇല്ലേ. இந்த வார்த்தை கேட்கும்போது உண்ட முழங்கால் ஆடும். ഇത് കേൾക്കുമ്പോൾ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കും. നീ കീഴെ വീഴുവാ, നീ ബോധം കെട്ട് വീഴും. നീ മയങ്ങി വീഴുവാ, നീ ബോധം കെടും. അവൻ തൂക്കിട്ട് പോവാ. അവൻ എടുത്തുകൊണ്ട് പോകും. അവൻ യാര്? അവൻ ആര്? അവൻ അണ്ണൻ. അവൻ ജ്യേഷ്ഠൻ. അണ്ണനെ ജാഗ്രത. ജ്യേഷ്ഠനെ കുറിച്ച് സൂക്ഷിക്കുക. വന്നാലും പറവായില്ല, എന്ത് വന്നാലും സാരമില്ല. യേശുവുക്കാக நான் நிற்பேன். ഞാൻ യേശുവിനായി നിൽക്കും. എന്റെ വിശ്വാസത്തിനാக നിൽപ്പേൻ. എന്റെ വിശ്വാസത്തിനായി നിൽക്കും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ പാടുക. പാടിയാട്ടെ. എന്നമ്മ പോയിട്ടില്ല. എന്തെല്ലാം കൈ തട്ടി പാടുക. സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആമേൻ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം இந்த பாட்டெல்லாம் மறந்து விட்டாச்சு. ഈ പാട്ടൊക്കെ മറന്നു. நேற்றுக்கு நாம் படிச்சது போல, ഇന്നലെ പഠിച്ചത് വായിച്ചത് எண்ணி முடியாத நாட்களாக நீங்கள் என்னை மறந்தீர்கள். എണ്ണമില്ലാത്ത നാളുകളായി നിങ്ങൾ എന്നെ മറന്നു. എണ്ണ முடியாது, എണ്ണാൻ പറ്റില്ല. എത്ര മാസം, എത്ര മാസം, എത്ര வருடம், എത്ര വർഷം, എത്ര നാൾകൾ, എത്ര ദിനം എന്നെ മറന്നു വിട്ടീர்கள். എന്നെ മറന്നു. இந்த பாட்டும் மறந்து விட்டீர்கள். പാട്ടും മറന്നു. யாராவது சத்தாத்தான் போய் பாடுவீங்க. ആരെങ്കിലും ചത്താലേ யாராவது ജീവനുള്ളവരെ ഒന്ന് പാടുவோமா? ജീവനുള്ളവരെ നമുക്കിത് പാടാം. കൈ തട്ടി പാടുவோமா? കൈയടിച്ച് പാടാമോ? என்ன വന്നാലും എന്ത് വന്നാലും അണ്ണനക്ക് ഇടം കൊടുക്ക മാട്ടേ. ജ്യേഷ്ഠനിടം കൊടുക്കില്ല. എത്ര പേർ തീരുമാനം പண்றீங்க? എത്ര പേർ തീരുമാനിക്കുന്നു? ഹല്ലേലൂയ சொல்லுங்க. ഹല്ലേലൂയ. அந்த பொன் சரிக വസ്ത്രത്തെ ധരിച്ചുകൊൾ. ആ പൊൻകസവ് വസ്ത്രം ധരിക്കാം. വിശ്വാസത്തിൽ നല്ല പോരാട്ടത്തെ നീ പോരാടുമ്പോൾ, നീ വിശ്വാസത്തിന്റെ നല്ല പോർ വരുത്തുമ്പോൾ വസ്ത്രത്തെ ധരിച്ചുകൊള്ളണം. ആ വസ്ത്രം ധരിക്കാൻ കഴിയും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യൂ. എന്തെല്ലാം വന്നാലും കൈതട്ടി പാടുക. സന്തോഷത്തോടെ കൈയടിച്ച് പാടുക. ചെയ്യൂ. ആമേൻ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യൂ. ഹല്ലേലൂയ. വിശ്വാസத்துக்காக ധൈര്യമായി പോരാടും പോത് ഉനക്ക് തരികിற വസ്ത്രം താൻ പൊൻ സരികയാന വസ്ത്രം. വിശ്വാസത്തിനായി ധൈര്യത്തോടെ പോരാടുമ്പോൾ നിനക്ക് തരുന്ന വസ്ത്രമാണ് പൊൻകസവുള്ള വസ്ത്രം. അടുത്ത വസ്ത്രം, അടുത്ത വസ്ത്രം 45 സംഗീതം 14 വസനത്തിൻപടി 45:14 ചിത്ര തയ്യലാട്. ചിത്രത്തയ്യലുള്ള വസ്ത്രം. അത് എന്നാ വസ്ത്രം? അതെന്താണ്? ചിത്ര തയ്യലാട്. ചിത്രത്തയ്യലാട. ഇത് പാരുങ്ങളെ, എംബ്രോയിഡറി പാരുங்க. ഇതിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. എത്തന മുറ കുത്തിനാത്താൻ ഇപ്പടി ഒരു നല്ല അഴകാന വാർത്തകളോ പൂവോ വര മുടിയും. സൂചി കൊണ്ട് എത്ര കുത്തുകൾ കുത്തിയാലാണ് ഇങ്ങനെയുള്ള ഒരു നല്ല ഡിസൈനും ഈ എഴുത്തുകളും വരുന്നത്. ഇവിടെ മുൻപിലുണ്ട്. എത്ര പ്രാവശ്യം കുത്തി കാണും. അലങ്കാരത്തുടൻ ധരിച്ച് യഹോവയെ, വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കാം. ഈ തുണി എന്ത് പറയും? കൊഞ്ചാവത് ഇറക്കം ഇറുക്ക, അല്പമെങ്കിലും ഒന്ന് കരുണ കാണിച്ചൂടെ? കുത്ത് കുത്തുത് ഇത്രയും കുത്തണോ? അത് കണ്ണീർ വിട്ടാലും കുത്രം എന്നെ ചൊല്ലും. കണ്ണുനീരൊഴിക്കാലും കുത്തുന്നവൻ. കുത്തിനാത്ത എനക്ക് കൂലി അപ്പ. നിന്നെ കുത്തിയാലേ എനിക്ക് കൂലി കിട്ടൂ. നീ അഴുതാലും വിട മാട്ടേ. നീ കരഞ്ഞാലും വിടത്തില്ല. ദൈവത്തിന് മഹത്വം. ഇതേപോലെ ഇതുപോലെ ചിത്ര തയ്യലാടയെ നീ പെറ്റുകൊള്ള വേണ്ടും. ചിത്രത്തയ്യലാട നിനക്ക് വേണമെങ്കിൽ നീ എന്നെ ചെയ്യണം. ക്രിസ്തുവുക്കാക പാടുപെട്ട് ജീവിക്കണം. നീ ക്രിസ്തുവിനായി കഷ്ടം സഹിച്ച് ജീവിക്കണം. இந்த துணியானது குத்தலேற்க അത് ഊസിയാല കുത്ത് തന്നെ ഒപ്പുകൊടുത്തത് പോലെ, സൂചി കൊണ്ടുള്ള കുത്തേൽക്കുവാൻ ഈ തുണി തന്നെ ഏൽപ്പിച്ചതുപോലെ നീയും ഒപ്പുകൊടുപ്പായാ, നീയും ഏൽപ്പിച്ചു കൊടുക്കുക. അതിനാണ് ക്രിസ്തുവുക്കാക പാടുപെട്ട് നാം ജീവിക്കണം. ആകയാൽ ക്രിസ്തുവിനായി കഷ്ടം സഹിച്ച് ജീവിക്കാം. ശരീരത്തിൽ പാടുപെട വേണം. ശരീരത്തിൽ കഷ്ടം സഹിക്കണം. ഹൃദയത്തിൽ പാടുപെട വേണം. ഹൃദയത്തിൽ കഷ്ടം സഹിക്കണം. മനസ്സിൽ പാടുപെട വേണം. മനസ്സിൽ കഷ്ടം സഹിക്കണം. പാടുപെടുന്നതിനുള്ള വസ്ത്രം താൻ അന്ത ചിത്ര തയ്യലാട്. അങ്ങനെയുള്ള കഷ്ടതകൾ ഏൽക്കുന്നവർക്ക് ചിത്രത്തയ്യലാട് ലഭിക്കും. ഇനി കടേസി ഒരു വസ്ത്രം, ഒടുവിലായ ഒരു വസ്ത്രം. വെളിപ്പെടുത്തുന്നതിൽ 19 അധികാരം 8 വസനത്തെ വാസിക്കും. വെളിപ്പാട് പുസ്തകം 19:8 ശുദ്ധവും പ്രകാശവും ശുദ്ധവുமான മെല്ലിയ വസ്ത്രം എന്ന് വാസിക്കും. ശുദ്ധവും ശുഭ്രവുമായുള്ള വിശേഷ വസ്ത്രം എന്ന് കാണാം. ഇത് പരിശുദ്ധാവിയിനാൽ മുற்றிலும் പരിശുദ്ധമാക്കപ്പെടുമ്പോൾ
നാം പെറ്റുകൊള്ളുകതാണ് വസ്തു. ഇത് പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ലഭിക്കുന്നു. പരിശുദ്ധാവിയെ പെറ്റുകൊള്ളുகிறோம், പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, പരിശുദ്ധാവിയിൽ നടക്കുകறோம், പരിശുദ്ധാത്മാവിൽ നടക്കുന്നു, പരിശുദ്ധാവിനാൽ നടത്തപ്പെടുகிறோം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. ഇനി മൂന്നാമതൊരു അനുഭവമുണ്ട്. നാലാമതൊരു അനുഭവമുണ്ട്. പരിശുദ്ധാവിൻ അഭിഷേകത്തെ അന്യഭാഷ അടയാളത്തുടൻ പെറ്റുകൊള്ളുക. അന്യഭാഷാ ഭാഷണത്തോടെ അഭിഷേകം ഒന്നാമത് പ്രാപിക്കുന്നു. സഭയാകെ മാറ്റപ്പെട്ടു അപ്പോൾ സഭയായി മാറുന്നു. ഇനി പരിശുദ്ധാവിയിൽ നടക്കുകറோம், അടുത്തത് പരിശുദ്ധാത്മാവിൽ നടക്കുന്നു, പരിശുദ്ധാവിക്ക് കീഴ്പ്പെടുகிறோം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. അടുത്ത പരിശുദ്ധാവിൻ നടത്തിപ്പിൻപടി ജീവിക്കണം, പരിശുദ്ധാത്മ നടത്തിപ്പിൻ പ്രകാരം ജീവിക്കുന്നു. റോമർ 8:14 റോമർ 8:14 അപ്പോൾ ദേവസിത്തം ചെയ്യുகிறோം, അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നു. ഇനി നാലാമത്തെ ഒരു അനുഭവം പരിശുദ്ധാത്മാവിനാൽ മുറ്റിലും പരിശുദ്ധമാക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി വിശുദ്ധരാവുക. ദൈവത്തിന് മഹത്വം. റോമർ 8:37 റോമാലേഖനം 8:37 ഇത് കാണാം. അന്ത പരിശുദ്ധാവിനാൽ പരിശുദ്ധമാക്കപ്പെടുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മുറ്റിലും പരിശുദ്ധമാക്കപ്പെടുക, അത് പൂർണ്ണ വിശുദ്ധരാകുമ്പോൾ അതുതാൻ പഴമാകുന്ന തന്മ, ആ പഴമാകുന്ന അവസ്ഥയാണിത്. പഴത്തെ പാരുങ്ക, ആ പഴത്തെ നോക്കുക. அந்த തോലിൻ നിറം പച്ചയായിരുന്നത്, ആദ്യം തോലിന്റെ നിറം പച്ചയായിരുന്നു. അതെന്ത് പരിശുദ്ധപ്പെടുമ്പോൾ മറുരൂപപ്പെടുമ്പോൾ രൂപാന്തരം ഉണ്ടാകുമ്പോൾ തോലിന്റെ നിറം മഞ്ചളാകും, തോലിന്റെ നിറം മഞ്ഞയാകുന്നു. ഇല്ലേ, മുന്തി പച്ച, ആദ്യം പച്ച, ഇപ്പൊ മഞ്ചൾ കറ, ഇപ്പോൾ മഞ്ഞ. രണ്ടാമത് അടുത്തത് പഴത്തിലെ അതൊരു കറയിരുന്നത്, പഴത്തിലൊരു കറയുണ്ടായിരുന്നു. മഞ്ചൾ കറ വന്ന പിற்பாடு പാരുങ്ക കറയില്ല, ഇപ്പോൾ മഞ്ഞ നിറമായപ്പോൾ കറയില്ല. മൂന്നാമത് പഴത്തൊക്കെ ഒരു വാസനയുണ്ട്, പഴത്തിനൊരു സുഗന്ധമുണ്ട്. പാരുങ്ക, മാമ്പഴം നോക്കൂ, ഒരു വാസനയുണ്ട്, ഒരു സുഗന്ധമുണ്ട്. പച്ചമാങ്ങയ്ക്ക് വാസനയൊന്നുമില്ല, പച്ചമാങ്ങയ്ക്ക് വലിയ സുഗന്ധമില്ല, വാസനയുണ്ട്, ഇതിനൊരു സുഗന്ധമുണ്ട്. അടുത്തത് അതൊക്കെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഒരു രുചിയുണ്ട്, ഒരു ഇനിപ്പുണ്ട്, മാധുര്യം. ഇത് പഴത്തിനുடைய തന്മ, ഇതാണ് പഴത്തിന്റെ അവസ്ഥ. കളർ മാറ്റപ്പെടുക, നിറം മാറുന്നു, കറ മാറുന്നു, ഇനിപ്പുണ്ടാകുന്നു, മാധുര്യം ഉണ്ടാകുന്നു, വാസന, സുഗന്ധം വരുന്നു. ഇതിനാൽ അതുക്കുള്ള ജീവനാല്, അതിന്റെ ഉള്ളിലുള്ള ജീവനാൽ, വാഴമരത്തിൽ ജീവനാൽ, വാഴയുടെ ജീവനാൽ അതൊക്കെ മറുരൂപമുണ്ടാകുന്നു, അതിൽ രൂപാന്തരം വരുന്നു, സ്വഭാവത്തിൻ മറുരൂപം, സ്വഭാവ രൂപാന്തരം. അതുതാണ് പരിശുദ്ധാവിനാൽ പരിശുദ്ധമാക്കപ്പെടുക, മുറ്റിലും പരിശുദ്ധമാകുക, പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം. അതുതാണ് മറുരൂപമാക്കപ്പെടുന്നത്, അത് രൂപാന്തരം പ്രാപിക്കുന്നു. രൂപാന്തരപ്പെട്ടാൽ ഇവരെ എന്നെ പണിനാലും കോപിക്ക മാട്ടാ, താൻ എന്ത് ചെയ്താലും ഞാൻ കോപിക്കില്ല. എவ்வளவு நீங்க നഖത്തിനാലെ കിള്ളി പാരുങ്ക, എത്ര നഖം കൊണ്ട് നുള്ളി നോക്കുക, அந்த വാഴപ്പഴത്തിൽ ഇരുന്ന് മാങ്കാവിൽ ഇരുന്ന് മാങ്കാക്കറ വാഴക്കറ ഒന്നും വരാതെ, ആ പഴത്തിൽ മാമ്പഴത്തിൽ നിന്നോ പഴത്തിൽ നിന്നോ കറ വരികയില്ല. അതിന്റെ ജീവനാലെ, അതെന്നെ അതെന്ത് ചെയ്യുന്നു, ജീവനെ പെറ്റ് ആ ജീവൻ പ്രാപിച്ച് ആ മാങ്ക ഇല്ലെങ്കിൽ വാഴയ്ക്ക അത് അപ്പടിയെ പഴമാക മാറ്റപ്പെടും, ആ മാങ്ങയോ ഏത്തയ്ക്കായോ പഴമായി മാറി. ഈ അനുഭവം പരിശുദ്ധാവിനാല്, ഇത് പരിശുദ്ധാത്മാവിനാൽ മുറ്റിലും പൂർണ്ണമായും നമുക്കുള്ളേ പരിശുദ്ധമാക്കപ്പെടുന്നത്, നമ്മിൽ വിശുദ്ധമാക്കപ്പെടുന്നത്. റോമർ 15:15-16 റോമാലേഖനം 15:15-16 പരിശുദ്ധമാക്കപ്പെട്ട് ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് മഹത്വം. റോമർ 8:37 റോമർ 8:37 മുറ്റും ജയം കൊള്ളുക, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇനി തെസ്സലോനിക്കർ 5:23 1 തെസ്സലോനിക്കർ 5:23 ആത്മ ശരീരം മുഴുവതും പരിശുദ്ധമാക്കപ്പെട്ടു, ദേഹാത്മദേഹി പൂർണ്ണമായി വിശുദ്ധമാക്കപ്പെടുന്നു. അതാണ് പഴം പോലെ, ആ പഴം പോലെ. അപ്പോഴത് കിടക്കുന്ന വസ്ത്രം താൻ മെല്ലിയ ശുദ്ധവും പ്രകാശമുള്ള മെല്ലിയ വസ്ത്രം. അപ്പോൾ ലഭിക്കുന്ന വസ്ത്രമാണ് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങൾ. ദൈവത്തിന് മഹത്വം. വസ്ത്രം சொன்ன കാരണം என்ன? വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വസ്ത്രത്തെ ഇതേപോലെ തുണിയാകെ പാർക്ക മുടിയാതെ, അക്ഷരികമായി ഇതുപോലെ തുണി കൊണ്ടുള്ള വസ്ത്രം കാണാനാവില്ല. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും നിർവാണത്തെയും മറയ്ക്കുന്ന പകുതി, നമ്മുടെ ശരീരത്തെ അതിന്റെ നഗ്നതയെ മറയ്ക്കുന്നത്. വസ്ത്രം പോട്ടതിനാല്, ഞാൻ ഈ വസ്ത്രം അണിഞ്ഞതുകൊണ്ട് ശരീരം മറഞ്ഞിരിക്കുന്നു, എന്റെ ശരീരം മറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ക്രിസ്തുവെ നാം ധരിത്തുകൊള്ള വേണം, നാം ക്രിസ്തുവിനെ ധരിക്കണം. ഗലാത്യർ 3:26 ഗലാത്യർ 3:26 സ്നാനം എടുത്തവர்கள் എത്ര പേരുകളോ അത്ര പേരും ക്രിസ്തുവെ ധരിത്തുകൊണ്ടിരിக்கிறீர்கள். നിങ്ങളിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവെ ധരിത്തുകൊള്ളുക, ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവം, സ്വഭാവത്തെ ധരിത്തുകൊള്ളുക, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ ധരിക്കുന്നത്.
എഫേസ്യർ 4:23 വസനത്തിൻപടി, എഫേസ്യർ 4:23 24 വസനത്തിൻപടി, 24 വാക്യം, നീതിയിലും പരിശുദ്ധത്തിലും ദേവസായിലാകെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടിരിക്കുന്നീர்களே. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. മേലും കൊലോസ്യർ 3:10 വസനത്തെ പഠിക്കുമ്പോൾ, കൊലോസ്യർ 3:10 പഴയ മനുഷ്യനെയും അവൻ ചെയ്കകളെയും കളഞ്ഞു പോട്ട് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. പുതിയ മനുഷ്യനെ ധരിപ്പിൻ. ഇതെല്ലാം ഏതെ വെളിപ്പെടുത്തുക? ഇവയെല്ലാം എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ മുற்றிലും പരിശുദ്ധമാക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ വിശുദ്ധി പ്രാപിക്കുന്നത്. 7 വസ്ത്രത്തിന് അനുഭവം, ഇങ്ങനെയുള്ള 7 വസ്ത്രാനുഭവം. ആ വസ്ത്രത്തെ നാം ധരിച്ചുകൊള്ള വേണം. ആ വസ്ത്രം ധരിക്കണം. ഈ സ്വഭാവത്തെ ധരിച്ചുകൊള്ള ഈ വേണം. സ്വഭാവം ധരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, இந்த വസ്ത്രത്തിനാൽ എന്റെ മുഖം മൂടിനാൽ, എന്നെ വസ്ത്രം കൊണ്ട് മുഖം മൂടിയാൽ എന്റെ മുഖം പാർക്ക മുടിയാ. മുഖം കാണാനാവില്ല. ഇതേപോലെ ഇതുപോലെ നീ ക്രിസ്തുവിൻ സ്വഭാവം ധരിച്ചുകൊണ്ടാൽ, നീ ക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ചാൽ നിന്റെ പഴയ സ്വഭാവത്തെ നീ വെളിപ്പെടുത്ത മുടിയാ. പിന്നീട് പഴയ സ്വഭാവം നീ വെളിപ്പെടുത്തില്ല. വസ്ത്രത്തിനാൽ മുഖം മൂടിയാച്ചു, ഈ വസ്ത്രം കൊണ്ട് മുഖം മറച്ചു, എന്റെ മുഖത്തെ പാർക്ക മുടിയാ. മുഖം കാണാനാവില്ല. ഇതേപോലെ സമാനമായി ക്രിസ്തുവിൻ സ്വഭാവത്തെ നീ ധരിച്ചുകൊണ്ടാൽ, നീ ക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ചാൽ, അതായത് ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാൽ, ഈ വസ്ത്രങ്ങൾ ധരിച്ചാൽ, ഇത് അനുഭവമാക്കിക്കൊണ്ടാൽ, ഇത് അനുഭവവേദ്യമാക്കിയാൽ പഴയ സ്വഭാവത്തെ നീ വെളിപ്പെടുത്തവേ മുടിയാ. പഴയ സ്വഭാവം ഒരു നാൾ വെളിപ്പെടുത്താനാവില്ല. ചിലർക്ക് സന്ദേഹം, ചിലർക്കൊരു സംശയം. എപ്പടി കോപം പോകും? കോപം എങ്ങനെ പോകും? എപ്പടി എരിച്ചിൽ പോകും? എങ്ങനെ ഈ നീരസം പോകും? എപ്പടി കസപ്പ് പോകും? കയ്പ് എങ്ങനെ പോകും? അതെല്ലാം ചാകുമ്പോത് താൻ പോകും. അതൊക്കെ ചാകുമ്പോഴേ പോകൂ. ചാകുമ്പോത് പോകുന്നത് എന്നെ തിരിയുമാ? ചാകുമ്പോൾ പോകുന്നത് എന്താണെന്നറിയാം? തലയിലെ പേൻ താ. തലയിലെ പേനേ അன்னைக்கு പോകും. ஒரு சாவு போய் பார்த்தேன். ഒന്നൊരു മരണ വീട്ടിൽ പോയി. நல்ல வெள்ளை Dress സാരി போட்டிருக்கு. നല്ല വെള്ള സാരി പുതച്ചിരിക്കുന്നു. யாருமே கவனிக்கவில்லை போல. ആരും ശ്രദ്ധിച്ചില്ല പോലും. ஜெபத்துக்காக போய் இருக்கிறேன். പ്രാർത്ഥനയ്ക്കായി പോയി. எல்லா பேனும் சாரியில் அலங்கார மாதிரி இருக்கு. പേനെല്ലാം സാരിയിൽ ഒരു ഡിസൈൻ പോലെ. அவ்வளவு பேன். തലയിൽ അത്രയും പേൻ. ചത്ത ഉടനെ അത് വെളിയെ വരുത്. മരിച്ച ഉടനെ എല്ലാം വെളിയിൽ ചാടി. ദൈവത്തിന് മഹത്വം. ഉടനെ തുണിയെല്ലാം കൊട്ടിട്ട് വേറെ പോട്ട് പെർഫ്യൂം എല്ലാം മാറ്റി ചത്തു പോച്ചില്ല, കൊഞ്ചം മരുന്നെല്ലാം വാങ്ങി അടിച്ചിട്ട് അത് എല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് മരിച്ചു പോയില്ല. പിന്നെ പെർഫ്യൂമും മരുന്നൊക്കെ പൂശി. ദൈവത്തിന് മഹത്വം. ചാകുമ്പോൾ സ്വഭാവമല്ല പോകുന്നത്, തലയിലെ പേൻ താൻ വരും. ചാകുമ്പോൾ സ്വഭാവമല്ല, പ്രത്യുത തലയിലെ പേനേ പോകും. നീ ഇപ്പോഴേ മരിക്ക വേണ്ട, നീ ഇപ്പോൾ തന്നെ മരിക്കണം. ഈ இந்த വസ്ത്രത്തെ ധരിച്ചുകൊൾ. ഈ വസ്ത്രം ധരിക്കുക. அந்த നീതിயின் വസ്ത്രത്തെ ധരിച്ചുകൊൾ. ആ നീതിയുടെ വസ്ത്രം അണിയുക. ഉന്റെ പഴയ സ്വഭാവത്തെ വെളിപ്പെടുത്ത മുടിയാതെ. പഴയ സ്വഭാവം വെളിപ്പെടുത്താനാവില്ല. ഇങ്ങനെ നീതിമാനാക നാം ജീവിക്ക വേണ്ട. ഒരു നീതിമാനായി ജീവിക്കാനാവും. അങ്ങനെ ജീവിച്ചാൽ മണവാട്ടിയായി മാറാം. ഇതാ വസ്ത്രങ്ങളെ കുറിച്ചുള്ള ചെറിയ ഉപദേശം. ഇതാണ് വസ്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഉപദേശം. അടുത്തതായി നമുക്കിനി നഗ തേവ, ആഭരണം വേണം. ദൈവത്തിന് മഹത്വം. നഗ കഴുത്തുകൾ എന്ന് சொன்ன പാസ്റ്റർ ഇപ്പൊ சொல்றாங்க നഗ പോടുങ്ക നഗ പോടുങ്ക. ഇതുവരെ ആഭരണം ഊരാൻ പറഞ്ഞ പാസ്റ്റർ ഇപ്പോൾ ഇടാനാ പറയുന്നത്. അപ്പൊ എന്താ നഗ, ഏതാഭരണം? സഹോദരികളെ കൊഞ്ചം ഗവനിங்க. സഹോദരിമാരൊന്ന് ശ്രദ്ധിച്ചേ. നാളേക്ക് പോയി നഗ പോടാതീങ്ക. നാളെ ചെന്ന് വല്ല ആഭരണം വാങ്ങി ഇടരുത്. എന്താ നഗ, ഏതാഭരണം? அந்த வசனத்தை வாசிங்க. ആ വചനം വായിച്ചാട്ടെ. கர்த்தருக்குள் பூரிப்பாய் மகிழ்கிறேன். ஏசாயா 61:10. கர்த்தருக்குள் பூரிப்பாய் மகிழ்கிறேன், என் தேவனுக்குள் என் ஆத்மா களி கூறுகிறது. மணவாளன் ஆபரணங்களினால் தன்னை அலங்கரித்துக் கொள்கிறதற்கு, மணவாளன் ஆபரணங்களினால் தன்னை அலங்கரித்துக் கொள்வது போல மணவாட்டி நகையினால் தன்னை சுத்திகரிக்கிறது, மணவாட்டியும் நகையினால் தன்னை சுத்திகரிக்கிறது, சிங்காரித்துக் கொள்கிறதற்கு. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും മണവാട്ടി നഗയിനാൽ തന്നെ സിംഗാരിക്ക വേണ്ടും. മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ തന്നെ അലങ്കരിക്കണം. മണവാട്ടിயின் സഭയിൻ നഗ என்ன? മണവാട്ടി അഥവാ സഭയുടെ ആഭരണം എന്ത്? എഴുത്തിൻപടിയുള്ള വെള്ളിയോ പൊന്നോ അല്ല. അക്ഷരീകമായ വെള്ളി പൊന്നാഭരണങ്ങളല്ല. എഴുത്തിൻപടി ഈ വെള്ളി പൊന്നിനുடைய ഉപദേശം என்ன? അക്ഷരീകമായ വെള്ളിയുടെയും പൊന്നിന്റെയും ഉപദേശം എന്താണ്? പഴയ ഏർപ്പാട്ട് കാലത്തിൽ സ്ത്രീകൾ
நகையை போட்டார்கள். പഴയ നിയമകാലയളവിൽ പല സ്ത്രീകൾ ആഭരണം അണിഞ്ഞു. ஆனால் புதிய ஏற்பாட்டில் அதே குறிച്ചുള്ള സത്യം என்ன? പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ചുള്ള സത്യം എന്ത്? 1 തിമോത്തിയോ 2-ാം അധികാരം 9-10 വചനങ്ങളെ പഠിക്കുമ്പോൾ 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ സ്ത്രീകൾ മുത്തുക്കളിനാലും നഗയിനാലും തങ്ങളെ അലങ്കരിക്കലാകാതെ. സ്ത്രീകൾ പൊന്ന് വെള്ളി മുത്തുകൾ കൊണ്ട് തങ്ങളെ അലങ്കരിക്കരുത്. ദൈവത്തിന് മഹത്വം. 1 പേതുരു 3-ാം അധികാരം മുതൽ 7 വചനങ്ങളിലും 1 പത്രോസ് 1-ാം അധ്യായം 3-ാം അധ്യായം 1 മുതൽ 7 വരെ മുത്തുക്കളിനാലും നഗയിനാൽ തങ്ങളെ അലങ്കരിക്കലാകാതെ. പൊന്ന് വെള്ളി മുത്തുകൊണ്ട് തങ്ങളെ സ്ത്രീകൾ അലങ്കരിക്കരുത്. இந்த வசனத்துக்கு கீழ்ப்படிந்து நம்முடைய நகையை மற்ற மோதிரம் மற்றும் എല്ലാവற்றைയും നാം എടുത്തു വിട്ടു. ഈ വചനത്തിന് വിധേയപ്പെട്ട് കമ്മല് മാല മോതിരമെല്ലാം ഊരിക്കളഞ്ഞു. ദൈവത്തിന് മഹത്വം. വിവിധമായ കാര്യങ്ങളെ നാം ധരിച്ചു കൊള്ളുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അണിയുമ്പോൾ നമുക്ക് പെരുമയുണ്ടാകും. നമുക്ക് തീർച്ചയായും നിഗളം വരും. പെരുമയിനാല് ആ നിഗളത്താൽ നാം ക്രിസ്തുവിൻ കൃപയെ പെറ്റുകൊള്ളാമൽ പോകണം. നമുക്ക് ക്രിസ്തുവിന്റെ കൃപ നഷ്ടമാകുന്നു. ക്രിസ്തുവിൻ ജീവിതം, ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തവ മാർഗം, ക്രിസ്തവ മാർഗം, എളിമയിൻ മാർഗം, ലാളിത്യത്തിന്റെ മാർഗം, താഴ്മയിൻ മാർഗം, താഴ്മയുടെ മാർഗം, നമ്മെ അലങ്കരിച്ച് പെരിയ മനുഷ്യനാകെ വെളിപ്പെടുത്തുന്ന മാർഗമല്ല. നമ്മെ തന്നെ അലങ്കരിച്ച് വലിയവരായി പ്രദർശിപ്പിക്കുന്നതല്ല. യേശു ക്രിസ്തു പെരിയൊരു അരമനയെ ഉണ്ടാക്കി അതിൽ വാസം പണിയിരിക്കലാം. യേശുവിന് വേണമെങ്കിൽ കൊട്ടാരം പണിത് അതിൽ പാർക്കാമായിരുന്നു. അവർ എங்கே പാർത്താ? അവൻ എവിടെയാണ് പാർത്തത്? എല്ലാം ഉണ്ടാക കടവത് സ്വന്ന വേളയിൽ ഉണ്ടാന്ന് എല്ലാം സൃഷ്ടികർത്തർക്ക് തങ്ക ഇടമില്ല. എല്ലാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുണ്ടാക്കിയ സൃഷ്ടാവിന് പാർക്കുവാനിടമില്ല. അവരുടെ മാർഗം താഴ്മയിൻ മാർഗം, അവന്റെ മാർഗം ലാളിത്യത്തിന്റെ മാർഗം, അവരുടെ മാർഗം എളിമയിൻ, അവന്റെ മാർഗം താഴ്മയുടെ മാർഗം. ദേവൻ തരുന്ന ആശീർവാദങ്ങളിനാല് നമ്മെ നാം പെരിയ മനുഷ്യനാകെ വെളിപ്പെടുത്തലാകാം. ദൈവദത്തമായ അനുഗ്രഹങ്ങളാൽ നാം നമ്മെ വലിയവരാക്കരുത്. ദേവനുடைய ஊழியத்துக்காகவும் உங்களுடைய வசதிக்காகவும் ஏழைகளுக்காகவும் தேவன் தருகிற வசதியை நீங்கள் பாவிக்க வேண்டும். കർത്താവിന്റെ വേലയ്ക്കായി നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവം തരുന്ന നന്മകളെ വിനിയോഗിക്കണം. പണത്തെ തന്നിരിക്കണം. ദൈവം നമ്മുടെ പക്കൽ പണം ഏൽപ്പിച്ചിരിക്കാം. ഈ പണം ഉനക്കുള്ളത് മറ്റുമല്ല, ഈ പണം നിനക്ക് മാത്രമല്ല, ഈ പണം 3 പേർക്ക്. അത് 3 പേർക്ക്. முதலாவது தேவனுக்கு, ഒന്നാമത് ദൈവത്തിന്, രണ്ടാമത് ഉനക്ക്, രണ്ടാമത് നിനക്ക്, മൂന്നാമത് ഏഴകൾക്ക്, മൂന്നാമത് സാധുക്കൾക്ക്. ഏഴകൾക്ക് ഇറങ്ങുന്ന വിഷയത്തിൽ നാം മികവും ജാഗ്രതയായി ദരിദ്രരോട് കരുണ കാണിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാകണം. ഇன்றைக்கு கூட எங்களுடைய ஒரு விசுவாசி, கொட்டாரக்கரை விசுவாசி ஏழைகளுக்கு என்று சொல்லி கொஞ்சம் பணத்தை தந்திருக்கிறார். ഇന്നും ഞങ്ങളുടെ കൊട്ടാരക്കരയിലെ ഒരു വിശ്വാസി സാധുക്കൾക്ക് എന്ന് പറഞ്ഞ അല്പം പണം തന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് ഞാൻ അത് சொல்லியிருக்கிறேன். കൊട്ടാരക്കര വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാസം നിങ്ങൾ ഏழைകൾക്കും ഏതോ ഒരു എമൗണ്ട് കൊടുക്ക വേണ്ടി, മാസം തോറും സാധുക്കൾക്കും അല്പം തുക തരണം. നിങ്ങൾ ഒരു കവറിൽ പോട്ട് അതിന്റെ പൂവർ എന്ന് എഴുത வேண்டும். കവറിൽ പൂവർ എന്ന് എഴുതി തരണം. അനേക വിശ്വാസികൾ ഇപ്പോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ധാരാളം വിശ്വാസികൾ ചെയ്യുന്നു. എമൗണ്ടിന്റെ പെരുപ്പല്ല മുഖ്യം, ആ എമൗണ്ടിന്റെ വലിപ്പമല്ല വലുത്, ഹൃദയം മുഖ്യം. നിങ്ങളുടെ ഹൃദയമാണ് വലുത്. ദൈവത്തിന് മഹത്വം. ഞാനൊരു ടീ കുടിக்கிறேன், ഞാനൊരു ചായ കുടിക്കുന്നു, ഏഴയ്ക്കും ഒരു ടീ ഇരിക്കട്ടുമേ. പാവപ്പെട്ടവർക്ക് ഒരു ചായ. ഞാനൊരു തുണി വാങ്ങുறேன், ഞാനൊരു വസ്ത്രം വാങ്ങുന്നു, ഏഴയ്ക്കും ഒരു തുണി ഇരിക്കട്ടും. പാവപ്പെട്ടവർക്കും ഇരിക്കട്ടെ. ഞാനൊരു ചെരുപ്പ് വാങ്ങുന്നു, ഞാനൊരു ചെരുപ്പ് വാങ്ങുന്നു, ഏഴയ്ക്കും ഒരു ചെരുപ്പ് ഇരിക്കട്டும். പാവപ്പെട്ടവർക്കും ഒരു ചെരുപ്പ് ഇരിക്കട്ടെ. അപ്പടിപ്പെട്ടതാണ് ഒരു പെരിയ ഹൃദയം നമുക്ക് തേവ. അങ്ങനെ ഒരു വിശാല ഹൃദയം നമുക്ക് വേണം. അല്ല, നിങ്ങൾ ഏഴയെ തേടി പോയി കൊടുക്കലാകാം. നിങ്ങൾ പാവപ്പെട്ടവരെ അന്വേഷിച്ച് പോയി കൊടുക്കരുത്. ഞങ്ങളുടെ കരത്തിൽ കൊടുക്കുക, ഞങ്ങളുടെ കയ്യിൽ തരിക. ഞങ്ങൾക്ക് തിരിയും യാർ ഏഴ യാർക്ക് കൊടുക്ക വേണ്ടും. അർഹരായ സാധുക്കൾ ആരെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്ത മാറ്റം. നിങ്ങളുടെ പേര് വെളിപ്പെടുത്തില്ല. വലം കൈ ചെയ്വത് ഇടം കൈക്ക് തിരിയലാകാം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അതിനകത്ത് ഊഴിയരുടെ കയ്യിൽ കൊടുക്ക വേണം. ആകയാൽ വേലക്കാരുടെ പക്കൽ ഞങ്ങൾ സാപ്പിടാമൽ ഇരിക്കുമ്പടിയാക ഞങ്ങൾ അത് ഭക്ഷിക്കാതിരിക്കണം. നിങ്ങൾ അത് എഴുത വേണം, അതിൽ എഴുതി തരണം. കവർ ഞാൻ അപ്പടിയേ മാറ്റി മാറ്റി വയ്പ്പ. ആ കവർ ഞങ്ങൾ മാറ്റി വയ്ക്കും. ഇതേപോലെ വിസിറ്റിംഗ് പോകുന്ന വേളയിൽ, ഇതുപോലെ വിസിറ്റിംഗ് പോകുമ്പോൾ തെരിയും യാർ ഏഴ് ആരാണ് പാവപ്പെട്ടവരെന്നറിയാം. ഞങ്ങൾ കൊടുത്തു, അവർക്ക് കൊടുത്ത് സഹായിക്കും. അവരുടെ പിള്ളകൾക്കും പഠിക്ക വേണ്ടാമോ? അവരുടെ മക്കളും പഠിക്കണ്ടേ? അവരുടെ പിള്ളകളും തുണി വാങ്ങാൻ വേണ്ട? അവരുടെ കുഞ്ഞുങ്ങൾ നന്നായി ഉടുക്കണ്ടേ? അവരുടെ പിള്ളകൾക്കും ഷൂ വേണ്ടാം? അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഷൂ വേണ്ടേ? അവരുടെ പിള്ളകൾക്കും ഫീസ് കട്ട വേണ്ടാം? അവരുടെ കുഞ്ഞുങ്ങൾ ഫീസ് അടയ്ക്കണ്ടേ? നിങ്ങളുടെ പിള്ളകൾക്ക് നിങ്ങൾ ഫീസ് കൊടുത്തീങ്ക, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഫീസ് കൊടുക്കും. പക്കത്തിലുള്ള ഏഴയുടെ ഒരു പിള്ളയ്ക്ക് ഫീസ് കൊടുക്ക നിങ്ങൾക്ക് മനമുണ്ടായി. അയൽവാസിയായ സാധുവിന്റെ കുഞ്ഞിന് നിങ്ങൾ ഫീസ് കൊടുക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിന് മഹത്വം. അതിൽ നാം മികവും ജാഗ്രതയായിരിക്കും, അതിൽ ശ്രദ്ധ പുലർത്തുക. അമേരിക്കാവിൽ ഒരു പെരിയ മനുഷ്യൻ, അമേരിക്കയിലെ ഒരു വലിയ വ്യക്തി, ഇപ്പൊ ഞാൻ പേര് മറന്നുവിട്ടു, പേര് ഞാൻ മറന്നു. ഏസിയപ്പച്ചൻ തന്നുடைய പ്രസംഗത്തിൽ അത് ചൊല്ലിയിരിക്കാർ. ഏസിയപ്പച്ചൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു മകൻ താൻ പിൻകാലത്തിൽ വൈസ് പ്രസിഡന്റ് ആക വന്നതാണ് യുഎസ്എയിലെ വൈസ് പ്രസിഡന്റ്. തന്റെ മകൻ പിൽക്കാലത്ത് യുഎസിൽ വൈസ് പ്രസിഡന്റ് ആയി വന്ന അവർക്ക്
ഭയങ്കര സ്വത്ത്, തനിക്ക് ധാരാളം സ്വത്ത്, കോടീശ്വരൻ. കോടീശ്വരൻ. അന ശരീരത്തിലെ കുഷ്ഠം, ശരീരത്തിൽ കുഷ്ഠം, 40 വയസ്സ് കണ്ടു, 40 വയസ്സ്, ഒരേ ഒരു പയ്യൻ, ഒറ്റ മകൻ. അന കുഷ്ഠം, കുഷ്ഠമാണ്. അവർ പല മരുന്ന് പാവിത്ത, പല മരുന്നുകൾ ഉപയോഗിച്ചു, ഒന്നും മാറവില്ല, മാറിയില്ല. അപ്പൊ എന്നടാ ഇപ്പടി വന്നിരിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചത് എന്താ? വെളിയെ சொல்ல முடியாது, പുറത്ത് പറയാനൊക്കില്ല. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരൻ, ഒരു വലിയ കോടീശ്വരനാണ്. എന്നാ വിഷയം? കാര്യം എന്താ? അവർ ഉടനെ ബൈബിൾ എടുത്ത, ഉടനെ ബൈബിൾ എടുത്തു, പഠിത്ത, വായിച്ചു. ഉടനെ 41 സംഗീതം സംഗീതം 41 കടച്ചത്, 41 സങ്കീർത്തനം കിട്ടി. അതവർ നിർത്തി നിദാനമാക പഠിത്ത, താൻ വളരെ സാവധാനത്തിൽ വായിച്ചു. 42 ഇല്ല, 41 സങ്കീർത്തനം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവനെ, ദരിദ്രനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവനക്ക് 6 ആശീർവാദങ്ങൾ, അവന് 6 അനുഗ്രഹം. ഒന്ന്, അനർത്ഥ ദിവസത്തിൽ അവനെ കാപ്പാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അനർത്ഥ ദിവസം അവന്റെ ഇക്കട്ട് നേരത്തിൽ അവനെ വിടുവിപ്പാൻ. അടുത്ത, യഹോവ അവനെ കാത്ത്. രണ്ടാമത്, യഹോവ അവനെ താങ്ങും, ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവൻ ഭൂമിയിൽ ഐശ്വര്യമുള്ളവനായിരിക്കാൻ. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ അവനുടെ ശത്രുക്കളുടെ ചിത്തത്തിക്ക് അവന് വിട്ടുകൊടുക്കും. മന്ത്രവാദം ഇന്ദ്രവാദം ഒന്നും അവനക്ക് വരാതെ, അവന്റെ ശത്രുക്കളുടെ ചിത്തത്തിക്ക് അവനേക്ക് ഇടം കൊടുക്ക മാട്ടാം. മന്ത്രവാദം അവന് ഫലിക്കയില്ല, ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, അവന്റെ വ്യാധിയിൽ അവനെ കാപ്പാൻ. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം വ്യാധിയെ ഗുണമാക്കുവാൻ. ദേവനകമായി തമിഴ് പഠിക്ക சீக்கிரம். சிறுமைப்பட்டவன் மேல் சிந்தையுள்ளவன் பாக்கியவான், தீங்கு நாளில் கர்த்தர் அவனை விடுவிப்பார். தீங்கு நாளில் கர்த்தர் அவனை விடுவிப்பார். கர்த்தர் அவனை பாதுகாத்து, கர்த்தர் அவனை காத்து, அவனை உயிரோடே வைப்பார். അവനെ ഉയിരോടെ വെപ്പാർ. ആക്സിഡന്റ് ചത്തു പോകാം, ആക്സിഡന്റിലൊന്നും ചത്തുപോകില്ല, ഉയിരോടെ വെപ്പാർ, ജീവനോടെ വലിക്കും. അടുത്ത, பூமியில் அவன் பாக்கியவானாயிருப்பான், ഭാഗ്യവാനായിരുന്ന് அவன் சத்துருக்களின் இஷ்டத்திற்கு நீர் அவனை ஒப்புக்கொடீர். ഇഷ്ടத்துக்கு അവനെ വിട്ടുകൊടുക്ക മാട്ടാൻ. படுக்கையின் மேல் வியாதியாய் கிடக்கிற அவனை கர்த்தர் தாங்குவார். அவனுடைய வியாதியிலே அவன் படுக்கை முழுவதையும் மாற்றி போடுவீர். പടുക്കை മുഴുവതും മാറ്റി പോടുവാൻ. ഈ വചനത്തെ അവർ പഠിത്ത, ഈ വചനം താൻ വായിച്ചു. ഉടനെ തന്റെ സ്വത്തെ കൊഞ്ചം കൊഞ്ചമാക വിൽക്ക ആരംഭിച്ചു. ഉടനെ സ്വത്ത് വിൽക്കാൻ തുടങ്ങി. വിറ്റ് 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 ഏഴകൾക്ക് കൊടുത്ത, വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. ഏഴകൾക്ക് കൊടുക്ക 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 തന്റെ ശരീരത്തിലെ വ്യാധി മാറുന്നു. ദരിദ്രർക്ക് കൊടുക്കും തോറും ശരീരത്തിലെ രോഗങ്ങൾ മാറി. இந்த മാത്തുക്കുട്ടിയുടെ அந்த കാസറ്റിൽ CD-യിലെ നമ്പർ 1 ഏസിയപ്പച്ചന്റെ ഒരു CD ഉണ്ട്, അത് വാങ്ങി നിങ്ങൾ കേളുക. മാത്തുക്കുട്ടി ഇറക്കിയിരിക്കുന്നതായ CD ആൽബത്തിലെ 1ാമത്തെ CD-യിൽ ഏസിയപ്പച്ചന്റെ പ്രസംഗത്തിൽ അതുണ്ട്. അതിൽ ഏതോ ഒരു പ്രസംഗത്തിൽ ഇതുണ്ട്, ഏതോ ഒരു പ്രസംഗത്തിൽ ഈ സംഭവമുണ്ട്. കേട്ട് പാരുക, നിങ്ങൾ വേണമെങ്കിൽ കേട്ടു നോക്കാം. പേരും കാര്യങ്ങളെല്ലാം சொல்லுகிறார், പേര് വിശദാംശങ്ങൾ താൻ പറയുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഏഴകൾക്ക് ഇറങ്ങിനാൽ ദേവൻ ഉന്നെ പാതുകാപ്പാൻ. നീ എളിയവരെ ആദരിച്ചാൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. ദൈവത്തിന് മഹത്വം. നമ്മെ വെളിപ്പെടുത്തി നാം പെരിയ മനുഷ്യനാക നമ്മെ വെളിപ്പെടുത്തവേ കൂടാതെ, നാം നമ്മെ തന്നെ വലിയ ആളുകളായി വെളിപ്പെടുത്തരുത്. നമ്മുടെ വസതിക്ക് ഏറ്റപ്പടി, നമ്മുടെ കാര്യത്തിക്ക് ഏറ്റപ്പടി നാം ഒരു വീട് കെട്ടലാം, കാർ വാങ്ങലാം, എല്ലാം ചെയ്യലാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീട് പണിയാം, കാർ വാങ്ങാം. നമ്മുടെ പെരുമയ്ക്കാക നാം ഒന്നും ചെയ്യലാകാം. നമ്മുടെ പൊങ്ങച്ചത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. അപ്പോ അതേപോലെ നഗയിനാല്, വിലയേറപ്പെട്ട വസ്ത്രങ്ങളിനാല് പെരുമയുണ്ടാകും. വിലയേറിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങളാൽ അഹങ്കാരം ഉണ്ടാകും. ഒരു കാലത്തിൽ എനിക്ക് സംഭവിച്ചത്, ഒരു കാലത്ത് എനിക്കും ഇത് സംഭവിച്ചു. ഞാന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ, 7ിലോ 8ിലോ പഠിക്കുമ്പോൾ, അപ്പൊ മദ്രാസ് എന്ന് കേട്ടാ എന്നമോ പെരിയ ഒരു ഊർതാ നനച്ച്. മദ്രാസ് എന്ന് കേട്ടാൽ ഏതോ ഒരു വലിയ പട്ടണം. അങ്ങേരുന്ന ഒരു ഷർട്ട് കൊണ്ടുവന്നു. എന്റെ അമ്മാച്ചൻ അവിടുന്ന് ഒരു ഷർട്ട് കൊണ്ടുവന്നു. ഷർട്ടിന്റെ വില 1 രൂപ. ഷർട്ടിന് 1 രൂപ വിലയുള്ളൂ. இந்த റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ ഷർട്ട്, റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാ. നല്ല കളർ, നല്ല കളർ, നല്ല കളർ, നല്ല കളറാണ്. പല 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 കളർ, പല പല കളറുകൾ. ഞാൻ പോട്ട് സ്കൂളിലേക്ക് പോന്നെ, അതിട്ടോണ്ട് സ്കൂളിൽ പോയി. എന്തൊരു ഉടുപ്പാ! മദ്രാസ് മദ്രാസ് തൊടല്ലേ, മദ്രാസാ. പിന്നെ തൊടുവാ, പിന്നെ തൊടും. എങ്ങനെ വാങ്ങിനെ? എവിടെ വാങ്ങി? തൊടാതറ, ഇത് മദ്രാസ്. തൊട്ടുപോകരുത്, മദ്രാസിലെയാ. മദ്രാസ് 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 ചൊല്ലി എനിക്കൊരു പെരുമ വന്നു. മദ്രാസ് എന്ന് പറഞ്ഞ് വലിയ ഗമയും പൊങ്ങച്ചും ഒക്കെ വന്നു. 1 രൂപയുടെ ഷർട്ട് താ, 1 രൂപയുടെ ഷർട്ട്.
അവനക്ക് ഇല്ലാത്ത ഷർട്ടാണപടിയാല് അവനില്ലാത്തത് കൊണ്ട് ഒരു പെരുമ വലിയൊരു പൊങ്ങച്ചം ഗർഭം പോലെ ഇതുപോലെ നഗയെല്ലാം പോട്ട് അലങ്കരിച്ച് ഈ ആഭരണമിട്ട് അലങ്കരിച്ച് നല്ല വിലയേറപ്പെട്ട വസ്ത്രങ്ങളെല്ലാം പോട്ട് വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തെരിയാമൽ പെരുമ വരും. നീ അറിയാതെ നികളം വരും. വാർത്തകൾ മാറും, വാക്കുകൾ മാറും, പാർവ മാറി, നോട്ടത്തിന്റെ രീതി മാറും, ജീവിതം മാറി, ജീവിതം മാറും. നീ പിറകെ എങ്കയോ പോയി നിൽപ്പാൻ, എവിടെയോ പോയി നിൽപ്പാൻ. നമ്മൾ ആണ്ടവർ சொன்னார், ആകയാൽ നമ്മുടെ ഉലകமான കാര്യങ്ങളിനാൽ ഉങ്ങളെ അലങ്കാരം പണ്ണാമൽ, ഈ ലോക കാര്യങ്ങളാൽ നിങ്ങളെ അലങ്കരിക്കാതെ ഞാൻ നിങ്ങൾക്ക് ഒരു നഗയെ തരികറേൻ, ഞാൻ നിനക്ക് ഒരു ആഭരണം തരാം, നഗയെ പോട്ട് ധരിത്തുകൊൾ, ആ ആഭരണം അണിയുക. ഇതാണ് പേതുരു சொல்லுகிற സത്യം. ഇതാണ് പത്രോസ് പറയുന്ന മണവാട്ടി നഗയിനാൽ തന്നെ അലങ്കരിക്ക വേണ്ടും. മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കണം. ആവിക്കുറിയ നഗ ഏതെ വെളിപ്പെടുത്തുന്നത്? ആത്മീകമായ ആഭരണം ഏതാണ്? നഗ എന്നത് വരങ്ങളെ വെളിപ്പെടുത്തുகிறது. ആഭരണം വരങ്ങളെ കാണിക്കുന്നു. നഗ എന്നത് ആഭരണം എന്നത് വരങ്ങളെ വെളിപ്പെടുത്തുന്നു. ഈ ആഭരണങ്ങൾ എന്നത് കൃപാവരങ്ങളെ കാണിക്കുന്നു. ദൈവത്തിന് മഹത്വം. നമുക്കൊരു പാട്ടുണ്ട്, ഒരു പാട്ട് നമുക്കുണ്ട്. ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന ദേവാലയമേ എன்ற ഒരു മലയാളം പാട്ടുണ്ട്. ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന ദൈവാലയമേ. മൂന്നാം ചരണത്തിൽ ഇതേ ഉപദേശത്തെ പാട്ടാകെ അവർ പാടിയിരിക്കുന്നു. ഇതേ ഉപദേശം പാട്ടായി പാടിയിരിക്കുന്നു. പാടുവാമോ? ഒന്ന് പാടാമോ? ആത്മവരങ്ങളിനാൽ തന്നെ അലങ്കൃതമാക്കി ആലയമേറ്റം അലങ്കൃതമായി, ആലയമേറ്റം അലങ്കൃതമായി അഭികാമ്യമാവാനായി നമ്മെ ആത്മവരങ്ങളിനാല് പ്രിയൻ അലങ്കരിക്കുന്നു. ആത്മവരങ്ങളിനാൽ ആവിക്കുറിയ വരങ്ങളിനാല് ദേവൻ നമ്മെ അലങ്കരിക്കണം. ആത്മവരങ്ങളാൽ ദൈവം നമ്മെ അലങ്കരിക്കുന്നു. പാട്ട് ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന ദേവാലയമേ എന്റെ പാട്ടിലെ തെളിവ്. ആ പാട്ടിൽ ഇത് തെളിവുണ്ട്. അപ്പൊ ആവിക്കുറിയ വരങ്ങൾ താൻ അന്ത അലങ്കാരം. ആത്മവരങ്ങളാകുന്നു ആ അലങ്കാരം. അന്ത ആഭരണം നഗ എന്നത്. ആ ആഭരണം എന്നത് ഇതൊക്കെ ചില നിഴലുകളുണ്ട്. ഇതിന് ചില നിഴലുകൾ, പ്രതീകങ്ങൾ. പാടുവാം, അതുകൊണ്ട് പാടുക. പാട്ടൊന്ന് പാടാം. എല്ലാരും കൈത്തട്ടി പാടുക. എല്ലാവരും പാടുക. പാട്ടുകാരൻ ആലയമേറ്റം അലങ്കൃതമായി അഭികാമ്യമതാവാനായി നമ്മെ ആത്മവരങ്ങളിനാൽ പ്രിയൻ അലങ്കരിക്കുന്നു. ആലയമേറ്റം അലങ്കൃതമായി അഭികാമ്യമാവാനായി ആത്മവരങ്ങളാൽ പ്രിയം നമ്മെ അലങ്കരിക്കുന്നു. നഗ എൻപത് വരങ്ങളെ വെളിപ്പെടുത്തും. ആഭരണം അലങ്കാരത്തെ കാണിക്കും, വരങ്ങളെ കാണിക്കുന്നു. ചില തെളിവുകളുണ്ട്. പഴയ നിയമത്തിൽ ചില തെളിവുകളുണ്ട്. മുതലാമത് യോസേപ്പെ പാർപ്പോ. ഒന്നാമത് യോസഫിനെ നോക്കിയാൽ ദൈവത്തിന് മഹത്വം. അവൻ എന്റെ രാജാവുക്ക് മുന്നാലെ, എഗിപ്ത് ദേശത്തിലെ രാജാവുക്ക് മുന്നാലെ, മിസ്രയീം രാജാവിന്റെ മുൻപിൽ, മുതലാമത് ഏലിയാസറെ റിബേക്കാൾക്ക് അവർ നഗയെല്ലാം കൊടുത്തതാക നാം വാസിக்கிறோம். ഒന്നാമത് എലിയേസർ റിബേക്കയ്ക്ക് ആഭരണങ്ങൾ കൊടുത്തതായി കാണുന്നു. ആദിയാഗമം 24-ാം അധികാരം 44-ാം വചനം പഠിക്കുന്നത് പകുതി. എത്രാം വചനം? 22, 24, 22. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്തു അവളോട്. റിബേക്കാൾക്ക് ചില നഗകളെ പോടുക. എലിയേസർ റിബേക്കയ്ക്ക് ചില ആഭരണങ്ങൾ നൽകി. ഇതിന്റെ ആത്മിക അർത്ഥം നമുക്ക് தெரியும். ഇതിന്റെ ആത്മിക അർത്ഥം നമുക്കറിയാം.
ഇസാക്ക് വന്ന് യേശു ക്രിസ്തുവുക്ക് നിഴൽ, ഇസഹാക്ക് യേശുവിന് പ്രതീകമാകുന്നു, റിബേക്കാൾ സഭയ്ക്ക് നിഴൽ, റിബേക്ക സഭയെ പ്രതിനിധാനം എലിയാസാർ ചെയ്യുന്നു, പരിശുദ്ധാവിക്ക് നിഴൽ, എലിയേസർ പരിശുദ്ധാത്മാവിന് അബ്രഹാം നിഴൽ, പിതാവായ ദേവനുക്ക് നിഴൽ. അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴൽ, ദേവനുക്ക് മഹിമ. ദൈവത്തിന് അപ്പൊ മഹത്വം. ഏലിയാസറാണ് പരിശുദ്ധാവിയാനവർ, എലിയേസറാകുന്ന പരിശുദ്ധാത്മാവ് റിബേക്കാൾക്ക് റിബേക്കയ്ക്ക് ചില നഗകളെ പോട്ട, ചില ആഭരണങ്ങൾ അണിയിച്ചു. പരിശുദ്ധാവിയാനവർ സഭയ്ക്ക് പരിശുദ്ധ- ചില നഗയാകിയ വരങ്ങൾ തരിക. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ആഭരണങ്ങളാകുന്ന വരങ്ങൾ നൽകുന്നു. രണ്ടാമത് എഗിപ്ത് ദേശത്തിൽ യോസേപ്പിനുടെ പകുതിയെ പഠിക്കുമ്പോൾ മിസ്രൈമിലെ യോസേഫിന്റെ ഭാഗം നോക്കുമ്പോൾ அந்த எகிப்து பார்வோன் என்ன செய்கிறான்? മിസ്രൈമിലെ ഫറവോൻ യോസേപ്പ് அந்த സ്വപ്നങ്ങളെല്ലാം சொன்னபடியினால் യോസേഫ് സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ അവന്റെ മോതിരത്തെ എടുത്ത് അവന്റെ കൈവിരലിൽ പോട്ട് മോതിരമെടുത്ത് അവന്റെ കൈവിരലിൽ അണിയിച്ചു. ഒരു ചെയിൻ പോട്ട് വിട്ടാർ. അവന് സ്വർണ്ണ സരപ്പളി അണിയിച്ചു. ദൈവത്തിന് മഹത്വം. അതും വരത്തെ കാണിക്കുന്നു. യോസേപ്പും ദേവസഭയ്ക്ക് നിഴൽ. യോസേഫ് ദൈവസഭയ്ക്ക് നിഴൽ. വേദത്തിൽ പലയിടങ്ങളിൽ നാം വാസിக்கலாம். ഇങ്ങനെ ബൈബിളിൽ പലയിടങ്ങളിൽ വായിക്കാം. ആനപടിയാൽ പഴയ ഏർപ്പാട്ടിൽ കാണപ്പെടുகிறதான നഗை ആഭരണം என்பது പുതിയ ഏർപ്പാട്ടിൽ വരങ്ങളെ വെളിപ്പെടുത്തുகிறது. പഴയ നിയമത്തിലെ ആഭരണം പുതിയ നിയമത്തിൽ വരങ്ങളെ കാണിക്കുന്നു. എഴുത്തിൻപടി നാം നഗയെ പോട്ട് ആഭരണം പോട്ട് അഴകു പാർത്ത് നടക്ക വേണ്ടി ആവശ്യമില്ല. അത് ദേവരുടെ പാർവയിൽ തപ്പ്. അക്ഷരീകമായ ആഭരണങ്ങൾ അണിഞ്ഞ് സൗന്ദര്യം നോക്കി നാം നടന്നാൽ ദൈവദൃഷ്ടിയിൽ ഒരു തെറ്റാകുന്നു. ആഭരണം പോട്ടാൽ നമുക്ക് ഉണ്മയാക പെരുമയുണ്ടാകും. ആഭരണം അണിഞ്ഞാൽ നമ്മിൽ നിഗളമുണ്ടാകും. 2 രൂപ 1 രൂപയുടെ വസ്ത്രം ധരിച്ച് എനക്കേ പെരുമ വന്നത്. 1 രൂപയുടെ ഉടുപ്പിട്ടപ്പോൾ എനിക്ക് തന്നെ ഈ നിഗളം വന്നു. അവൻ തൊടാതറാ മദ്രാസ് തൊടല്ലേടാ, ഇത് മെഡ്രാസിലെയാ. എത്ര നാൾ കഴുകാമ വെച്ചം തിരിയും. എത്ര ദിവസം അലക്കാതെ വെച്ചാൽ അതിന് ഇതെല്ലാം പോയിടും. അലക്കാലാ നിറവും മണവും ഒക്കെ പോകും. അവളവും പെരുമ. അത്രയും നിഗളം. ഒരു നഗയെല്ലാം വന്നാൽ ഒരാഭരണം ഇട്ടാലോ ദൈവത്തിന് മഹത്വം. അപ്പടിപ്പെട്ട പെരുമ വരാതെ പഠിക്കാൻ, അങ്ങനെയുള്ള നിഗളം വരാതിരിക്കുവാൻ, എളിമയിലും ജീവിക്കുമ്പടി, താഴ്മയിലും ലാളിത്യത്തിലും ജീവിക്കുവാൻ എഴുത്തിൻപടിയുള്ള വിവിധമായ നഗകൾ ആഭരണങ്ങളെ നാം കളഞ്ഞു പോടുക. നാം അക്ഷരീകമായ ആഭരണങ്ങൾ ഊരിക്കളയുന്നു. വിലയേറപ്പെട്ട വസ്ത്രങ്ങളെയും നാമേ ധരിച്ചു കൊള്ളുവതില്ല. വില കൂടിയ വസ്ത്രങ്ങളും അണിയാറില്ല. കല്യാണത്തിന് നാം വിലയേറപ്പെട്ട വസ്ത്രങ്ങൾ ധരിപ്പതില്ല. കല്യാണത്തിന് വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. എൻഗേജ്മെന്റ് നടക്കുമ്പോൾ നിങ്ങളും ഉങ്ങളുടെ മകളെ സാധാരണ വസ്ത്രത്തിനാല് അവളെ ധരിച്ചു കൊണ്ടുവര വേണ്ടും. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ മകൾക്ക് സാധാരണമായ വസ്ത്രം പോക പോക പുറജാതികളെ പോലെ, രക്ഷിക്കപ്പെടാത്തവനെ പോലെ ഭയങ്കരமான വസ്ത്രങ്ങൾ സാരിയെ ഉടുക്கிறார்கள். ദേവരുടെ പാർവയിൽ അത് തപ്പ്. പാർത്ത് പാർത്ത് വേദനപ്പെടുകയും. കാലം പോകുന്തോറും പുറജാതികളെ പോലെ, രക്ഷിക്കപ്പെടാത്ത ലോകമനുഷ്യരെ പോലെ വസ്ത്രങ്ങൾ അണിയുന്നു. ദൈവദൃഷ്ടിയിൽ തെറ്റാണ് ഞങ്ങൾ കാണുമ്പോൾ വളരെ വിഷമിക്കുന്നു. അപ്പടിപ്പെട്ടവരുടെ റിസപ്ഷനൊക്കെ ഞങ്ങൾ പോക മാട്ടോം. അങ്ങനെയുള്ളവരുടെ റിസപ്ഷന് ഞങ്ങൾ പോകാറില്ല. കൂറിയ റിസപ്ഷൻ അല്ലേ, അത് ഞങ്ങൾക്കുള്ള റിസപ്ഷൻ അല്ല. ഞങ്ങൾ വന്ന് പങ്കെടുക്കக்கூடிய റിസപ്ഷൻ അല്ല. ഞങ്ങൾ പങ്കെടുക്കാൻ യോഗ്യമായതല്ല. വസ്ത്രം, ലളിത വസ്ത്രം. അതേ നേരത്തിൽ യോഗ്യമായ വസ്ത്രങ്ങൾ ഉണ്ട്. അതേസമയം യോഗ്യമായ ദേവജനമേ, இந்த സത്യத்துக்கு നിങ്ങൾ എങ്ങളോട് ദേവനോട് നിങ്ങൾ അനുകൂലിക്ക വേണ്ടും. പ്രിയ ദൈവജനമേ, ഈ സത്യത്തിന് ഞങ്ങളോടും ദൈവത്തോടും അനുകൂലിച്ച് സഹകരിക്കുക. അழைക്കപ്പെട്ടവർ നാം മണവാട്ടിയാകുവാൻ ഭൂമിയിൽ പോരാട്ടമുണ്ട്. ഈ ഭൂമിയിൽ പോരാട്ടമുണ്ട്. രക്ഷിക്കപ്പെടാത്തവൻ നമ്മെ പാർത്ത് അവൻ യേശുവാ. രക്ഷിക്കപ്പെടാത്തവർ നമ്മെ ശകാരിക്കും, നമ്മെ ചവിട്ടി താഴ്ത്തും, കാലിൽ മെതിക്കും. കണ്ണില്ലേ മൂക്കില്ലേ ചൊല്ലുവാൻ. കണ്ണും മൂക്കൊന്നും ഇല്ലേന്ന് ചോദിക്കും. എന്നാൽ അവനക്ക് ദേവസത്യത്തെ தெரியாது. അവന് ദൈവത്തിന്റെ സത്യം അറിഞ്ഞുകൂടാ, യോസന தெரியாது, ദൈവത്തിന്റെ ആലോചന അറിഞ്ഞുകൂടാ. இப்படிப்பட்ட എളിമயான ജീവിയെ ഞാൻ ചെയ്യുகிறேன். ഞാൻ എന്തിനിങ്ങനെ ഒരു ലളിത ജീവിതം നയിക്കുന്നു? അരുമயான ഗാന്ധിജിയെ പാരുങ്ങൾ. ഗാന്ധിജിയെ നോക്കുക. ഗാന്ധിജിയെ നമുക്ക് தெரியுமே. ഗാന്ധിജിയെ നമുക്കറിയാമല്ലോ. നാഷണൽ തന്ത, നമ്മുടെ രാഷ്ട്രപിതാവ്. അവർ എപ്പോഴും ജീവിച്ചു? താൻ എങ്ങനെ ജീവിച്ചു? അവർക്കെന്നെ വസതി ഇല്ല, തനിക്ക് സൗകര്യമില്ലാഞ്ഞിട്ടാണോ? അവർക്കെന്നെ പഠിപ്പില്ലാഞ്ഞിട്ടാണോ? അവർക്കെന്നെ അറിവില്ല, താൻ അറിവില്ലാഞ്ഞിട്ടാണോ? പോർബന്തറിൽ പോയി പാരുങ്ങൾ അവരുടെ വീടും കൊട്ടാരവും എല്ലാം. പോർബന്തറിൽ തന്റെ വീടും അരമനയും കൊട്ടാരവും ഒക്കെ ഞാൻ പാത്തിരിக்கிறேன், ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോ വസതി പിടിച്ച മനുഷ്യൻ, എത്ര സൗകര്യമുള്ള ഒരു മനുഷ്യൻ. കടസിയാക അവർ എന്നെ ചെയ്ത അവസാനം എന്ത് ചെയ്തു? ഒരു എളിമയാണ് ജീവിതത്തിൽ വന്ന, ഒരു ലളിത ജീവിതത്തിൽ വന്നു. നിങ്ങൾക്ക് தெரியும், നിങ്ങൾക്കറിയാമല്ലോ. സാധാരണ വസ്ത്രത്തെ പോട്ട്, ഒരു സാധാരണ വസ്ത്രം, കൈത്തറി വസ്ത്രത്തെ കൈത്തറി വസ്ത്രമെടുത്ത് അവർ ഇംഗ്ലണ്ടിലെ
பெரிய கான்ஃபரன்ஸ் ரவுண்ட் டேபிள் கான்ஃபரன்ஸில் போய் உட்கார்ந்தார். ഇംഗ്ലണ്ടിൽ ഒരു വട്ടമേശ സമ്മേളനത്തിന് പോയി. அதெல்லாம் உங்களுக்கு தெரியும். നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. அவர் சொன்னார் வஸ்திரம் உடுத்திட்டு வாங்க என்று. നല്ല വസ്ത്രം ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഗാന്ധിജി சொன்னார். ഗാന്ധിജി പറഞ്ഞു, വസ്ത്രത്തെ നീ பார்க்காத വന്ന വിഷയത്തെ പാര്. നീ വസ്ത്രം നോക്കേണ്ട, വന്ന കാര്യം നോക്ക്. എതുക്കാக കൂടി இருக்கிறோம்? എന്തിനു കൂടിയിരിക്കുന്നു? അത് പേസ്. അത് പറയുക. എന്റെ വസ്ത്രത്തെ பார்க்க വേണ്ട. നീ എന്റെ ഉടുപ്പ് നോക്കണ്ട. എന്റെ വസ്ത്രത്തെ നീ പാര്. നീ നിന്റെ വസ്ത്രം നോക്ക്. വന്ന വിഷയത്തെ പേസ്. വന്ന കാര്യം പറയൂ. എന്നാ ധൈര്യം. എത്ര ധൈര്യം. നിങ്ങളായിരുന്ന എന്നെ ചെയ്തിരുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ദേവനും വേണ്ട ദേവേന്ദ്രനും വേണ്ട ചൊല്ലി പോയിരിക്കും. ദൈവം വേണ്ട ദേവേന്ദ്രനും വേണ്ട. பாருங்க, ഗാന്ധിജിയെ നോക്ക്. அந்த ഗാന്ധിജിയുടെ വെളിപ്പെടുത്തലാവതും വേണ്ടാമാ? ഗാന്ധിജിക്കുള്ള വെളിപ്പാടെങ്കിലും വേണ്ടേ? വേണ്ടാമാ சொல்லுங்க. യേശുവിന്റെ വെളിപ്പെടുത്തൽ വിടുക. യേശുവിന്റെ വെളിപ്പാട് പോട്ട്. ഗാന്ധിജിയുടെ വെളിപ്പെടുത്തൽ വേണ്ടാമാ? അറ്റ്ലീസ്റ്റ് ഗാന്ധിജിയുടെ വെളിപ്പാടെങ്കിലും. കാമരാജരെ പാരുങ്ക. കാമരാജിനെ നോക്ക്. ഈ ഉലകത്തിലെ പല മനുഷ്യരെ പാരുങ്ക. ലോകത്തിൽ എത്രയോ നേതാക്കൾ. ദേവനുക്ക് മഹിമ. നമുക്ക് അരസിയല് அரசியல் பேசுவதல்ல, രാഷ്ട്രീയം പറയുകയല്ല. നാം ഇതെല്ലാം കാണണം. അവർ രാജ്യത്തുക്കാக ഇവളവും ത്യാഗികളാக ജീവിത്താൽ, അവർ രാജ്യത്തിനായി ഇത്രത്തോളം ത്യാഗികളായി എളിമயான ജീവിതം ചെയ്താൽ, ലളിത ജീവിതം ചെയ്താൽ, ലോക രാജ്യത്തുക്കാக യേശുവുക്കാக ഞാൻ എവ്വളവും എന്നെ എളിമയായി എളിമപ്പെടുത്തി ജീവിക്ക വേണ്ട. സ്വർഗരാജ്യത്തിനായി യേശുവിനായി ഞാൻ എത്രത്തോളം എളിമയോടെ ജീവിക്കണം. അരുമയാണ് ദേവജനമേ, എളിമയിൽ ജീവിതത്തിക്ക് വാരും. പ്രിയ ദൈവജനമേ, ലളിത ജീവിതത്തിലേക്ക് വരാം. പിച്ചക്കാരനാക ജീവിക്കണമെന്ന് അർത്ഥമല്ല, എന്ന് വെച്ച് ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കണമെന്നല്ല. ദൈവത്തിന് മഹത്വം. തകതിയാന വസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട്, യോഗ്യമായ വസ്ത്രം ധരിച്ച്, ഉലകത്തിലെ നഗകളെ നാം പോടാം, ലോകത്തിലെ ആഭരണങ്ങൾ അലങ്കാരമില്ലാതെ അലങ്കാരത്തിൽ കാണപ്പെടണം. ദൈവിക അലങ്കാരത്തിൽ കാണപ്പെടണം. ദൈവത്തിന് മഹത്വം. ഇനിയും വരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, വരങ്ങൾ നാലാക ദേവൻ പിരിച്ചിരിക്കുന്നു. ദൈവം വരങ്ങളെ നാലായി തരം തിരിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. മുതലാമത് വരം, ഒന്നാമത്തെ വരം ദേവനുடைய വരം, ദൈവത്തിന്റെ വരം. റോമർ 6:23 റോമർ 6:23 ദേവനുடைய വരം, ദൈവത്തിന്റെ വരം. ദേവനുடைய വരം என்பது നിത്യ ജീവൻ. ദൈവത്തിന്റെ വരമോ നിത്യജീവൻ. രണ്ടാമത് വരം, രണ്ടാമത്തേത് പരിശുദ്ധാവിൻ വരം, പരിശുദ്ധാത്മാവിന്റെ വരം. അപ്പോസ്തല നടപടികൾ 2:38 അപ്പോസ്തല പ്രവൃത്തി 8:38. അപ്പോസ്തല നടപടികൾ 10:46 അപ്പോസ്തല പ്രവൃത്തി 10:46. ഈ രണ്ട് വസനങ്ങളിൽ പരിശുദ്ധാവിയെ വരം എന്ന് അழைക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഒരു വരം എന്ന് വിളിക്കുന്നു. മൂന്നാമത് വരം, മൂന്നാമത്തെ വരം ആവിക്കുറിയ വരങ്ങൾ, ആത്മാവരങ്ങൾ. 1 കൊരിന്ത്യർ 12:8 10 വരെയുള്ള വസനങ്ങൾ. 1 കൊരിന്ത്യർ 12:8 മുതൽ 10 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യർ 12:8 വരെ. 1 കൊരിന്ത്യർ 12:8 മുതൽ 10 വരെ. 9 ആത്മാവിന്റെ വരങ്ങൾ 9. 9 വരങ്ങൾ ചൊല്ലക്കൂടിയവർ എത്ര പേർ കരങ്ങളെ ഉയർത്തി പാരുങ്ക. 9 വരങ്ങൾ പറയാൻ കഴിവുള്ളവർ കൈകൾ ഉയർത്തിയാട്ട്. ഒരാളുണ്ട്. ഞാൻ വെക്കപ്പെടാமல் இருக்கும்படிக்கு தேவன் ஒருவருடைய கரத்தை உயர்த்தினபடினால் நான் தேவனை ஸ்தோத்திரிக்கிறேன். നമ്മെ ലജ്ജിപ്പിക്കാതിരിക്കാൻ ഒരാളുടെ കൈയെങ്കിലും ദൈവം ഉയർത്തിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. വരങ്ങളെ പഠിയുங்கள். വരങ്ങൾ പഠിക്കുക. முதலாவது அறிவை உணர்த்தும் ஞான വരം, ഒന്നാമത് ജ്ഞാനത്തിന്റെ വചനം, രണ്ടാമത് അറിവെ ഉണർത്തും വസനം, മറ്റൊന്ന് പരിജ്ഞാനത്തിന്റെ വചനം, മൂന്നാമത് വിശ്വാസവരം, വിശ്വാസവരം, നാലാമത് അത്ഭുതം ചെയ്യും ശക്തി, വീര്യപ്രവൃത്തികൾ, അഞ്ചാമത് രോഗശാന്തിയുടെ വരം, സുഖമളിക്കും വരം, രോഗശാന്തിയുടെ വരം, അടുത്ത പല ഭാഷകൾ, വിവിധ ഭാഷകളിൽ വ്യാഖ്യാനം, ഭാഷകളുടെ വിവേചനം, ആത്മാക്കളുടെ വിവേചനം. 9 വരങ്ങൾ. ഇതാണ് 9 ആത്മവരങ്ങൾ. ഇനി നാലാമത് വരം, നാലാമത്തെ വരം ക്രിസ്തുവിൻ വരം, ക്രിസ്തുവിന്റെ വരം. എഫേസ്യർ 4:7 എഫേസ്യർ 4:7. ദൈവത്തിന് മഹത്വം. അതുതാണ് ക്രിസ്തുവിൻ വരം. അത് ക്രിസ്തുവിന്റെ ദാനമാകുന്ന വരം. ഒന്നൊന്നാക പഠിപ്പോ. ഇതോരോന്നായി പഠിക്കാം. വരം, ഒന്നാമത്തേത് വരങ്ങൾ 4 വിധത്തിൽ. വരങ്ങൾ 4 വിധത്തിൽ. റോമർ 6:23 പടി, റോമർ 6:23 ദേവനുடைய വരം, ദൈവത്തിന്റെ വരം. രണ്ടാമത് വരം, പരിശുദ്ധാവിൻ വരം, പരിശുദ്ധാത്മാവിന്റെ വരം. അന്യഭാഷ അടയാളത്തുടൻ പരിശുദ്ധാവിൻ അഭിഷേകം, അന്യഭാഷാ ഭാഷണത്തോടെ പരിശുദ്ധാത്മാഭിഷേകം. ദേവനുടെ പരിശുദ്ധാവിൻ വരം, അത് പരിശുദ്ധാത്മാവ് എന്ന വരം. മൂന്നാമത് വരം, മൂന്നാമത്തെ ആവിക്കുറിയ വരങ്ങൾ, ആത്മവരങ്ങൾ. 9 വരങ്ങൾ. 9
നാലാമത് വരം, നാലാമത്തേത് ക്രിസ്തുവിൻ വരം. ക്രിസ്തുവിന്റെ ദാനമാകുന്ന വരം. വരം എന്നത് 5 വിധ ഉദ്യോഗസ്ഥകൾ. ക്രിസ്തുവിന്റെ വരം എന്നത് 5 വിധ ഉദ്യോഗസ്ഥർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த வரங்களை நாம் பெற்றுக்கொள்ள வேண்டும். ഈ വരങ്ങൾ പ്രാപിക്കണം. இந்த வரங்களில் நாம் ஐக்கியப்பட வேண்டும். ഈ വരങ്ങളോട് കൂട്ടായ്മ പുലർത്തണം. இந்த வரங்களினாலே ഈ വരങ്ങളാൽ ആവിക്കുரிய ജീവിതം വളര முடியும். ആത്മീക ജീവിതം വളരാനാവും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த வரத்தில் குறைவில்லாதவராக நாம் காணப்பட வேண்டும். ഈ വരങ്ങളിൽ ഒന്നും കുറവില്ലാത്തവരായിരിക്കണം. കൊരിന്ത്യർ 1 അധികാരം 7 വചനത്തെ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:7 യാതൊരു വരത്തിലും കുറവില്ലാത്തവர்களாக യാതൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കാത്തിരിക്ക வேண்டும். നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. அப்படியே நீங்கள் யாதொரு வரத்திலும் குறைவில்லாதவர்களாய் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து வெளிப்படுவதற்கு காத்திருக்கிறீர்கள். യാതൊരു വരത്തിലും കുറവില്ലാത്തവர்களായി ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. വരത്തിൽ നീ കുറഞ്ഞു പോയാൽ, ഈ വരം കുറഞ്ഞു പോയാൽ നീ കൈവിടപ്പെടുവായി, നീ കൈവിടപ്പെടും. ദൈവത്തിന് മഹത്വം. വരത്താൽ നാം നമ്മുടെ സ്വഭാവങ്ങൾ മറുരൂപപ്പെട്ട് പരിശുദ്ധമായി ജീവിക്കാൻ മുടിയും. നമ്മുടെ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെട്ട് വിശുദ്ധമായി ജീവിക്കാനാവും. സഭയുടെ വെളിച്ചം. വരം എന്നത് സഭയുടെ വെളിച്ചം. ദൈവത്തിന് മഹത്വം. വെളിച്ചം ഇരുന്നാൽ നീ മുന്നാലെ ഉള്ളതാണ് ഇക്കട്ടുകളെ പാർത്ത് നീ നടക്കലാം. വെളിച്ചമുണ്ടെങ്കിൽ മുൻപിലെ ദുർഘടങ്ങളെ കണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ വാഴത്തോൽ കിടക്കലാം, ചിലപ്പോൾ പഴത്തൊലി കാണും. വെളിച്ചം ഇരുന്നാൽ അതെന്നെ മാറി പോകലാം. വെളിച്ചമുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനാവും. കുഴി ഇരിക്കും, ചിലപ്പോൾ കുഴി കാണും. നമ്മുടെ ഒരു വിശ്വാസിയും കൂടെ സ്കൂട്ടറിൽ പോകുന്ന വേളയില് ഒരു കുഴിയിൽ പോയി വീഴുന്ന് മനവി കീഴെ വീഴുന്ന് മണ്ട അടിച്ച് ഇറந்து വിട്ടാണ്. നമ്മുടെ ഒരു വിശ്വാസിയും സ്കൂട്ടറിൽ പോകുമ്പോൾ ഭാര്യ കുഴിയിൽ വീണ് താഴെ വീണ് മരിച്ചു. വ്യാഴാഴ്ച അടക്കാരാധനയാണ്. തിരുവഴിയിലെ നമ്മുടെ ഒരു അരുമയാണ് വിശ്വാസി കുടുംബം. തിരുവഴിയിലെ ഒരു നല്ല വിശ്വാസിയുടെ കുടുംബത്തിൽ അവർ എങ്കിയോ പോയി വീട്ടിലെങ്കിയോ പോയി പാർത്ത് വരുകിற വഴിയില് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ മഴ പെയ്തപ്പോ തണ്ണിയെല്ലാം റോഡിൽ കെട്ടി കടന്നു. മഴ പെയ്ത റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടി കിടന്നു. ചിന്ന കുഴിയോ കൊണ്ട് അവർക്ക് തിരിയവില്ല. കുഴി വലുതോ ചെറുതോ എന്നറിഞ്ഞില്ല. ആ കുഴിയിൽ പോയി വീണു. ആ കുഴിയിൽ ബൈക്ക് വീണു. ബാലൻസ് വിട്ടു. തന്റെ ബാലൻസ് പോയി. വണ്ടി കീഴെ വീഴുന്നത്. വണ്ടി ചരിഞ്ഞു. ഈ സഹോദരി വീഴുന്നത് മണ്ട പോയി അടിച്ചു. ഈ സഹോദരി വീണ് തല താഴെ ചെന്നടിച്ചു. ആശുപത്രി കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോറ വഴിയിലെ ഇറந்து വിട്ടു. വഴി മധ്യേ മരിച്ചു. നോക്കുക, കുഴിയിൽ വീഴ്ത്താ പോതും മരണോ. കുഴിയിൽ വീണാലും മരണം. വെളിച്ചം ഇരുന്നാൽ, വെളിച്ചമുണ്ടെങ്കിൽ തപ്പിക്കലാം, രക്ഷപ്പെടാം. അതൊക്കെ താൻ വരങ്ങൾ തന്നിരിക്കുന്നു. അതിന് വരങ്ങൾ തന്നിരിക്കുന്നു. വരങ്ങൾ ഒന്നിന്റെ പാതുകാപ്പുക്കായി, വരങ്ങൾ ഒന്ന് നിന്റെ സുരക്ഷയ്ക്കായി, രണ്ടാമത് ഉന്നുടെ വളർച്ചയ്ക്കായി, നിന്റെ വളർച്ചയ്ക്കായി, മൂന്നാമത് ഉന്നുடைய സ്ഥിരതയ്ക്കായി, മൂന്നാമത് നിന്റെ സ്ഥിരതയ്ക്കായി, നാലാമത് ഉന്നുടെ പൂർണ്ണതയ്ക്കായി, നാലാമത് നിന്റെ തികവിനായി. ഇനി ഒന്നൊന്നാകെ പഠിക്കുമ്പോൾ അത് നിങ്ങൾ വിളങ്ങിക്കൊള്ളலாம். ഓരോന്നായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ദൈവത്തിന് മഹത്വം. മുതലാമത്, ഒന്നാമത് ഉന്നുടെ പാതുകാപ്പുക്കാக കൊടുക്കപ്പെട്ട നിത്യജീവൻ, നിന്റെ സുരക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന നിത്യജീവൻ. റോമർ 6 അധികാരം 23 വചനത്തെ പഠിക്കുമ്പോൾ, റോമർ 6:23 പഠിക്കും. ദൈവത്തിന്റെ കൃപാവരമോ, ദേവനുடைய കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. നിത്യജീവൻ എന്നത് ദേവനുடைய വരം. നിത്യജീവൻ എന്നത് ദൈവത്തിന്റെ കൃപാവരം. നിത്യജീവൻ சொன்னால் അർത്ഥം என்ன? ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് ഒരു പെരിയ വിഷയം. ഇതൊരു വലിയ വിഷയമാണ്. ചുരുക്കமாக சொல்லி மீதியானது അടുത്ത നാളിൽ നാം പഠിപ്പോം. അത് ചുരുക്കി പറഞ്ഞ് ശേഷിക്കുന്നത് നാളെ പഠിക്കാം. ദൈവത്തിന് മഹത്വം. അവസരപ്പെട്ട് ഓടി ഓടി പഠിക്ക വേണ്ടിയ വിഷയങ്ങളല്ല, വളരെ ധൃതി കൂട്ടി പഠിക്കേണ്ട കാര്യങ്ങളല്ലോ ഇത്. നിർത്തി പഠിക്ക വേണ്ടി വളരെ സാവധാനത്തിൽ പഠിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഉതകും ആഹാരം. ഇത് നമ്മുടെ വളർച്ചയ്ക്ക് പര്യാപ്തമായ ആഹാരം. ഇത് ജീവിതത്തിലെ വെളിച്ചം. ഇതാണ് ജീവിതത്തിന് വളർച്ചയ്ക്കുറിയ കാര്യം. ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടതാകുന്നു ഇത്. നിത്യജീവൻ എന്നാൽ അർത്ഥം എന്നെ? നിത്യജീവൻ എന്നാൽ അർത്ഥം യോഹന്നാൻ 17 അധികാരം 3 വചനത്തെ പഠിക്കുമ്പോൾ, യോഹന്നാൻ 17:3 അതേ ഒരു അറിവ് എന്ന് നാം വാസിக்கிறோம். ഒരു പരിജ്ഞാനം, അറിവെന്ന് കാണുന്നു. മെയ്ദേവനാകിയ ഉമ്മയും നീർ അനുപ്പിന യേശുക്രിസ്തുവേയും അറിവത് നിത്യജീവൻ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നത് നിത്യജീവൻ. അതൊരു നിത്യജീവൻ എന്നത് ഒരു അറിവ്. നിത്യജീവൻ എന്നത് ഒരു അറിവാകുന്നു. എന്താ അറിവ്? ഏതറിവ്? ഉലകത്തിൽ പല അറിവുകളുണ്ട്. ലോകത്തിൽ വിവിധ അറിവുകളുണ്ട്. സയൻസിന് അറിവ്, പെരിയ അറിവ്. ശാസ്ത്രത്തിന്റെ അറിവെന്ന് വലുതാണ്. കമ്പ്യൂട്ടർ പെരിയ അറിവ്, ഒരു വലിയ അറിവാണ്. അതിശയமான അറിവ്, അത്ഭുതാവഹം.
யோசிக்கவே முடியாத காரியம், ചിന്തിക്കാൻ പോലും ഒക്കാത്തത്. அது உண்மைதான். ശരിയാണ്. ஆனால் அந்த அறிவு மரணம் வரைக்கும் தான். ആ അറിവ് മരണത്തോടെ തീരും. ஆனா இதே பார்க்கல மேலான ஒரு அறிவு உண்டு. ഇതിനേക്കാൾ ഉപരിയായ അറിവുണ്ട്. அதுதான் தேவ அறிவு. അത് ദൈവിക അറിവ്. നീതിമൊഴികൾ 9-ാം അധികാരം 10-ാം വചനത്തെ പഠിക്കുമ്പോൾ സദൃശവാക്യം 9:10 അതിൽ തമിഴിൽ താൻ തെളിവായി എഴുതപ്പെട്ടിരുന്നു. തമിഴിൽ കുറെ കൂടെ വ്യക്തമായിട്ടുണ്ട്. கர்த்தருக்கு பயப்படுதலே ஞானத்தின் ஆரம்பம், ആരംഭം பரிசுத்தரின் அறிவே அறிவு. പരിശുദ്ധരിൻ അറിവ് അറിവ്. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ് വിവേകമാകുന്നു. മലയാളത്തില് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. പറഞ്ഞേ, പരിശുദ്ധരിൻ അറിവ് അറിവ്. പരിശുദ്ധനെ കുറിച്ചുള്ള അറിവാകുന്നു അറിവ്. ദൈവത്തിന് മഹത്വം. ഉലകത്തിലെ അറിവ് അറിവാനാലും കൂടെ ലോകത്തിലെ അറിവ് ഒരു അറിവാണെങ്കിലും മരണം വരയ്ക്കും, അത് മരണം വരെയുള്ളൂ. ആ കുഴി വരയ്ക്കും, ആ കുഴി വരെ. അതുക്കപ്പുറം அந்த അറിവിനാൽ പ്രയോജനമില്ല. പിന്നീട് ആ അറിവ് കൊണ്ട് പ്രയോജനമില്ല. ജി.ഡി. നായിഡു ചൊല്ലി ഒരുവർ കോയമ്പത്തൂരിൽ ഇരുന്നാർ. ജി.ഡി. നായിഡു എന്നൊരു വ്യക്തി കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നു. അവരെ തെരിഞ്ഞവങ്ക കരങ്ങൾ ഉയർത്തുങ്ക. അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. എന്റെ ദൈവമേ, ഒരുത്തരും ഇല്ല. ആർക്കും അറിഞ്ഞൂടെ? ഒരാളുണ്ട്. ഓക്കെ, ദേവനക്ക് മഹിമ. എപ്പടി ഒരാളിരുന്ന് സപ്പോർട്ട് ഉണ്ട്. ഒരാളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ദേവനക്ക് മഹിമ. ജി.ഡി. നായിഡു നെഹ്റുവിൻ കാലത്തിൽ, നെഹ്റുവിന്റെ കാലത്ത് പച്ച തണ്ണീരെ ഊത്തി അംബാസിഡർ കാർ 80 കിലോമീറ്റർ ദൂരത്തിൽ ഓടിച്ച മനുഷ്യൻ. പച്ചവെള്ളം ഒഴിച്ച് അംബാസഡർ കാർ 80 കിലോമീറ്റർ ഓടിച്ച വ്യക്തിയാണ്. 1964 ആണ്ടിൽ 1964 ദേവനക്ക് മഹിമ അവർ ചെയ്ത് നെഹ്റുവെ ഉക്കാറ വെച്ച് 80 കിലോ അംബാസഡർ അന്ത കാലത്ത് 80 പോകാൻ എപ്പടി இருக்கும்? 80 കിലോമീറ്റർ വേഗത്തിൽ അവർ ഓട്ടി കാട്ടിനാർ. 80 കിലോമീറ്റർ സ്പീഡിൽ താനൊരു കാർ നിർമ്മിച്ച് ഓടിച്ച് കാണിച്ചു. പിക്കപ്പ് ഉണ്ട്, നല്ല വേഗமாக പോകலாம், സ്പീഡിൽ പോകും. இந்த വണ്ടി നമുക്ക് ചെയ്യലാം. ഈ വണ്ടി നമുക്ക് നിർമ്മിക്കാം. മക്കൾക്കും എല്ലാ ജനങ്ങൾക്കും. 64 ആണ്ടിലെ 64 ടാക്സ് ഇല്ലാமல் ഈ വണ്ടി കൊടുക്ക വേണ്ടും എന്ന് சொன்னார். ടാക്സ് ഇല്ലാതെ ഇത് കൊടുക്കണം, വിൽക്കണം. 2000 രൂപ അന്ത കാലത്തിൽ അത് ചെലവാകും. അന്ന് 2000 രൂപ. 2000 രൂപയ്ക്ക് വണ്ടി മക്കൾക്ക് കൊടുക്കണം. ആ 2000 രൂപയ്ക്ക് തന്നെ വേണം. ദേശത്തിൽ എല്ലാ മക്കളും വണ്ടി ഓടട്ടെ. ദേശത്തിൽ എല്ലാവരും വണ്ടി ഓടിക്കട്ടെ. അതൊക്കെ പെട്രോൾ വെറും പച്ച തണ്ണി, അതിന് ഇന്ധനം വെറും പച്ചവെള്ളം. ദൈവത്തിന് മഹത്വം. ഓട്ടി കാട്ടിനാർ, താൻ ഓടിച്ച് കാണിച്ചു. എന്നാൽ നെഹ്റു അത് ഒത്തുകൊള്ളവില്ല. നെഹ്റു സമ്മതിച്ചില്ല. അതുക്കപ്പുറം ഇന്ദിരാഗാന്ധി വന്ന, പിന്നീട് ഇന്ദിരാഗാന്ധി വന്നു. அந்த அம்மாவையும் காட்டினார், ആ വനിതയും കാണിച്ചു. அந்த அம்மாவும் சொன்னார், டாக்ஸ் இல்லாமல் வண்டி ஓட்டினா கவர்மெண்ட் கீழே போயிடுமே. ആ വനിത പറഞ്ഞു, ടാക്സ് ഇല്ലാതെ വണ്ടി വിറ്റാൽ ഗവൺമെന്റിന് നഷ്ടക്കച്ചവടമാകും. ടാക്സ് ഇല്ലാമ ഓട്ട മുടിയാതെ ഏതാவது ടാക്സ് കിട്ടും. ടാക്സ് ഇല്ലാതെ പറ്റത്തില്ല, ടാക്സ്. ഇന്ദിരാഗാന്ധിക്ക് മുന്നാലെ കാർ പെട്രോൾ വെച്ച് നെരുപ്പ് വയ്ത്താം. ഇന്ദിരാഗാന്ധിയുടെ മുൻപാകെ ആ കാർ താൻ நீங்க கோயம்புத்தூர் எஸ்டேட்டில் போய் பார்த்தா, കോയമ്പത്തൂരിലെ എസ്റ്റേറ്റിൽ പോയി നോക്കിയാൽ പരുത്തി ഉണ്ട്. പരുത്തി, ചുവപ്പ് തുണിക്ക് വേണ്ടിയ ചുവപ്പ് പരുത്തി, ചുവപ്പ് തുണിക്ക് വേണ്ടിയ മഞ്ഞൾ പരുത്തി, മഞ്ഞ നിറത്തിലുള്ള തുണിക്ക് വേണ്ടിയ കറുപ്പ് പരുത്തി, കറുത്ത പരുത്തി. എന്നെന്ന കളർ വേണമോ അതുക്കേറ്റ പരുത്തി ഇപ്പോഴും ഉണ്ട്. ഏത് കളർ വേണമോ അതിനുള്ളതായ പരുത്തി ഇപ്പോഴും ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു ബ്ലേഡ് പോതും മനുഷ്യന്റെ ആയുഷ്കാലം പൂരെ. ഒരു ബ്ലേഡ് മതി മനുഷ്യന്റെ ആയുഷ്കാലം. ഷേവ് ചെയ്യ ബ്ലേഡ് ഷാർപ്പായിട്ടേ ഇരിക്കും. ഷേവ് ചെയ്യും തോറും അതിന് മൂർച്ച കൂടും. വേറെ അവൻ ബ്ലേഡ് വാങ്ങ വേണ്ടി ആവശ്യമേ, വേറെ ബ്ലേഡ് വാങ്ങേണ്ട കാര്യമേ ഇല്ല. അനേക കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്നാൽ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ മുടിയവില്ല. ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. അവർ ഇറந்த വേളയിൽ താൻ മരിച്ചപ്പോൾ വെളിനാട്ടുകാർ അവരുടെ മൂളയെ വിലക്ക് കേട്ട, വിദേശികൾ തന്റെ തലച്ചോറ് വിലക്ക് ചോദിച്ചു. ഉള്ള ഇരിക്കുന്നത് അതിനകത്ത് എന്തോ ആരാய்ச்சி பண்ணி பார்ப்போம், ഗവേഷണം ചെയ്ത് നോക്കാം. അതും വിട്ടുകൊടുക്കവില്ല, അതും വിട്ടുകൊടുത്തില്ല. ഇപ്പിടിപ്പെട്ടതാണ് പെരിയ അറിവാളികൾ നമ്മുടെ ദേശത്തിലുണ്ട്. ഇങ്ങനെയുള്ളതായ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ ദേശത്തുണ്ട്. ഇപ്പൊ ജൗളി പകുതിയിൽ അറിവാളിയാൻ ഒരു മന്ത്രി വന്നതിനാൽ ഇன்றைக்கு ജൗളിയിൽ വരുമാനം കൂടി വിട്ടത്. ടെക്സ്റ്റൈൽ രംഗത്ത് പരിചയസമ്പന്നനായ ഒരു മന്ത്രി വന്നതുകൊണ്ട് ടെക്സ്റ്റൈൽ വരുമാനം വർദ്ധിച്ചു. ദൈവത്തിന് മഹത്വം. മുൻപ് இந்த ടെലികമ്മ്യൂണിക്കേഷൻ അറിവാളിயான മന്ത്രി ഇരുന്നതിനാല് ടെലികമ്മ്യൂണിക്കേഷൻ വളർന്നു വിട്ടത്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രഗത്ഭനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നതുകൊണ്ട് അത് നല്ല വികസനം പ്രാപിച്ചു. അറിവാളിயான മന്ത്രികൾ ഉണ്ട്, അറിവുള്ള മന്ത്രിമാരുണ്ട്, അറിവുള്ള മനുഷ്യരുണ്ട്, അറിവുള്ള മനുഷ്യരുണ്ട്. അപ്പൊ ഈ അറിവ് ഒരു മേന്മയാണ് അറിവ് താൻ. ഇതൊരു നല്ല ശ്രേഷ്ഠമായ അറിവാണ്. ഇപ്പൊ ജി.ഡി. നായിഡുടെ അറിവ് അവരുടെ മരണത്തോടെ ശരിയായി പോച്ചു. ജി.ഡി. നായിഡുടെ അറിവ് തന്റെ മരണത്തോടെ തീർന്നു. അവർ കണ്ടുപിടിച്ചതെല്ലാം അവരുടെ മ്യൂസിയത്തിൽ വെച്ചിരിക്കണം. കണ്ടുപിടിച്ചതൊക്കെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അന്ത ഒരു കാറ് നിങ്ങൾ അങ്ങ് പോയി പാർക്കലാം. അതിലൊരു കാർ അവിടെ കാണാം. അവർ കണ്ടുപിടിച്ചതെല്ലാം തന്റെ മ്യൂസിയത്തിലുണ്ട്. കണ്ടുപിടിച്ചതെല്ലാം മ്യൂസിയത്തിലുണ്ട്. ദൈവനക്ക് അവളവും അറിവാളികളുണ്ട്, അത്രയും അറിവുള്ളവരുണ്ട്. അറിവെല്ലാം മരണം വരെ, അറിവ് മരണം വരെ, ദേവ അറിവ് മരണം വരെ
വരയ്ക്കും ദൈവത്തിന്റെ അറിവ് മരണം വരെയല്ല. ദേവൻ നിത്യമായി ഇരിക്കുന്നത് പോലെ ദൈവം നിത്യനായിരിക്കുന്നത് പോലെ അറിവും നിത്യം താൻ. അവന്റെ അറിവും നിത്യമായത്. നിത്യനിത്യமாக இந்த அறிவு காணப்பட வேண்டும். ഈ അറിവ് നിത്യനിത്യമായി കാണപ്പെടണം. നാം ഭൂമിയിൽ இந்த അറിവിൽ വളരുகிறோம். നാം ഭൂമിയിൽ ഈ അറിവിൽ വളരുന്നു. ഭൂമിയെ വിട്ട് നിത്യരാജ്യത്തിൽ പോനാലും ഇതേ അറിവിൽ മറുപടിയും വളരണം. ഭൂമിയെ വിട്ട് നിത്യതയിൽ പോയാലും ഈ അറിവിൽ വീണ്ടും വളരുന്നു. ഒരു കപ്പിലെ നിങ്ങൾ സമുദ്രത്തിൽ തണ്ണീർ എടുത്തു പാരുങ്ങൾ. സമുദ്രത്തിലെ വെള്ളം ഈ കപ്പിൽ എടുത്തു നോക്കൂ. സമുദ്രത്തിൽ തണ്ണീരിൽ എന്നെന്ന അംശങ്ങൾ ഉണ്ടോ? സമുദ്രത്തിലെ വെള്ളത്തിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അംശങ്ങൾ இந்த കപ്പിലും ഉണ്ട്. അവ ഈ കപ്പിലെ വെള്ളത്തിലും കാണും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കപ്പിലെ തണ്ണീർക്ക് എന്നെ சொல்லலாம். ഈ കപ്പിലെ വെള്ളം എന്ത് പറയും? ഇത് ചിന്ന സമുദ്രം. ഇതൊരു ചെറു സമുദ്രം. വലിയ സമുദ്രം. അത് മഹാസമുദ്രം. ഇത് ചിന്ന സമുദ്രം. ഇത് ചെറു സമുദ്രം. ஆனால் இந்த കപ്പിനാല് ഈ കപ്പിനാൽ இந்த തണ്ണീരെ അളന്ന് ആ കടലെ നിങ്ങൾ ഇല്ലാമലാക്ക മുടിയുമോ? ആ സമുദ്രത്തിലെ വെള്ളം കോരി അതിനെ വറ്റിക്കാനാവുമോ? ഇല്ല, ഇല്ലില്ല. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ഒരു കപ്പിലെ തണ്ണീരെ പോലെ ദേവനെ കുറിച്ച് കൊഞ്ചും നാം അറിഞ്ഞു കൊള്ളുക. ഒരു കപ്പ് വെള്ളം പോലെ ദൈവത്തെ കുറിച്ച് അല്പമായ അറിവ് ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുക അറിവിലും വളരുങ്ങൾ എന്ന വചനത്തിൻപടി കൊഞ്ചും അറിവ് മറ്റുംതാൻ ഇപ്പോഴും നാം പെറ്റിരുന്നു. കർത്താവായ യേശുവിന്റെ കൃപയിലും അവന്റെ പരിജ്ഞാനത്തിലും വളരുവിനെന്നുള്ള വചനപ്രകാരം അവന്റെ അറിവ് അല്പം ലഭിച്ചിരിക്കുന്നു. പരലോകത്തിൽ ചെന്ന പിറകെ സ്വർഗത്തിൽ ചെന്ന ശേഷം നാം അവരെ അറിഞ്ഞ് അവരുടെ അറിവിൽ വളരെ പോകുന്നു. നാം അവനെ അറിഞ്ഞ അറിവിൽ വളരുവാൻ പോകുന്നു. ശരീരത്തിന് വളർച്ചയില്ല. ശരീരത്തിന് വളർച്ചയില്ല. ജ്ഞാനത്തിற்கு വളർച്ചയുണ്ട്. നമ്മുടെ ജ്ഞാനത്തിന് വളർച്ചയുണ്ട്. ദൈവത്തിന് മഹത്വം. പറുദീസയിൽ ജീവവൃക്ഷമുണ്ട്. പറുദീസയിൽ ജീവവൃക്ഷം പുതു പുതു കനികളെ കൊടുക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. കനികളെ സാപ്പിട്ട് വളരുവാர்கள். ആ വൃക്ഷഫലം തിന്ന് വളരും. അപ്പൊ നിത്യജീവൻ എന്നത് നിത്യജീവൻ എന്നത് മെയ്ദേവനാകിയ ഉമ്മയും നീരനപ്പിന യേശു ക്രിസ്തുവേയും അറിവത് നിത്യജീവൻ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് നിത്യജീവൻ. ഇത് ദേവനുடைய വരം. ഇത് ദൈവത്തിന്റെ വരം. അറിവ് എന്നത് ദേവ വരം. ആ അറിവെന്നത് ദൈവത്തിന്റെ വരം. இந்த വരത്തെ നീ പെറ്റുകൊള്ള വേണ്ടും. ഈ വരം നീ പ്രാപിച്ചിരിക്കണം. இந்த ദേവനെ നീ അറിഞ്ഞു കൊള്ള വേണ്ടും. നീ ദൈവത്തെ അറിയണം. இந்த യേശുവെ നീ അറിഞ്ഞു കൊള്ള വേണ്ടും. യേശുവിനെ നീ അറിയണം. இந்த യേശുവിനുടെ അറിവുകൾ നീ വിളങ്ങിക്കൊള്ള വേണ്ടും. യേശുവിന്റെ അറിവിനെ നീ ഗ്രഹിച്ചിരിക്കണം. യേശുവിനുടെ അറിവുകൾ അപ്പോസ്തലിക ഉപദേശങ്ങൾ. യേശുവിന്റെ അറിവാണ് അപ്പോസ്തലിക ഉപദേശം. அந்த ഉപദേശത്തെ നീ വിളങ്ങിക്കൊള്ള വേണ്ടും. ആ ഉപദേശം മനസ്സിലാക്കണം. அந்த ഉപദേശത്തിന് വിരോധമായി നീ പേശലാ. ആ ഉപദേശത്തിനെതിരായി സംസാരിക്കരുത്. ഉപദേശത്തോട് നീ ഐക്യപ്പെട്ട് ആ ഉപദേശത്തോട് ഐക്യപ്പെട്ട് നീ വളരെ വേണ്ടിയത് ആ അറിവിൽ വളരേണ്ടിയിരിക്കുന്നു. ഈ ജീവൻ വളരണം. ഈ ജീവൻ വളരണം. ഈ അറിവ് വളരണം. ഈ അറിവ് വളരണം. ഒന്നാം വകുപ്പിൽ പഠിക്കുമ്പോൾ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ പിള്ളകളെ പറയുക പഠിക്കും. കുഞ്ഞുങ്ങളെ പഠിക്കും. അവൻ വീട്ടിൽ വന്ന ഇരിക്കുന്ന സോവരും ബുക്കും നീക്കിളെല്ലാം ഏതാ. വീട്ടിൽ വന്നാൽ പുസ്തകത്തിലും ഭിത്തിയിലും കണ്ടെടുത്തെല്ലാം അവൻ എഴുതുമ്പോൾ എപ്പടി എഴുതുവാൻ? അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? തലകീഴാകെ എഴുതുവാൻ. തലകീഴ് എഴുതി വെക്കും. മോനെ അപ്പടി അല്ലടാ ഇപ്പടി എഴുതറാ. എടാ മോനെ ഇങ്ങനെ എഴുതടേ. മമ്മിക്ക് தெரியாது. മമ്മിക്ക് ഒന്നും അറിയില്ല. മേഡം சொன்னது இப்படி தான். മാഡം ഇങ്ങനെയാ പറഞ്ഞത്. பாருங்க, அவന്റെ അറിവ് അവളോന്താ. അവന്റെ അറിവ് അത്രയല്ലേ ഉള്ളൂ. அந்த அறிவு பாருங்க. അപ്പുറം വളർന്ന് 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 വരുത്. വളർന്നു പറയുന്നു. ഇപ്പൊ അവൻ ആരാണ്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്. കമ്പ്യൂട്ടറിൽ പോற വേല. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പണി. തലകീഴാക എഴുതിനവൻ தான் ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വേല பார்த்தா ആശ്ചര്യമായി ഇருக்கு. തലതിരിച്ച് എഴുതിയപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത് കണ്ടാൽ അത്ഭുതം. അവന്റെ തുവക്കത്തിലെ അറിവ് അവളോന്താ. ആരംഭത്തിൽ അത്ര അറിവ് വളരണം. അറിവ് വളരണം. അറിവ് വളരെ 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 അത് വളരും തോറും അവന്റെ ജ്ഞാനവും വിവേകവും വളരുക. അവന്റെ ജ്ഞാനവും വിവേകവും വളരുന്നു. ജീവനാനത് വളരണം. ഈ ജീവൻ വളരണം. ജീവൻ വളരുമ്പോൾ നീ എല്ലാവറ്റെയും സഹിക്കലാം. നീ എല്ലാം സഹിക്കും. ദൈവത്തിന് മഹത്വം. എല്ലാവറ്റെയും സഹിക്കണം. എല്ലാം സഹിക്കാനാവും. ഈ ജീവൻ എതുക്കാക ദേവൻ തന്നിരിക്കുന്നു. ദൈവം ഈ ജീവൻ എന്തിനായി തന്നു? ഒരു പകുതി, ഒരു ഭാഗം இந்த அறிவுக்கு விரோதமாக எழும்புகிற எல்லா விதமான தீமையான காரியங்களை நீ സഹിക്കുംപടിയാക. ഈ അറിവിനെതിരായി വരുന്ന സകല ദോഷങ്ങളെയും നീ സഹിക്കാൻ. ഇപ്പൊ നാം രക്ഷിക്കപ്പെടുമ്പോൾ സ്നാനമേൽക്കുമ്പോൾ എത്രയോ എതിർപ്പുകൾ, എത്രയോ പേർ അടി വാങ്ങിയിരിക്കും. എത്രയോ പേർ മർദ്ദനമേറ്റിട്ടുണ്ട്. എത്രയോ പേർ വീട് വിട്ട് തുരത്തിയിരിക്കാർ. എത്രയോ പേർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിക്കാക ധൈര്യമാക നിன்றார்கள். എന്നാൽ വിശ്വാസത്തിനായി സധൈര്യം നിന്നു. സഭയിലും കൂടെ இந்த കൂട്ടത്തിലും കൂടെ അടി വാങ്ങിന വിശ്വാസികൾ ഊഴിയர்கள் ഇരിപ്പാர்கள். അടി കൊണ്ടതായ വേലക്കാർ വിശ്വാസികൾ ഈ കൂട്ടത്തിലും ഉണ്ടായിരിക്കും.
ஆனாலும் அவர் இந்த விசுவாசத்தை விட்டு விலகவில்லை. എങ്കിലും ആ വിശ്വാസം വിട്ടുപോയില്ല. அப்போ அவிதமாக சத்தியத்துக்கு நீ கீழ்ப்படியும் போது, എങ്ങനെയുള്ള സത്യത്തെ അനുസരിക്കുമ്പോൾ மெய்தேவனாகிய உம்மையும் நீர் அனுப்பின இயேசு கிறிஸ்துவிന്റെയും അറിവുக்கு നീ കീഴ്പ്പടിയും போது, ആ സത്യതയുമായ യേശുവിന്റെയും ദൈവത്തിന്റെ അറിവിന് കീഴ്പ്പെടുമ്പോൾ നിനക്ക് പലവിധமான തുன்பങ്ങൾ, തുയരങ്ങൾ, കഷ്ടങ്ങൾ പെരുകക്കും. പലവിധ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ വരികും. നമ്മുടെ യേശുവെ പാരുങ്ക. നമ്മുടെ യേശുവിനെ നോക്കാം. ജീവനുടയവനാக വെളിപ്പെട്ട യേശു ജീവനുള്ളവനായി വെളിപ്പെട്ടു. എത്രയോ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ, അടികൾ, ഉപദ്രവങ്ങൾ വന്നത്. എത്രയോ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ, മർദ്ദനങ്ങൾ ഏറ്റു. ദൈവത്തിന് മഹത്വം. എന്നെ വാസിക്കോ. എന്താണ് വായിക്കുന്നത്? ദേവരി ഏൻ എന്നെ കൈവിട്ടീർ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിട്ടതുപോലെ. ആ കൈവിട്ടതുപോലെ തോന്നി. കൈവിടവില്ല. ദൈവം കൈവിട്ടതല്ല, കൈവിട്ടതുപോലെ. എങ്കിലും അങ്ങനെ തോന്നി. ദേവനെ കാണോ. മുകളിൽ നോക്കിയപ്പോൾ ദൈവത്തെ കണ്ടില്ല. ഉടനെ നിലവിളിക്കുന്നു. അളവുക്ക് ഉപദ്രവം, അത്രത്തോളം പീഡനങ്ങൾ, അളവുക്ക് വേദന, അത്രത്തോളം വേദന. എതിർക്കാക എന്തിന്? அந்த மெய்தேவனை ஸ்தாபிக்கும்படியா, ആ ദൈവത്തെ സ്ഥാപിക്കേണ്ടതിന്, ദേവനുடைய മനതിൻ നോക്കം നിറവേറ്റുപടിയാ, ദൈവ മനസ്സിലെ ഉദ്ദേശം നിറവേറേണ്ടതിന്, ദേവജനങ്ങളെ രക്ഷിച്ച്, ദൈവജനത്തെ രക്ഷിച്ച് പിഴയറ്റതാന സഭയാക ഉരുവാക്കുമ്പടിയാ, ഒരു ശുദ്ധിയായ സഭയായി മാറ്റുവാൻ, എന്നെയും ഉങ്ങളെയും ഉരുവാക്കുമ്പടിയാ, എന്നെയും നിങ്ങളെയും വാർത്തെടുക്കുവാൻ, മണവാട്ടിയെ ഉരുവാക്കുമ്പടിയാ, മണവാട്ടിയെ ഉരുവാക്കുവാൻ. നമ്മുടെ அந்த டை எவ்வளவு பாடுபட்டார் என்று பாருங்க. നമ്മുടെ ആ ഡൈ അച്ഛ എത്ര കഷ്ടം സഹിച്ചു. എന്നെ കൈവിട്ടീർ. ദൈവമേ എന്നെ എന്തിനു കൈവിട്ടു? എന്നാൽ പിതാവോടുള്ള ഐക്യത്തെ അവർ വിടവില്ല. പിതാവുമായുള്ളതായ ഐക്യത വിട്ടില്ല. കഷ്ടത്തെല്ലാം അവർ സഹിത്താർ. ആ കഷ്ടങ്ങൾ സഹിച്ചു. ദൈവത്തിന് മഹത്വം. ദേവൻ അവർ എന്നെ சொல்லுகிறார். പിന്നീട് എന്ത് പറയുന്നു? യെശയ്യാ 53 അധികാരം 10 വചനത്തെ പഠിക്കുമ്പോൾ, യെശയ്യാ 53:10 പിതാവേ അവരെ നുറുക്ക സിദ്ധം കൊണ്ട, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവരെ നുറുക്ക സിദ്ധം കൊണ്ട, അവനെ തകർക്കുവാൻ ഇഷ്ടം തോന്നി. നീ മരിക്കണം, നീ മരിക്കണം, നീ മരിക്കണം, നീ പാടുപെട വേണം, നീ കഷ്ടപ്പെടണം, കൽവാരിയിൽ മരിക്കണം, കാൽവറിയിൽ മരിച്ചേ മതിയാകൂ. സിദ്ധം കൊണ്ട പിതാവിന് ഇഷ്ടമായി. ഉടനെ കുമാരൻ എന്നെ சொல்லுகிறார். ഒടുവിൽ പുത്രൻ എന്ത് പറയുന്നു? പിതാവേ ഉമ്മദ് സിദ്ധം എതുവോ അത് എന്നിൽ നിറവേറട്ടെ. പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അത് ഉമ്മദ് സിദ്ധം, അത് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ ജീവനുടെ അറിവ്, ജീവനുടെ പൂർണ്ണത്തെ നീ പെറ്റുകൊണ്ടാൽ, ഈ ജീവന്റെ അറിവിന്റെ പൂർണ്ണത നീ പ്രാപിച്ചാൽ, നീ പിന്നെ തപ്പ് ചെയ്യ മാട്ടാ, പിന്നെ തെറ്റ് ചെയ്യുകയില്ല. പിള്ളകളെ പാരുങ്ക, കുഞ്ഞുങ്ങളെ നോക്കുക. മുതലേ 4 തപ്പാക 7 6 എന്ന് சொன்னவங்க ആദ്യം 4 കൂട്ടിട്ട് 7 6 പറഞ്ഞു. அவங்க சரியாக சொல்லுகிறார். ഇപ്പോൾ നന്നായി പറയുന്നു. ഇപ്പോ തപ്പില്ലാமல் ഒവ്വൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ തെറ്റുകൂടാതെ ഓരോന്ന് ചെയ്യുന്നു. നമ്മളുടെ സൈക്കിൾ പഠിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി പഠിക്കുന്ന എല്ലാം വണ്ടി ഓട്ടിനു, എങ്ങനെയെല്ലാം ചവിട്ടി നോക്കിയതാണ്. ചേരപ്പാമ്പ് പോകുന്നത് പോലെ സൈക്കിൾ പോകും. ചേരയെ പോലെ വളഞ്ഞു പോകും. നേരെ പോയിരിക്കോമാ? നേരെ പോയിട്ടുണ്ടോ? പഠിച്ച കാലത്തിൽ എപ്പടി ഇരുന്നോ? പഠിച്ച കാലത്ത് എങ്ങനെ ഇരുന്നു? പൊളകനെ പോലെ താൻ ചിലർ സൈക്കിൾ ഓട്ടുവാங்க. പൊളവനെ പോലെയാണ് ചിലർ സൈക്കിൾ ഓട്ടുന്നത്. பார்த்தாலே പൊളകനെ ഇരിക്കുന്നത് കണ്ടാൽ പൊളവൻ നേരെ ചൊവ്വേ ഇരിക്കാൻ പറഞ്ഞാലും അറിഞ്ഞൂടാ. ഇപ്പോൾ നോക്ക്, കൈവിട്ടു പോകുക, രണ്ട് കൈയും വിട്ട് ചവിട്ടുന്നു. മോട്ടോർ സൈക്കിളെ പാർത്ത് അന്നൊരു മോട്ടോർ ബൈക്ക് കണ്ടു. അവൻ കൈവിട്ട് അവൻ വേഗமாக പോற സിഗരറ്റ് വേറെ പച്ച വയ്ക്കണം. സ്പീഡിൽ പോയിട്ട് സിഗരറ്റ് കത്തിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ കാറിൽ ഉட்கார்ந்து ആശ്ചര്യപ്പെട്ട്, കാറിലിരുന്ന് ഞാൻ തപ്പി നമ്മൾക്ക് മുന്നാലെ വീഴുന്നിട്ട് ആപത്ത്, നീ വണ്ടി സ്ലോ പണ്ണ, അവൻ പോകട്ടെ. വണ്ടി സ്ലോ ചെയ്യും, അവൻ വീഴുന്നത് നമ്മൾ കാണണ്ട. അവൻ കൈവിട്ട് മോട്ടോർ സൈക്കിളെ പോറാൻ, കൈവിട്ട് ബൈക്ക് ഓടിക്കുന്നു. അത് മാത്രമല്ല പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് പച്ച വയ്ക്കണം. പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നു. അവനക്ക് ബാലൻസ് ഉണ്ട്. പോയി കേളുങ്ക, പോയി ചോദിച്ചാൽ കീഴെ വീഴാതെ, താഴെ വീഴത്തില്ല. ഞാനാ വീഴുവേ, ഞാനാന്ന് വീഴുന്നു. എല്ലാം വീഴമാട്ടെ, ഞാൻ വീഴത്തില്ല. ഭയപ്പെടാതീങ്ക, പേടിക്കണ്ട. കാരണം എന്നെ, കാരണം അവനക്ക് ബാലൻസ് ഉണ്ട്. അവനക്ക് പയർച്ചി നല്ല പരിശീലനം, ബാലൻസ് പെറ്റവൻ, ബാലൻസ് ഉള്ളവൻ. ഇതുപോലെ ജീവനെ പെറ്റ്, ജീവൻ പ്രാപിച്ച്, ജീവനിൽ വളർന്ന്, ജീവനിൽ പയർച്ചി പെറ്റ്, ജീവനിൽ പരിശീലിച്ച്, ജീവനിൽ അഭ്യാസം തികഞ്ഞാൽ 2 കൈവിട്ടും മോട്ടോർ സൈക്കിൾ ഓട്ടலாம். 2 കൈവിട്ടും ബൈക്ക് ഓടിക്കാം. എന്നാ മോട്ടോർ സൈക്കിൾ? അതേതാണ്? വിശ്വാസപാതയിൽ പോകലാം, വിശ്വാസപാതയിൽ മുന്നേറാം, വിശ്വാസവീരനായി ജീവിക്കാം, യേശുവിനായി ജീവിക്കാം. കഷ്ടങ്ങൾ വരും, അപ്പോഴും കഷ്ടതകൾ വരും. എന്നെ சொல்லுவாய், നീ എന്ത് പറയും? എന്നെ சொல்லுவாய், എന്തായിരിക്കും പറയുക? കഷ്ടത വന്നാൽ, ഓ ദേവൻ കഷ്ടത്തെ അനുവദിത്താൻ, ദൈവം കഷ്ടങ്ങൾ അനുവദിച്ചു. ഇവരാലെത്താൻ കഷ്ടം,
ഇവൻ നിമിത്തം ഇമ്മാനുവേൽ എനിക്ക് കഷ്ടത്തെ കൊടുത്താർ എന്ന് சொல்லாம ഇമ്മാനുവേൽ എനിക്ക് കഷ്ടം തന്നു എന്ന് പറയാതെ ദേവൻ കഷ്ടത്തെ അനുവദിത്താർ. അത് ദൈവമാണ് അനുവദിച്ചതെന്ന് പറയും. നല്ലത്. അതെനിക്ക് നല്ലതാണ്. ജീവനിൽ നീ വളർന്നാൽ, ജീവനിൽ വളർന്നാൽ എല്ലാ കഷ്ടങ്ങളും തുன்பങ്ങളും പ്രശ്നങ്ങളും ദേവനാല് വന്നത് എന്ന് നീ എടുത്തുകൊള്ളலாம். കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്താൽ എന്ന് നീ അത് ഇത് സ്വീകരിക്കും. എനിക്ക് ദേവനാല് വന്ന ഉപദ്രവം, ഇത് ദൈവത്താൽ വന്ന ഉപദ്രവം, ദേവനാല് വന്ന കഷ്ടം, ദൈവത്താൽ വന്ന കഷ്ടമാണ്. എല്ലാം എനിക്ക് ദേവനാല്. എല്ലാം ദൈവത്തിൽ നിന്ന്. റോമർ 8:28 വസനത്തെ പഠിക്കുമ്പോൾ റോമർ 8:28 എല്ലാം അവർ നന്മയ്ക്കാக செய்கிறார் എന്ന് നീ എടുത്തുകൊള്ളலாம். സകലവും നന്മയ്ക്കായി ദൈവം ചെയ്യുന്നത് എടുക്കണം. ദേവനുடைய വരത്തെ പറ്റ വരമാകിയ ജീവനിൽ, നിത്യ ജീവനിൽ നീ വളര വേണ്ടും. ഈ ദൈവത്തിന്റെ കൃപാവരമാകുന്ന നിത്യജീവൻ പ്രാപിച്ചതിൽ വളരേണം. ദൈവത്തിന് മഹത്വം. എല്ലാം നീയെ ദേവനാല് ദേവനിടത്തിലിരുന്ന് എന്റെ എടുത്തുകൊള്ളலாம். എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് എടുക്കുവാനാവും. അപ്പൊ ദേവനാല് വന്നു ചൊല്ലുമ്പോൾ, അപ്പോൾ ദൈവത്താൽ വന്നു എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ എവിടെ? പ്രശ്നങ്ങളില്ല. തൊല്ല വന്നത് ഒരു ക്ലേശം വന്നു. ഒരു വിശ്വാസിയാലെ അല്ലെങ്കിൽ വീട്ടിലെ പുരുഷനാലെ മനവിയാലെ ചില തൊല്ലകൾ വരല്ല. ഒരു വിശ്വാസ നിമിത്തം ഭർത്താവിനാൽ ഭാര്യയാൽ ചില ക്ലേശങ്ങൾ വന്നേക്കാം. നീ എന്നെ എടുക്കറാ, നീ എന്ത് ചെയ്യുന്നു? ഇതെനിക്ക് ദേവനാല് വന്ന തൊല്ല. ഇത് ദൈവത്താൽ വന്ന ക്ലേശം. മനവിയാലല്ലേ, ഭാര്യയാലല്ല, ദേവനാല്. ദൈവത്താൽ. എൻ പുരുഷനാലേ അല്ല, ഭർത്താവിനാലല്ല, ദേവനാല്. ദൈവത്താൽ. എൻ സഹോദരങ്ങളാലേ അല്ല, സഹോദരങ്ങളാലല്ല, ദൈവത്താൽ. എൻ പക്കത്തിലെ വീട്ടിലാലെ വന്ന തൊല്ലയല്ല, അയൽക്കാർ നിമിത്തമല്ല, എനിക്ക് ദേവനാല് വന്ന തൊല്ല. ദൈവത്താൽ വന്നതാണ്. இந்த தொல்லைக்காக ஸ்தோத்திரம். ഈ ക്ലേശം നിമിത്തം സ്തോത്രം. ഈ ഉപദ്രവത്തിനായി സ്തോത്രം. ദേവനാല് വന്നത് എന്ന് ചൊല്ലി ഉന്നെ നീ പാതുകാക്കണം. ദൈവത്താൽ വന്നത് എന്ന് പറയുമ്പോൾ നിന്നെ സൂക്ഷിക്കാനാവും. യേശു തന്നെ പാതുകാത്തത്, യേശു തന്നെ സൂക്ഷിച്ചതുപോലെ ദേവൻ നീയും പാതുകാക്കപ്പെടலாம். എങ്ങനെ നീയും സൂക്ഷിക്കപ്പെടാം. നിത്യ ജീവൻ എന്നത് ഉന്നെ പാതുകാക്കുമ്പടിയാക ദേവൻ തന്ന ഒരു അറിവ്. നിത്യജീവൻ എന്നത് നിന്റെ സംരക്ഷണത്തിനായി ദൈവം തന്ന അറിവ്. ഇനി എന്താ ദാവീദെ പാരുങ്ക. ദാവീദിനെ നോക്ക്. அந்த சவுலால எவ்வளவு துன்பங்கள் துயரங்கள். ആ ശൗലിൽ നിന്ന് എത്രയോ കഷ്ടങ്ങൾ, പീഡനങ്ങൾ. 2 മുறை സൗല ദേവൻ ദാവീദിന്റെ കരത്തിൽ ഒപ്പടൈത്താർ. 2 പ്രാവശ്യം ദാവീദിന്റെ കയ്യിൽ ശൗലിനെ ഏൽപ്പിച്ചു ദൈവം കൊടുത്തു. യോവാബ് വന്ന് കേൾക്കറാർ. യോവാബ് ചോദിക്കുന്നു, ഈട്ടിയാൽ ഒരേ ഒരു കുത്തിൽ കൊണ്ടു പോടട്ടും, കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് കൊല്ലട്ടെ. ഉടനെ തടഞ്ഞു. അയ്യോ, അഭിഷേകം പണ്ണപ്പെട്ടവൻ മേൽ കയ്യെ പോടാതെ, അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത്. എന്നാണ്ടവരെ അഭിഷേകം പണ്ണപ്പെട്ടവൻ ഇവളവ് തൊല്ല നമുക്ക് കൊടുക്കാൻ. യജമാനന് എന്തോ അഭിഷേകം ചെയ്യപ്പെട്ടവനാ ഇത്രയും കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവൻ. ഒരേ ഒരു കുത്തുറ, ഒറ്റ കുത്ത്. നിങ്ങളാണ് എന്നെ ചെയ്തിരിക്കും. നിങ്ങളാണെങ്കിലോ ഒരു കുത്ത 2 കുത്തി, ഒന്നല്ല 2 അങ്ങ് കൊണ്ടെന്ന് പറയും. ഒലക്കൈ എടുത്ത് നെല്ലിൽ അടിക്കുന്ന പോലെ ഒലക്കെടുത്ത് ഇടിക്കുന്നത് പോലെ 2 കൊടുക്കും. ദാവീദിനെ നോക്ക്. കഷ്ടം സഹിക്കുന്നവൻ, പീഡനങ്ങൾ സഹിക്കുന്നവൻ, പോരാട്ടത്തിലൂടെ പോകുന്നവൻ, വയലിലും തണ്ണീർ ഇല്ലാമൽ ദാഹം എടുത്ത് പസീനാല് വാടുകിற ദാവീദെ പാരുങ്ക. ഗുഹകളിൽ, ഗഹ്വരങ്ങളിൽ, കാടുകളിൽ, മേടുകളിൽ വിശന്ന് ദാഹിച്ച് അലഞ്ഞ് ഉഴലുന്നവൻ. അഭിഷേകം പണ്ണപ്പെട്ടവൻ, അവൻ അഭിഷിക്തനാണ്. അവൻ മേൽ കയ്യെ പോടാതെ, അവന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് മഹത്വം. കാരണം ദാവീദുക്കുള്ള அந்த അറിവ് കാണപ്പെട്ട, ദാവീദിന്റെ ഉള്ളിൽ ആ അറിവുണ്ടായിരുന്നു. ശൗലിനാലെ എനിക്ക് ഉപദ്രവം വരുகிறதில்ல, എനിക്ക് വരുന്ന ഉപദ്രവങ്ങൾ ശൗൽ നിമിത്തമല്ല, ദേവനാലെ എനിക്ക് ഉപദ്രവം. അവ ദൈവത്താൽ മാത്രമാണ്. ദേവൻ എന്നെ നൊറുക്കിനാർ, ദൈവം എന്നെ തകർത്തു, ദേവൻ എന്നെ ശോധിത്താർ, ദൈവം എന്നെ പരിശോധിച്ചു, ദേവൻ എന്നെ പൊന്നെ പോലെ വിളങ്ങുമ്പടിക്ക് അവർ എന്നെ ശോധനയിൽ കടത്തിനാർ. ഞാൻ പൊന്നുപോലെ ആകേണ്ടതിന് അവൻ എന്നെ ശോധന കഴിച്ചു. അരുമയാണ് ദേവജനമേ, പ്രിയ ദൈവജനമേ, ദേവനുടെ വരമാകിയ ജീവനെ നീ പെറ്റുകൊണ്ട് ദൈവത്തിന്റെ കൃപാവരമായ നിത്യജീവൻ പ്രാപിച്ചാൽ, ആ ജീവനിൽ തികഞ്ഞാൽ, ജീവനിൽ നീ വളർന്നാൽ, ആ ജീവനിൽ വളർന്നാൽ, എല്ലാ പ്രശ്നങ്ങളും ശോധനകളും ദേവനിടത്തിലിരുന്ന് വന്നത് എന്ന് നീ എടുത്തുകൊള്ളാം. സകല പരീക്ഷകൾ, പരിശോധനകൾ ദൈവത്താൽ അനുവദനീയമെന്ന് നീ ചിന്തിക്കും. നീ പാതുകാക്കപ്പെട്ട്, ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട് നീ മണവാട്ടിയാക മാറലാം. നീ മണവാട്ടിയായി. അറിവില്ലാത്തപടി, ഈ അറിവില്ലാത്തത് കൊണ്ട് അവൻ എനക്ക് പ്രശ്നയെ പണ്ണിന, അവനാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുത്തിയത്. ഒരു കൈ പാപ്പ, ഒരു കൈ നോക്കാം, ഒരു കൈ പൂടിയാവിട്ടാൽ അരക്കൈ പാപ്പ, ഒരു കൈ ഒത്തില്ലെങ്കിൽ അരക്കൈ നോക്കും. അരക്കൈ പാപ്പ, ചിലര് പറയും അരക്കൈ നോക്കാം. കാരണം എന്നെ, കാരണം ഉനക്കുള്ള ജീവനില്ല, നിന്നിൽ ജീവനില്ല. നീ പഴിക്ക് പഴി ചെയ്യാലാകാ, നീ പകരം വീട്ടരുത്. അവൻ ചെയ്തതുപോലെ നീയും ചെയ്വൻ എന്ന് சொல்லாதிருப்பாയ, അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത്. ശത്രുവാനവൻ പസിയായിരുന്നാൽ അവനക്ക് നീ സാപ്പാട് പോട്, നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുക്കുക, അവനക്ക് ദാഹമായിരുന്നാൽ കുടിക്കുന്നത്
குடிக்கிறதுக்கு தண்ணீர், അവന് ദാഹിച്ചാൽ കുടിപ്പാൻ കൊടുക്കുക. விதமாக நீ செய்வதனால் தீக்கனலை அவனுடைய தலையில் குவிக்கிறாய். അങ്ങനെ അവന്റെ തലയിൽ നീ തീക്കനൽ കുന്നിക്കും. நீ தீன்மையால வெல்லப்படாமல் தீன்மையை நன்மையினால் வெல்லு. നീ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. உங்களால் ஆன மட்டும் யாவரோடும் சமாதானமாயிரு. കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനമായിരിപ്പീൻ. இதெல்லாம் யாரால முடியும்? ഇതൊക്കെ ആരെക്കൊണ്ട് தேவனுடைய കഴിയും? வரமாகிய நித்திய ஜீவனை பெற்று ജീവനിൽ വളരുക ദേവ പിള്ളയാല മുടിയും. ദൈവത്തിന്റെ കൃപാവരമായ നിത്യജീവൻ പ്രാപിച്ചതിൽ വളരുന്ന ദൈവ പൈതലിന് സാധിക്കും. இந்த അറിവിൽ നാം വളരുவோமா? നമുക്ക് ഈ അറിവിൽ വളരാം. നമുക്ക് എന്ത് പ്രശ്നയോ എന്ത് ക്ലേശമോ എന്ത് കസപ്പോ ഒരുവൻ മേലും വരാം. അപ്പോൾ ആരോടും ക്ലേശങ്ങൾ കയ്പുകൾ നിമിത്തം നമുക്കൊന്നും തോന്നില്ല. കസപ്പ് വൈരാഗ്യമില്ലാமல் നിത്യജീവനിൽ അറിവിൽ വളർന്ന് യേശുവെ പോലെ മാറല. കയ്പ് വിദ്വേഷമില്ലാതെ നിത്യജീവനിൽ വളർന്ന് യേശുവിനോട് അനുരൂപരാകാം. മണവാട്ടിയാകാൻ നാം മാറല. മണവാട്ടിയായി മാറാം. കാര്യങ്ങൾ നാളേക്ക് നാം പഠിപ്പോം. ശേഷമുള്ള കാര്യം നാളെ പഠിക്കാം. അയാളെ ഇന്നേക്ക് നിങ്ങൾ വരുകെ തന്നതുപോലെ നാളേക്കും വരുകെ തന്ന് വേദപാഠത്തെ ആശീർവദിക്കുമ്പടി ജപിയുങ്ങൾ. ആകയാൽ ഇന്നത്തെ പോലെ നാളെയും വരിക. ഈ ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. നാം എല്ലാവരും കർത്തരെ സ്തോത്രം, എല്ലാവരും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. இந்த அறிவில் நாம் வளர தேவன் கிருபை தரும்படியாக ஸ்தோத்திரம் பண்ணுவோம். ഈ അറിവിൽ വളരുവാൻ ദൈവം കൃപ തന്നിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம் தலபலம் ஷடனமனதில. அதனால தான் தாவீது சொல்லுவான், இந்த அறிவானது எனக்கு மிகவும் മികവും മേന്മയാൻ അറിവെന്ന്. ആകയാൽ ദാവീദ് പറയുന്നു, ഈ പരിജ്ഞാനം ഗ്രഹിച്ചുകൂടാത്തവണ്ണം അത്ഭുതമായി തോന്നി. ദൈവത്തിന് മഹത്വം. മികവും മികവും മേന്മയാൻ അറിവായി. ഇത് എനിക്ക് വളരെ ശ്രേഷ്ഠമായി ഇത് വിളങ്ങവേ മുടിகிறது. ഇതെനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ദേവജനമേ, അപ്പടിപ്പെട്ടതാണ് ഉലകത്താർക്ക് വിളങ്ങ മുടിയാത്ത ഒരു പെരിയ അറിവിനാല് ദേവൻ നമ്മെ നിറുപ്പി നമ്മെ എല്ലാരെയും അറിവാളിയാക മാറ്റിയിരിக்கிறார். ലോകത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത അറിവ് തന്ന ദൈവം നമ്മെ അറിവുള്ളവരായി മാറ്റിയിരിക്കുന്നു. அந்த அறிவுக்காக நாம் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். അറിവിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യേശു അറിവെ തന്ന യേശു മാറാത്തവർ. ആ അറിവ് തന്ന യേശുവൻ മാറാത്തവൻ. ഒരുപോലും കൈവിട്ട് വിലക മാട്ടാൻ. നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. കൈവിടുവതുമില്ല, ഉന്നെ വിട്ട് വിലകുവതുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ദൈവിക സുഖം എന്റെ അറിവ് ഒരു മേന്മയാൻ അറിവ്. ദൈവിക രോഗശാന്തി എന്നത് ശ്രേഷ്ഠമായ അറിവ്. ക്രിസ്തുവുക്കാக പാടുപെടുகிற അറിവ് മേന്മയാൻ അറിവ്. ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുന്നത് ശ്രേഷ്ഠമായ അറിവ്. அந்த ഉപദേശത്തിൽ പാടുപെട്ട് ജീവിക്ക வேண்டும். നീ കർത്താവിന് വേണ്ടി ആ ഉപദേശത്തിൽ കൈവിടുവതുമില്ല, ഉന്നെ വിട്ട് വിലകുവതുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. അപ്പടിപ്പെട്ടതാണ് യേശു നമ്മോട് ഇരിക്കുന്നപടിയാൽ കരങ്ങളെ ഉയർത്തി സ്തോത്രം பண்ணுவோம். ആ യേശു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം വളര வேண்டும். നാം ഈ അറിവിൽ വളരണം. ഇതാണ് ദേവനുடைய വരം. ഇതാണ് ദൈവത്തിന്റെ കൃപാവരം. നാം വരത്തെ പെറ്റ ദേവജനം. നാം വരം പ്രാപിച്ച ദൈവജനം. അതിനാലതാണ് നാം സണ്ടയ്ക്കോ മറ്റ് ഉലകത്താരെ പോലെ ഒന്നിക്കും പോവത്. ആകയാൽ ലോകമനുഷ്യരെ പോലെ വഴക്കിനൊന്നും നാം പോകുന്നില്ല. നാം ദേവനുடைய പിള്ളകൾ, നാം ദൈവമക്കൾ, ദൈവിക അറിവെ പെറ്റ അറിവാളി, ദൈവ അറിവ് പ്രാപിച്ച അറിവുള്ളവർ. இந்த அறிவானது மிகவும் மேன்மையானது. ഈ അറിവ് അതിശ്രേഷ്ഠമായത്, മറ്റുള്ളവർക്ക് വിളങ്ങാത്ത അറിവ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. ദൈവിക സുഖത്തിൽ നാം മരുന്നെടുക്കാமல் ഇരുപ്പത് ഉലകത്താർക്ക് വിളങ്ങാത്ത. നാം ദൈവിക രോഗശാന്തിയിൽ നിന്ന് മരുന്നെടുക്കുന്നില്ലെങ്കിൽ അത് ജനത്തിന് ലോകത്തിന് മനസ്സിലാകില്ല. മേന്മയാണ് അറിവ്. ഈ അറിവ് ശ്രേഷ്ഠമായ. യേശു சொல்லுகிறார், நான் உன்னை விட்டு கைவிடுவதுമില്ല, ഉന്നെ വിട്ട് വിലകുവതുമില്ല. യേശു പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ എനിക്കാக ധൈര്യமாக പോരാട്. നീ എനിക്കായി ധൈര്യത്തോടെ പോരാടും. என்னுடைய மகன் യേശു எனக்காக ഭൂമിയിൽ പാടുപെട്ടതുപോലെ, എന്റെ പുത്രൻ യേശു നിനക്കായി ഭൂമിയിൽ കഷ്ടം സഹിച്ചതുപോലെ നീയും എനിക്കാக പാടുപെടുവാயாக. നീ എനിക്കായി കഷ്ടം സഹിക്കാം. ഞാൻ ഉന്നെ ഏന്തുവേൻ, താങ്ങുവേൻ, തപ്പിവിപ്പേൻ. ഞാൻ നിന്നെ ചുമക്കും, താങ്ങും, വഹിക്കും. ശക്തി ഒന്നും കൂടെ പാടി ഒരു വല്ലമീൻ അഭിഷേകത്തെ പറ്റിക്കൊള്ളുവോ? ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാൽ ദേവൻ തന്ന എല്ലാ ആശീർവാദങ്ങൾക്കാக സ്തോത്രം. കൃപയാൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വേദപാഠത്തിന്റെ 2-ാം നാളിലും തടകളെ അകറ്റി ദേവസമൂഹത്തിൽ നമ്മെ യാവരെയും ദേവൻ കൂട്ടിച്ചേർത്തപടിയാൽ സ്തോത്രം. 2-ാം നാളിലും തടസ്സങ്ങളെ നീക്കി ദൈവസന്നിധിയിൽ നമ്മെ കൂട്ടിവരുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവസമൂഹത്തിൽ കൊണ്ടുവന്ന എല്ലാ ദേവമക്കൾക്കാക സ്തോത്രം. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. ദേവൻ വെളിപ്പെടുത്തിയ സത്യവസനങ്ങൾക്കാക സ്തോത്രം. ദൈവം വെളിപ്പെടുത്തിയ സത്യവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. 7 വസ്ത്രങ്ങൾ
ആ വസ്ത്രങ്ങളെ ധരിച്ചെന്ന അനുഭവത്തിൽ കാണപ്പെട്ട കൃപ തരുപടിയാക സ്തോത്രം. ആ 7 വസ്ത്രങ്ങൾ ധരിച്ച അനുഭവത്തിൽ കാണപ്പെടുവാൻ കൃപ തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവനുடைய വരങ്ങൾക്കാക സ്തോത്രം. ദൈവത്തിന്റെ വരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ജീവൻ എന്റെ ദേവവരത്തുക്കാക സ്തോത്രം പണുவோம். നിത്യജീവൻ എന്ന ദൈവത്തിന്റെ വരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആ വരത്താൽ എല്ലാവറ്റെയും നാം സഹിക്ക് നാം വൈക ദേവൻ നമുക്ക് കൃപ തരുപടിയാക സ്തോത്രം. ആ വരങ്ങളാൽ എല്ലാം സഹിക്കാൻ ദൈവം കൃപ തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാളേക്കുമുള്ളതാണ് നമ്മുടെ കടേശി വേദപാഠത്തെയും ആശീർവദിക്കുപടിയാക സ്തോത്രം. ബൈബിൾ ക്ലാസിന്റെ സമാപന യോഗം നാളെ അത് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ത്യക്കും വന്നതുപോലെ നാളേക്കും എല്ലാ ജനങ്ങളെ ദേവസമൂഹത്തിൽ ദേവൻ കൂട്ടിച്ചേർക്ക വേണ്ടും. അതற்காக സ്തോത്രം பண்ணுவோம். ഇന്നത്തെ പോലെ നാളെയും ദൈവജനത്തെ എല്ലാം ദൈവസന്നിധിയിൽ ദൈവം കൂട്ടിച്ചേർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വരങ്ങളെ കുറിച്ച് പഠിക്ക കൃപ തരുപടിയാക സ്തോത്രം. വരങ്ങളെ കുറിച്ച് പഠിക്കുവാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. എല്ലാ തുതികന മഹിമേ കർത്തർക്ക് സെലുത്തി സ്തോത്രം. സ്തുതിമാന മഹത്വമെല്ലാം ദൈവത്തിന് അർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാ കുമാരൻ പരിശുദ്ധാവിയാനവർക്കായി സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ജപം பண்ணுவோம். പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബൈബിൾ ക്ലാസിന്റെ 2ാം രാത്രി യോഗത്തെ കർത്താവ് തന്നെ ഭാരമേറ്റി നടത്തിയതിനായി സ്തോത്രം. തടസ്സങ്ങളെല്ലാം നീക്കി ദൈവമക്കൾക്കെല്ലാം ദൈവസനിൽ വന്ന് ദൈവത്തിൽ സന്തോഷിപ്പാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഇന്ന് രാത്രി കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ യോഗത്തിന്റെ ആരംഭത്തിൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ ദൈവത്തിൽ സന്തോഷിപ്പാനും ഞങ്ങളുടെ പ്രത്യാശയോട് പുതുക്കുവാനും കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ മണവാട്ടിയായി ഞങ്ങളെ നീ ഒരുക്കിക്കൊണ്ടിരിക്കുകയാൽ സ്തോത്രം. മണവാട്ടി ധരിക്കേണ്ടതായ വസ്ത്രത്തെക്കുറിച്ച് ഇന്ന് രാത്രി കാലം കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനാൽ സ്തോത്രം. ഞങ്ങളും കർത്താവെ നിന്റെ മണവാട്ടിയായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അത് ദിവ്യ വസ്ത്രങ്ങളെ ധരിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ അവിടുത്തെ നിത്യജീവനെക്കുറിച്ചുള്ള അറിവുള്ളവരായി ഓരോ നിമിഷവും ഞങ്ങൾ ആത്മാവിൽ വളരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തേജസ്വരി മണവാട്ടിയെ ചേർക്കുവാനായി ഞങ്ങളുടെ കർത്താവ് എത്രയും വേഗത്തിൽ വെളിപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും അലങ്കരിക്കപ്പെട്ട ദൈവദേശനാൽ നിറയപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട മണവാട്ടിയായി നിന്നോടുകൂടെ കാണപ്പെടുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട് എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലും അവിടുത്തെ ജീവനിലും എല്ലാവരെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ശത്രു ഞങ്ങളുടെ വിരുദ്ധ തെറ്റിച്ച് കളവാൻ ഇടയായി തീരാതെ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിപ്പാനും ദൈവത്തിൽ മറഞ്ഞിരിപ്പാനും ഞങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ ആലോചന അറിയിപ്പാതിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് കർത്താവ് കൃപ കൊടുക്കണമേ. കർത്താവെ, കടന്നു പോകുന്ന എല്ലാവരോടും കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. വടക്കയാത്ര ദൈവം എല്ലാവരെയും സുരക്ഷിതമായി സൂക്ഷിക്കണമേ. നാളത്തെ യോഗത്തെയും കർത്താവിന്റെ ഭാരമേറ്റ് അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിന്റെ മഹത്വ നാളിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കണം. അവിടുത്തെ പൊന്നുകരങ്ങളോട് ഞങ്ങൾ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്തനാകിയ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷமாக ദേവ സമൂഹത്തിൽ വന്ന് ആശീർവാദങ്ങൾ പെറ്റ എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇന്റെ മുതൽ കൊണ്ട് എന്റെക്കും ഇരുപ്പതാക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം.